ഓക്കെ. സ്ക്രീൻ ഷെയർ ആവുന്നില്ല? ഓക്കെ, സ്ക്രീന് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ. കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഇത് ഓപ്പൺ ആയിട്ടില്ല എന്ന് തോന്നുന്നു. പ്രസന്റേഷൻ ഓപ്പൺ ആയിട്ടില്ല. ഇല്ല, ഓക്കെ. ഇപ്പോഴോ? ഓക്കെ, കറക്റ്റ് ആണ്, കാണുന്നുണ്ട്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഗുഡ് മോർണിംഗ് ഓൾ. എൻ്റെ പേര് സക്കറിയ. ഞാൻ ഒരു PhD സ്കോളറാണ്, VIT വെല്ലൂർ. എൻ്റെ വീട് എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയിലെ മങ്കട അരിപ്ര എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അടിസ്ഥാനപരമായിട്ട് BTech, പിന്നെ 10 വർഷം എഞ്ചിനീയറിംഗ് കോളേജിൽ അധ്യാപകനായിരുന്നു. BTech പ്ലസ് MTech ആണ് എൻ്റെ ക്വാളിഫിക്കേഷൻ. അതിന് പുറമെ MSc അപ്ലൈഡ് സൈക്കോളജി ഞാൻ പഠിച്ചിട്ടുണ്ട് 2 വർഷം ഭാരതീയർ യൂണിവേഴ്സിറ്റി. സിജിയുടെ 1 ഇയർ PG ഡിപ്ലോമ കരിയർ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് കോഴ്സ് പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇതാണ് എൻ്റെ ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ. നമ്മളിന്ന് സംസാരിക്കുന്നത് വിദേശ പഠനം, അതിൻ്റെ സാധ്യതകൾ, അതിൻ്റെ ചലഞ്ചസ്. ഇവിടെ ഈ ഒരു പ്രസന്റേഷൻ ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുള്ള രീതി എന്ന് പറയുന്നത്, വിദേശ പഠനം വലിയൊരു വാസ്റ്റ് ആയിട്ടുള്ള സബ്ജക്റ്റായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ആളുകൾ വിദേശ പഠനത്തിന് പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യ ബോധത്തോടു കൂടിയുള്ള സംസാരം എന്ന് വേണമെങ്കിൽ പറയാം. എന്താണ് റിയാലിറ്റി എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ജനറൽ ആയിട്ടുള്ള പ്രസന്റേഷൻ ആണ്. നിങ്ങൾക്ക് സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ കുറേ ഉണ്ടാവും, അതായത് ചില മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും. അത് സാർ നേരത്തെ പറഞ്ഞ പോലെ ഒരു ക്വസ്റ്റ്യൻ രൂപത്തിൽ എങ്ങനെയാ വെച്ചാൽ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ ബേസ് ചെയ്തിട്ടുള്ള ആൻസറുകൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മൾ പറയുന്നത് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഒരു ഒരു നാല് ഏരിയ നമ്മൾ അതിൽ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതൊക്കെ രാജ്യങ്ങളാണ് പ്രധാനപ്പെട്ട നമുക്ക് പഠിക്കാൻ പോകാൻ പറ്റുന്നത്, എന്തൊക്കെയാണ് അതിന്റെ ചലഞ്ചസ്, പിന്നെ ഏതൊക്കെ രൂപത്തിലാണ് ബാക്കി കാര്യങ്ങൾ നടക്കുന്നത്, എന്തൊക്കെ സ്കോളർഷിപ്പുകളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് എന്നുള്ള ഒരു രീതിയിലാണ് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ വിദേശ പഠനം എന്നുള്ളതിന് ഇമ്പോർട്ടൻസ് കൂടി വന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഒന്നെന്ന് പറയുന്നത്, പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്, നമ്മളുടെ ഒരു വിദേശ രാജ്യത്ത് പോയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് താല്പര്യമുള്ള ഒരു വിദേശ രാജ്യത്ത് പോയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, നമുക്കുള്ള അക്കാദമിക് ഗോൾസ്, അതായത് നമുക്ക് തോന്നുന്നതാണ് ഇന്നൊരു യൂണിവേഴ്സിറ്റിയിൽ ഇന്നൊരു കോഴ്സ് പഠിക്കണം, അല്ലെങ്കിൽ ഇന്നൊരു രാജ്യത്ത് പോയിട്ട് എന്ത് ചെയ്യണം, എൻ്റെ ഹയർ സ്റ്റഡീസ് പഠിക്കണം എന്നുള്ള ആ ഒരു താല്പര്യം പൂർത്തീകരിക്കാനാണ് എന്ത് ചെയ്യുന്നത്, വിദേശ പഠനം എന്ന് ആളുകൾ ഒപ്റ്റ് ചെയ്യാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം. അതിൽ നമ്മൾ യൂണിവേഴ്സിറ്റി തലത്തിൽ സംസാരിക്കുകയാണെങ്കിൽ വേൾഡ് വൈഡ് ഇപ്പോൾ ഒരു 1000 യൂണിവേഴ്സിറ്റികൾ എടുത്തു കഴിഞ്ഞാൽ, നമ്മൾ ഏറ്റവും പിന്നെ ഒരു 1000 യൂണിവേഴ്സിറ്റികൾ, ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള 1000 യൂണിവേഴ്സിറ്റികൾ ലോകത്തിൽ എടുത്തു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഇന്ത്യയിലെ കണക്കെടുക്കുകയാണെങ്കിൽ ഒരു 40-45 യൂണിവേഴ്സിറ്റികളാണ് ഇന്ത്യയിൽ നിന്ന് ആ ഒരു റാങ്കിങ്ങിൽ പെടുക. ബാക്കിയുള്ള യൂണിവേഴ്സിറ്റികളെല്ലാം പുറത്താണ് എന്നുള്ളതാണ്. അതും ചില രാജ്യങ്ങൾ കേന്ദ്രീകരിച്ച്, രാജ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് നല്ല യൂണിവേഴ്സിറ്റികൾ നിലവിലുള്ളത്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഇമിഗ്രേഷൻ എന്ന് പറയുന്ന ഒരു പർപ്പസിലാണ് ഇപ്പൊ പല ആളുകളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഒരു പർപ്പസ് ഉദ്ദേശിച്ചുകൊണ്ടാണ്. അതായത് ആ രാജ്യത്തേക്ക് എങ്ങനെങ്കിലും എന്ത് ചെയ്യാം, നമ്മൾ കുടിയേറി പാർക്കുക എന്ന് പറയും നമ്മൾ മലയാളത്തിൽ പറയുകയാണെങ്കിൽ. അതായത് ഇപ്പോ നമുക്കറിയാം, നമ്മൾ
ഇപ്പൊ കേരളത്തിലെ ആളുകൾ പ്രത്യേകിച്ചും അല്ലെങ്കിൽ മലയാളികൾ പ്രത്യേകിച്ചും ഉള്ള ഒരു രീതിയാണ് നമ്മൾ GCC കൺട്രീസിലേക്ക് നമ്മൾ ഒരുപാട് ആളുകൾ കുറെ കാലഘട്ടം മുമ്പ് പോയിട്ടുണ്ട്. ഒരു 1970-80 കാലഘട്ടങ്ങളിലാണ് ഇതിന് ഒരു പിന്നെ വളരെ ഹ്യൂജ് ആയിട്ട് ആളുകൾ പോകാൻ തുടങ്ങിയത്. അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ആളുകളെ അക്സെപ്റ്റ് ചെയ്യുന്നതിനും വിസ പ്രോസസ്സിങ്ങും കാര്യങ്ങളും കുറച്ചും കൂടി ഈസി ആയി എന്നുള്ളതാണ് കാര്യം. പിന്നെ നമ്മൾ അവിടെ ഒരു രാജ്യത്തേക്ക് പോവാൻ അവിടെ മൈഗ്രേറ്റ് ചെയ്യുക എന്നുള്ളതല്ല, നമ്മളൊരു തൊഴിൽ സാധ്യത തേടിയിട്ടായിരുന്നു അങ്ങോട്ട് പോയിരുന്നത്. പിന്നെ നമ്മൾ അതിൻ്റെ ഒരു പോക്കുവരവ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം, ഒരു 4-5 മണിക്കൂർ കൊണ്ട് പോയി വരാൻ പറ്റുന്ന ഒരു ദൂരമുള്ള ഒരു സ്ഥലം ആയിരുന്നു ഈ GCC കൺട്രീസ് മൊത്തത്തിൽ. പിന്നെ ചില ആളുകൾക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ കൾച്ചറൽ ആയിട്ടുള്ള ഒരു ഇമ്മേഷൻ, അതായത് വേറൊരു കൾച്ചറിനോട് നമുക്ക് എന്ത് ചെയ്യും, ഒരു ഒബ്സഷൻ ഉണ്ടാവും. അതാണ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ളത്. അല്ലെങ്കിൽ അവിടെ ജീവിക്കണം, അല്ലെങ്കിൽ ആ കൾച്ചറായിട്ട് ഇഴുകി ചേരണം എന്ന് ഉദ്ദേശിച്ച് പോകുന്ന ആളുകളുണ്ട്. പിന്നെ നമുക്ക് എന്താ വെച്ചാൽ സ്വാഭാവികമായിട്ടും പിന്നെ ലാംഗ്വേജ്, നമ്മളിപ്പോൾ ഒരു നാറ്റീവായിട്ട് ഇപ്പോൾ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരു പ്ലേസിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മൾ എന്ത് ചെയ്യും, നമ്മളുടെ ആ ഒരു പ്രൊനൗൺസിയേഷൻ മുതൽ നമ്മളുടെ സ്കില്ലുകൾ മെച്ചപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി പഠനത്തിന് പോകുന്ന ആളുകളുണ്ട്. അതായത് ഒരു ഇന്റർനാഷണൽ പേഴ്സൺ ആയിട്ട് മാറുക എന്നുള്ള ഉദ്ദേശം പറഞ്ഞു കഴിഞ്ഞാൽ, അതേപോലെ പേഴ്സണൽ ഗ്രോത്ത്, നമ്മൾ എന്താ പറയുക, നമ്മളിപ്പോൾ ഒരു ചെറിയ ചുറ്റുവട്ടത്ത് മാത്രം ഒതുങ്ങി കൂടുമ്പോൾ നമ്മൾ ആ ഒരു തരത്തിലുള്ള ഗ്രോത്താണ് ഉണ്ടാവുക. അതിനപ്പുറത്തേക്ക് ഒരു വേൾഡ് വൈഡ് കാഴ്ചപ്പാട് ഉണ്ടാവുക എന്നുള്ളത്. പിന്നെ അക്കാദമിക് ഓപ്പർച്യൂണിറ്റീസ്, ഞാൻ നേരത്തെ യൂണിവേഴ്സിറ്റിന്റെ ഒരു സ്റ്റാറ്റിക്സ് പറഞ്ഞു. ആ ഒരു അക്കാദമിക് ഓപ്പർച്യൂണിറ്റീസ് എന്നെ ഉദ്ദേശിച്ച് പോകുന്ന ആൾക്കാരുണ്ട്. അതായത് ആ ഒരു യൂണിവേഴ്സിറ്റിയിൽ പഠിക്കണം, അവിടെ ഇന്ന ഏരിയയിൽ സ്പെഷ്യലൈസ് ചെയ്യണം, അതല്ലെങ്കിൽ ഇന്ന ഒരു ആളുടെ കീഴിൽ എനിക്ക് എന്ത് ചെയ്യണം, റിസർച്ച് ചെയ്യണം, ഇങ്ങനെയൊക്കെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് പോകുന്ന ആളുകളുണ്ട്. പിന്നെ നെറ്റ്വർക്കിംഗ്, അതായത് നമ്മൾ പിന്നെ എന്താ പറയാ, ഇപ്പോൾ ഒരു PG ലെവൽ, ഒരു MBA ഒക്കെ പഠിക്കാൻ അങ്ങോട്ട് പോകുന്നു, അതല്ലെങ്കിൽ അവിടെ ഒരു പിയർ ഗ്രൂപ്പിന് കിട്ടും, നമുക്ക് അവിടെ ഒരു സർക്കിൾ കിട്ടും. ആ സർക്കിൾ ഉപയോഗിച്ച് നമുക്ക് ജോലി കണ്ടെത്താനും അല്ലെങ്കിൽ നമ്മൾ സ്വന്തമായിട്ടുള്ള ഒരു ബിസിനസ് തുടങ്ങാനൊക്കെ ഉദ്ദേശിച്ച് അങ്ങനെ പിന്നെ ഒരു പ്രത്യേക സ്ഥലങ്ങൾ ഉദ്ദേശിച്ച് പോകുന്ന ആൾക്കാരുണ്ട്. പിന്നെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇപ്പൊ ചില ഏരിയകളിൽ ചില ജോലികൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കിട്ടും. അപ്പൊ അതിന് കൂടുതൽ എന്ത് ചെയ്യും, പിന്നെ ശമ്പളം ലഭിക്കും. നമ്മൾക്കിപ്പോൾ ഇവിടെ കുറഞ്ഞ ശമ്പളം കിട്ടുന്ന ജോലി വേറെ രാജ്യത്ത് നിന്ന് കഴിഞ്ഞാൽ അവിടെ അതിന് ഡിമാൻഡ് ആയിരിക്കും. അപ്പോൾ ആ ഒരു ഉദ്ദേശത്തിൽ മൈഗ്രേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പിന്നെ നമ്മളിവിടെ അത്രത്തോളം കണ്ടുവരാത്ത ഒരു കൾച്ചറാണ് പാർട്ട് ടൈം ജോബ് കൾച്ചർ. അത് ഒരു എന്താ പറയുക, വെസ്റ്റേൺ കൺട്രീസ് അല്ലെങ്കിൽ യൂറോപ്യൻ കൺട്രീസിലൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു 18 വയസ്സ് കഴിഞ്ഞാൽ എല്ലാ കുട്ടികളും എന്ത് ചെയ്യാണ്, പഠനം എന്ന് പറയുന്നത് അവരുടെ സ്വന്തം, അതായത് അവരുടെ എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ ആവശ്യമായ ഒരു പാർട്ട് ടൈം ജോലി ചെയ്യുക എന്നുള്ളൊരു കൾച്ചർ അവിടെ ഉണ്ടായതുകൊണ്ട് അവിടുത്തെ ഗവൺമെന്റുകളും മറ്റേതൊക്കെ ഒരു കുട്ടിക്ക് ഒരു 20 മുതൽ 30 വരെ മണിക്കൂർ ആഴ്ചയിൽ ജോലി ചെയ്യാൻ എന്ത് ചെയ്യുന്നുണ്ട്, അത് കൊടുക്കുന്നുണ്ട്. ആ ആളുകൾ, അതായത് ഒരു സ്ഥാപനം മറ്റോ നടത്തുന്ന ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, അങ്ങനത്തെ ആളുകൾ റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ ആ ഒരു കൾച്ചർ അവിടെ ഉണ്ടായതുകൊണ്ട് അതും എന്ത് ചെയ്യാണ്, ഇപ്പോൾ ഒരാൾക്ക് സ്വന്തമായിട്ട് പിന്നെ അയാളുടെ കാര്യങ്ങൾ മീറ്റ് ചെയ്ത് പോകണം എന്നുള്ള രൂപത്തിൽ, അപ്പോൾ ട്യൂഷൻ ആവശ്യമായ ഫീസ് ചിലപ്പോൾ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വല്ല സ്കോളർഷിപ്പ് വഴിയൊക്കെ നേടിയെടുത്ത് അയാൾ എന്ത് ചെയ്യാണ്, അയാളുടെ സ്വന്തം ചെലവുകൾ എന്ത് ചെയ്യാണ്, പാർട്ട് ടൈം ജോബ് വഴി കണ്ടെത്തുക എന്നുള്ള രൂപത്തിലുള്ള അങ്ങനെയൊക്കെ ഒരു ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടി പോകുന്ന, അതൊക്കെ ഒരു ഘടകമാണ്. ഞാൻ പറഞ്ഞത് ഇതിലേതെങ്കിലും ഒരു ഘടകം മാത്രമല്ല, ഇതെല്ലാം കൂടി ചേരുമ്പോൾ എന്ത് ചെയ്യുന്നു, ആളുകൾ കൂടുതലായിട്ട് ഓപ്റ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നെ രാജ്യങ്ങൾ, ഈ പറഞ്ഞ എല്ലാ രാജ്യങ്ങളും വിദേശ പഠനത്തിലേക്ക് നമ്മളിപ്പോ എടുത്തു കഴിഞ്ഞാൽ പോകുന്നില്ല. ഇപ്പൊ നമ്മൾ പോകുന്ന കുറെ രാജ്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പരസ്യങ്ങളിലും മറ്റേതും വാർത്തകളിലും ചർച്ചകളിലും ഒക്കെ നമ്മൾ കുറെ സ്പെസിഫിക് ആയിട്ടുള്ള ചില രാജ്യങ്ങളിലേക്ക് പോകുന്നു എന്നുള്ളത് കാണാം. പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ഈ രാജ്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു, വളരെ കുറഞ്ഞ പോപ്പുലേഷനാണ്. ഈ പോപ്പുലേഷന്റെ ഒരു കൗണ്ട് മനസ്സിലാക്കാൻ ഞാൻ പറയാം. അപ്പോൾ ഓസ്ട്രേലിയ എന്ന് പറയുന്ന ഒരു കോണ്ടിനെന്റ് അല്ലെങ്കിൽ ആ ഒരു രാജ്യം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഇന്ത്യനേക്കാൾ എത്രയോ വലിയൊരു രാജ്യമാണ് ഓസ്ട്രേലിയ എന്ന് പറയുന്നത്. ഇന്ത്യയിൽ 140 കോടി ജനങ്ങളുണ്ട് എന്നാണ് ഒരു ഔദ്യോഗികമായിട്ടുള്ള കണക്ക് ഇപ്പൊ പറയുന്നത്. അതേ ഓസ്ട്രേലിയയിൽ ആകെ ഒരു 3 കോടി ജനങ്ങളുള്ളൂ. ഞാനൊരു കമ്പാരിറ്റീവ്ലി ഞാൻ പറയണം, 3 കോടി ജനങ്ങളാണ് ആകെ ഉള്ളത്. കേരളത്തിലെ പിന്നെ പോപ്പുലേഷൻ ആണ് എന്ത് 3 കോടി എന്ന് പറയുന്നത്. അപ്പോ ഈ കൺട്രീസ്, ഞാൻ ഇതേപോലെ നിങ്ങൾ ഓരോ കൺട്രീസ്, നമ്മൾ ഈ പോകുന്ന ഓരോ കൺട്രീസിലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്രയാണ് പോപ്പുലേഷൻ. ഈ 140 കോടിയുമായി കമ്പയർ ചെയ്യുകയും ആ രാജ്യത്തിന്റെ വലിപ്പം ജസ്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഒരു വേൾഡ് മാപ്പിൽ പിന്നെ നോക്കിക്കഴിഞ്ഞാൽ
ആ ഡിഫറൻസ്. ഇപ്പൊ കനഡ, വലിയൊരു രാജ്യമാണ് കനഡ എന്ന് പറയുന്നത്. അവിടുത്തെ ഒരു പോപ്പുലേഷനും ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ഈ ഒരു പോപ്പുലേഷൻ എന്ന് പറയുന്നത് വളരെ കുറവായതുകൊണ്ട് പല രാജ്യങ്ങളും എന്ത് ചെയ്യുന്നു, നല്ല ഇമിഗ്രൻസിനെ, അതായത് നല്ല ക്വാളിറ്റിയുള്ള ആളുകളെ ഏതെങ്കിലും രൂപത്തിൽ മൈഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്, വിദേശ പഠനം പ്രോത്സാഹിപ്പിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം. അപ്പൊ അതിന് അവർ കുറെ ചെക്ക് പോയിന്റ് വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് കയറി പോകാൻ പറ്റാത്തത്. നമ്മൾ കുറെ കടമ്പകൾ, അവർ വെച്ചിട്ടുള്ള കടമ്പകൾ, യൂണിവേഴ്സിറ്റികളാണെങ്കിലും ആ രാജ്യങ്ങളാണെങ്കിലും മൈഗ്രേഷൻ പ്രോസസ്സിന് വെച്ചിട്ടുള്ള കടമ്പകൾ, വിസ കിട്ടാൻ ആവശ്യമായ കടമ്പകൾ കടന്ന് ഒരാൾ വന്നാൽ മതി എന്നുള്ള ഒരു പിന്നെ രീതിയാണ് ഈ പറഞ്ഞ രാജ്യങ്ങൾക്കൊക്കെ ഉള്ളതെന്ന് മാത്രം. അതുകൊണ്ടാണ് നമുക്ക് GCC കൺട്രീസിലേക്ക് പോകുന്ന അത്ര എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റാത്തത്, ഇവിടേക്ക് പോകാൻ പറ്റാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. പിന്നെ ചില രാജ്യങ്ങളിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ചില ഏരിയകളിൽ ആളുകളുടെ എണ്ണം വളരെ കുറവാണ്. ഏരിയ പറഞ്ഞാൽ വർക്ക് ചെയ്യാൻ ആവശ്യമായ ആളുകൾ കുറവായിട്ടുള്ള കുറേ ഏരിയകളുണ്ട്. ചില ആളുകൾക്ക് IT മേഖലയിലെ ആളുകൾ കുറവായിരിക്കും, ചില ആളുകൾക്ക് അവരുടെ ഫാക്ടറിയിൽ വർക്ക് ചെയ്യാൻ ആളുകൾ കുറവായിരിക്കും, ചില ആളുകൾക്ക് പിന്നെ ഈ മെഡിക്കൽ മേഖലയിൽ, പ്രത്യേകിച്ചും നേഴ്സിംഗ് അതുപോലെ പാരാമെഡിക്കൽ മേഖലയിൽ കുറവായിരിക്കും, ചില ആളുകൾക്ക് ഡോക്ടേഴ്സിന്റെ എണ്ണം കുറവായിരിക്കും. അപ്പൊ അവര് ആ ഒരു രൂപത്തിൽ ഏത് ഫീൽഡിലാണോ അവിടെ ഡെഫിഷ്യൻസി ഉള്ളത് ജോബില്, അതിനനുസരിച്ചുള്ള ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്ന രാജ്യങ്ങളുണ്ട്. പിന്നെ ഇവർക്ക് എന്താ വെച്ചാൽ വിദേശ പഠനത്തിനും മറ്റേതൊക്കെ വരുന്ന ആളുകൾ ലക്ഷക്കണക്കിന് രൂപ ചെലവഴിക്കുന്നത് ടാക്സ് ഇനത്തിലും മറ്റേതൊക്കെ രാജ്യത്തിന് എന്താണ് ഒരു റവന്യൂ ആയിട്ട് വരുന്ന കേസുണ്ട്. പിന്നെ നല്ല ടാലന്റുകളെ, ഇപ്പോൾ നല്ല യൂണിവേഴ്സിറ്റികളിലേക്ക് കിട്ടണമെങ്കിൽ നമുക്ക് ഒരുപാട് കടമ്പകൾ കടക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ വരുന്ന ആളുകൾ മിക്കവാറും എന്ത് ചെയ്യും, ആ കൺട്രീസ് അവരെ പ്രോത്സാഹിപ്പിക്കുകയും അവിടെ തന്നെ എന്താ പറയുക സിറ്റിസൺഷിപ്പും മറ്റേതൊക്കെ കൊടുത്തിട്ട് എന്ത് ചെയ്യുന്നു, കുറെ ആനുകൂല്യങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടി അവരെന്ത് ചെയ്യുന്നു, കുറച്ചുകൂടി ബെറ്റർ ലൈഫ് അവിടെ ഫീൽ ചെയ്യുമ്പോൾ അവരവിടെ തന്നെ എന്ത് ചെയ്യും, ഒരു പെർമനന്റ് ആയിട്ട് തുടരുന്ന ഒരവസ്ഥ ഉണ്ട്. അപ്പൊ അതിനെ പല രാജ്യങ്ങളും പല രൂപത്തിലും എന്ത് ചെയ്യുന്നുണ്ട്, പെർമനന്റ് റെസിഡൻസ് കൊടുത്തിട്ടും സിറ്റിസൺഷിപ്പ് കൊടുത്തിട്ടും ഒക്കെ അവിടെ തന്നെ കീപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യും. ഇതൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, ഈ രാജ്യങ്ങളിലേക്ക് ഇത്രയും ആളുകളെ അവരെന്ത് ചെയ്യുന്നത്, ഇങ്ങനെ വിദ്യാഭ്യാസത്തിനും മറ്റ് രൂപത്തിലും പ്രത്യേകിച്ചും വിദ്യാഭ്യാസത്തിന് കൊണ്ടുപോകാനുള്ള കാരണം. ഇപ്പോ ഈ ഒരു രാജ്യത്തേക്ക് നമ്മൾ പോകുമ്പോൾ വിസ നമുക്ക് വേണം. ഇപ്പൊ ഇന്ത്യയിലേക്ക് ഒരു വിദേശി വരികയാണെങ്കിൽ അയാൾക്ക് വിസ വേണം, ഇന്ത്യയുടെ വിസ വേണം. അതേപോലെ നമ്മൾ വേറെ രാജ്യത്തേക്ക് പോകുമ്പോഴും വിസ വേണം. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ കുറെ രാജ്യങ്ങൾ, പ്രത്യേകിച്ചും ഡെവലപ്ഡ് കൺട്രീസ്, നമുക്ക് രണ്ട് ഡെവലപ്പിംഗ് കൺട്രീസും ഉണ്ട്, ഡെവലപ്ഡ് കൺട്രീസും ഉണ്ട്. അതായത് വികസിത രാജ്യങ്ങളും വികസിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളുമാണ്. ഇപ്പൊ ഇന്ത്യക്ക് ഡെവലപ്പിംഗ് കൺട്രീസ് ആണ്. ഡെവലപ്ഡ് കൺട്രീസിൽ എന്ന് പറയുന്നത് അവര് എന്താണ്, ഈ ഒരാളെ പെട്ടെന്ന് അങ്ങ് വരാൻ സമ്മതിക്കൂല. ഒരു രൂപത്തിൽ നമുക്ക് ഒരു രാജ്യത്തേക്ക് പോകാൻ പറ്റുന്നത് എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ വിസിറ്റിംഗ് വിസ വഴിയാണ്. വിസിറ്റിംഗ് വിസ പറഞ്ഞാൽ നമുക്ക് ആ രാജ്യം കാണാൻ വേണ്ടി പോകാം. അത് കുറച്ചുകൂടി ഈസി ആയിട്ട് ഒരു പരിധി വരെ ലഭിക്കുന്ന ഒരു കേസാണ്. ഒരു മാസം അതല്ലെങ്കിൽ ആ ഒരു കാലാവധി മാക്സിമം 1 മാസം 2 മാസമൊക്കെയാണ് കൊടുക്കുക. അപ്പൊ ആ സമയത്ത് ഇയാൾക്ക് അവിടെ വരുന്നു, വിസിറ്റ് ചെയ്യുന്നു. പിന്നെ ബിസിനസ് പർപ്പസിലും ഇതേപോലെ എന്ത് ചെയ്യുന്നു, 1 മാസത്തേക്ക് വിസ കൊടുക്കുന്ന രാജ്യങ്ങളാണ് മിക്കവാറും. അപ്പൊ നമ്മൾ പല ആളുകളും പെട്ടെന്ന് രാജ്യങ്ങളിലേക്ക് പോയി യാത്ര ചെയ്യുന്ന ആളുകൾ ഈ പറഞ്ഞ ഏതെങ്കിലും വിസ എടുത്തിട്ടാണ് പോകുന്നുണ്ടാവുക, ബിസിനസ് പിന്നെ പർപ്പസിലോ അതല്ലെങ്കിൽ അവരുടെ സ്ഥലങ്ങൾ കാണാനോ. അതിനപ്പുറത്തേക്കുള്ള ഒരു കാലഘട്ടം നിൽക്കണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഒരു വിസ പ്രോസസ്സിങ് വ്യത്യാസമാണ്. ആ വിസ പ്രോസസ്സിങ്ങിൽ ഒരു ജോബ് വിസ അതല്ലെങ്കിൽ ഒരു സ്റ്റുഡൻസ് വിസ എന്നുള്ള രൂപത്തിലാണ് നമുക്ക് പോകാൻ പറ്റുക. ഈ ജോബ് വിസ കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അവിടുത്തെ ഏതെങ്കിലും കമ്പനി നമ്മളെ റിക്രൂട്ട് ചെയ്ത് നമുക്ക് വിസ അയച്ചു തരുന്ന ആ ഒരു പ്രൊസീജിലൂടെ കടന്നു പോകാമെന്നുള്ളതാണ്. രണ്ടാമത്തെ, ഇപ്പൊ ഏറ്റവും എളുപ്പത്തിൽ ആളുകൾക്ക് അങ്ങോട്ട് പോകാൻ പറ്റുന്ന ഒരു രീതി എന്ന് പറയുന്നത്, ഈ പറഞ്ഞ കൺട്രീസിലേക്ക് പോകാൻ പറ്റുന്ന രീതി എന്ന് പറയുന്നത് സ്റ്റുഡൻസ് വിസയാണ്. ആ സ്റ്റുഡൻസ് വിസ കിട്ടാനുള്ള മാർഗം എന്ന് പറയുന്നത് നമ്മൾ അവിടുത്തെ ഒരു യൂണിവേഴ്സിറ്റിയിൽ, ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് അഡ്മിഷൻ ഒരു കോഴ്സിന് കിട്ടുകയും ആ അഡ്മിഷൻ കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്ത് ചെയ്യുന്നു, വിസ പ്രോസസ്സിങ് സാധ്യമാക്കുകയും ചെയ്യുന്ന രീതിയാണ്. അപ്പൊ നമുക്ക് ആ ഒരു ബേസിൽ എന്ത് ചെയ്യാം, ആ രാജ്യത്തേക്ക് കടക്കുകയും ആ കാലഘട്ടം അവിടെ നിൽക്കാൻ പറ്റുകയും ആ കാലഘട്ടം കഴിഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവർ കുറച്ചുകൂടി സമയം തരികയും ആ സമയം ഉപയോഗപ്പെടുത്തി നമ്മൾ ജോലി കണ്ടെത്താൻ ശ്രമിച്ച അവിടെ അതിനുശേഷം പിന്നെ നമുക്ക് ഒരു പെർമനന്റ് റെസിഡൻസിലേക്ക് പോകാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അത് ഉപയോഗപ്പെടുത്തുകയും പിന്നെ ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞാൽ സിറ്റിസൺഷിപ്പ്, അങ്ങനെ ഫാമിലി വിസ ഇതുപോലുള്ള ആനുകൂല്യങ്ങളിലേക്ക് പതുക്കെ എന്ത് ചെയ്യും, നമുക്ക് പോകാൻ പറ്റുന്ന ആളുകളുണ്ട്. തിരിച്ചല്ലാതെ ഇതൊന്നും പറ്റാതെ തിരിച്ചു വരുന്ന ആളുകളുണ്ട്. കാരണം ഈ ഒരു കാലഘട്ടം കഴിഞ്ഞിട്ടും അവരുദ്ദേശിക്കുന്ന രൂപത്തിലുള്ള ഒരു മാറ്റം നമുക്ക് വരാത്തതുകൊണ്ട് നമുക്ക് തിരിച്ചു വരേണ്ട ഒരു ആളുകളുണ്ട്. അപ്പോൾ ഇത് എല്ലാ തരത്തിലുള്ള നമ്മൾ ഈ ഒരു പ്രോസസ്സ് ഇങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ ജനറലൈസ് ചെയ്ത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഒരു രാജ്യം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മളിപ്പോൾ ഒരു പിന്നെ ഒരാള് ഓക്കെ
ഒരു കുട്ടി ഇപ്പോൾ ഇങ്ങനെ ഇത് കേൾക്കുന്ന ഒരു കുട്ടി വിചാരിക്കണം, ഞാൻ എന്ത് ചെയ്യണം, എനിക്ക് വിദേശത്തേക്ക് പോകണം. വിദേശത്തേക്ക് പോകണമെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട സാധനം എന്ന് പറയുന്നത് നിങ്ങളുടെ അക്കാദമിക്സ് ആണ്. എല്ലാ യൂണിവേഴ്സിറ്റികളും നോക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ മാർക്ക്, അതായത് നിങ്ങളുടെ 10th 12th ഈ പറഞ്ഞ സംഭവത്തിൽ എത്രത്തോളം മാർക്ക് നേടി എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിക്വയർമെൻ്റ് ആണ്. ആ മാർക്ക് കുറയുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ഒരു നല്ല യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടാനുള്ള ചാൻസുകൾ കുറയും. ഏറ്റവും ബേസിക് ആയിട്ട് പറയണമെങ്കിൽ ഇപ്പോൾ ഈ നടക്കുന്ന പല സംഭവങ്ങളിലും നമ്മളിപ്പോൾ വിദേശ പഠനം എന്ന് പറഞ്ഞ് കാണുന്ന എല്ലാ ഏജൻസികളാണെങ്കിലും എല്ലാ റിക്രൂട്ടിംഗ് അല്ല, പഠനത്തിന് വേണ്ടി സഹായിക്കുന്ന കൺസൾട്ടന്റുമാരാണെങ്കിലും ഒരു 60% മുകളിൽ മാർക്കുള്ള ആളുകൾക്ക് പോകാൻ പറ്റുന്ന രൂപത്തിലുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പക്ഷെ അതൊക്കെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലെ ബെസ്റ്റ് അല്ല, ആ രാജ്യത്തെ ബെസ്റ്റ് യൂണിവേഴ്സിറ്റിയോ അല്ലെങ്കിൽ ലോകത്തിലെ ബെസ്റ്റ് യൂണിവേഴ്സിറ്റിയോ ആയിക്കോളുന്നില്ല. അവിടെ തന്നെ 2 തരത്തിലും 3 തരത്തിലും ഒക്കെ. ഇപ്പൊ നമ്മൾ ഇന്ത്യയിലെ കാര്യം എടുക്കാൻ വിചാരിക്കുക, ഇവിടെ ഒരു എഞ്ചിനീയറിംഗ് പഠനം നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇവിടെ IIT-കളാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്. ഇന്ത്യയിലെ ബെസ്റ്റ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് പോലും IIT മദ്രാസ് ആണ്. IIC ബാംഗ്ലൂർ, IIT മദ്രാസ് ആണ്. ഇതൊക്കെ എഞ്ചിനീയറിംഗ് പിന്നെ ഇതിലുള്ള യൂണിവേഴ്സിറ്റികളാണ്. ഇതേ സംഭവം തന്നെ നമുക്ക് എന്തുണ്ട്, നമ്മൾ പിന്നെ ഡീംഡ് യൂണിവേഴ്സിറ്റികളും അതേപോലെ തന്നെ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളും ഉണ്ട്. റാങ്കിങ് വളരെ കുറഞ്ഞ യൂണിവേഴ്സിറ്റികളുണ്ട്. ഇപ്പൊ നമ്മൾ കേരളത്തിലെ ഒരു കാര്യം പറയുകയാണെങ്കിൽ കേരള ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് 1100 യൂണിവേഴ്സിറ്റികൾ വരുന്ന ഒരു യൂണിവേഴ്സിറ്റി അല്ല. പിന്നെ ഇന്ത്യയിൽ 100 യൂണിവേഴ്സിറ്റി എടുത്തു കഴിഞ്ഞാൽ അതിൽ കേരളത്തിലെ യൂണിവേഴ്സിറ്റി ഇല്ല. ഇപ്പൊ തമിഴ്നാട്ടിലേക്ക് പോകണമെങ്കിൽ അണ്ണാ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഈ പറഞ്ഞ ആദ്യത്തെ 10ലാണ്, യൂണിവേഴ്സിറ്റി റാങ്കിൽ ആദ്യത്തെ 10ലാണ്. ഈ പറഞ്ഞ ഞാൻ നേരത്തെ പറഞ്ഞ QS റാങ്കിങ്ങിൽ ആദ്യത്തെ 500 വരുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് അണ്ണാ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പറയുന്നത് നല്ല യൂണിവേഴ്സിറ്റികൾ പിന്നെ ഇന്ത്യയിലുണ്ട്. ഇതേപോലെ നമ്മൾ ഈ ലോകോത്തര യൂണിവേഴ്സിറ്റികൾ എന്ന് പറയുന്ന ഈ പറഞ്ഞ IIT മദ്രാസ്, IIT ബോംബെ, IIT കാൺപൂർ, IIT പിന്നെ ഖരഗ്പൂർ എന്നൊക്കെ പറയുന്നത് ഈ പറഞ്ഞ ആദ്യത്തെ 500 വരുന്ന യൂണിവേഴ്സിറ്റികളാണ് ലോകത്തിൽ തന്നെ. അപ്പൊ ഞാൻ പറയുന്നത് ഇവിടുന്ന് ഒരാള് വളരെ ഈസി ആയിട്ട് ഈ പറഞ്ഞ യൂണിവേഴ്സിറ്റികളിലേക്ക് പോകാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട്. നമ്മളിപ്പോൾ IIT മദ്രാസിലേക്ക് ഒരാൾ 60% മാർക്ക് വാങ്ങിയിട്ട് അങ്ങ് ചെന്നാൽ അഡ്മിഷൻ കിട്ടുമോ? അവർക്ക് കൃത്യമായ പ്രൊസീജിയറുകളുണ്ട്. അവർക്ക് JEE മെയിൻ ക്വാളിഫൈഡ് ആവുന്നു, JEE അഡ്വാൻസ്ഡ് എഴുതുന്നു, അതിൽ റാങ്കിൽ വരുന്നു, അതിൽ ആകെ 10,000 താഴെ സീറ്റുകളുള്ളൂ. പിന്നെ അതിൽ നിന്നും ആ റാങ്കിൽ നമ്മൾ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഓപ്ഷൻ കൊടുക്കുന്നതിനനുസരിച്ചും കാര്യങ്ങൾ വെച്ചിട്ടാണ് നമുക്ക് ഇത് കിട്ടുന്നത്. അപ്പോൾ ഞാൻ പറയാണ്, അതിൽ അഡ്മിഷൻ കിട്ടിയ കുട്ടിക്ക് 80% മാർക്കാണ്. അപ്പൊ 80% മാർക്ക് കിട്ടിയ എല്ലാവർക്കും പിന്നെ IIT മദ്രാസിൽ അഡ്മിഷൻ കിട്ടുമെന്ന് എനിക്ക് പറയാൻ പറ്റുമോ? അതേപോലെ അക്കാദമിക്സ് എന്ന് പറയുന്നത് ഒരു ക്രൈറ്റീരിയയാണ് എന്ന് മനസ്സിലാക്കുക. 60% മാർക്കുള്ള ആളുകൾക്കും പഠിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങൾ ഇപ്പോൾ എല്ലാ രാജ്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷേ യൂണിവേഴ്സിറ്റി നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഈ കേരളത്തിലെയോ ഇന്ത്യയിലേക്കോ അവസ്ഥ പോലെ തന്നെ മനസ്സിലാക്കണം. നിങ്ങൾക്ക് ഒരു 60% ഇപ്പോൾ എഞ്ചിനീയറിംഗിന് അഡ്മിഷൻ കിട്ടാൻ ആവശ്യമായ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 50%ആണ് AICTE വെക്കുന്ന മാനദണ്ഡം. ഈ 50% മാർക്ക് +2 സയൻസിന്, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് പഠിച്ച് ടോട്ടൽ 50%, മാത്സിന് 50% എന്ന് പറയുന്ന ക്രൈറ്റീരിയ, PCM-ന് 50% എന്ന് പറയുന്ന ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരാൾക്ക് എന്ത് ചെയ്യും, ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ മാനേജ്മെന്റിന് സീറ്റ് കിട്ടും. അവനും BTech ആണ് പഠിക്കുന്നത്. IIT മദ്രാസിലെ ആളും BTech ആണ് പഠിക്കുന്നത്. അപ്പൊ കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലല്ല UK-ലേക്ക് പോകുന്ന എല്ലാവരും പഠിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മനസ്സിലായില്ലേ? മസാച്യു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലല്ല അമേരിക്കയിൽ പോകുന്ന എല്ലാവരും പഠിക്കുന്നത് മനസ്സിലാക്കണം. അപ്പോൾ അവിടെ അത്രയും ടോപ്പ്, ഇന്ത്യയിലെ അല്ല ലോകത്തിലെ തന്നെ ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റിയാണ് MIT എന്ന് പറയുന്നത്. ഏറ്റവും ഫസ്റ്റ് റാങ്ക് ആണ് എന്നാണ് എൻ്റെ ഓർമ്മ. QS റാങ്കിൽ ഇപ്രാവശ്യം ലോകത്തിലെ തന്നെ നമ്പർ 1 യൂണിവേഴ്സിറ്റിയാണ് MIT. ആ MIT-യിലും എഞ്ചിനീയറിംഗ് ആണ് പഠിപ്പിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അക്കാദമിക്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കരുത് ഇത്ര പെർസെന്റേജ് മാർക്ക് കിട്ടിയാൽ എനിക്ക് വിദേശത്തേക്ക് പോകാം എന്നുള്ളതല്ല. ബാക്കിയുള്ള ക്രൈറ്റീരിയ കുറെ വരുന്നുണ്ട്. അത് യൂണിവേഴ്സിറ്റിക്ക് അനുസരിച്ചും രാജ്യങ്ങളനുസരിച്ചും മാറും. ഇതിൽ GRE GMAT എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് എക്സാം ആണ്. ഇതിൽ ഏതെങ്കിലും ഒന്ന് എന്നുള്ള കൺസെപ്റ്റാണ് ഞാൻ അങ്ങനെ ഇട്ടിട്ടുള്ളത്. അത് നമ്മളുടെ ഒരു പ്രത്യേക ടൈപ്പ് കോഴ്സുകൾക്ക് GRE GMAT, പ്രത്യേകിച്ചും US, കാനഡ, ന്യൂസിലാൻഡ്, ഓസ്ട്രേലിയ പോലുള്ള രാജ്യങ്ങളിലേക്ക് കോഴ്സുകൾക്ക് പോകുന്ന ആളുകൾക്ക് ഈ പറഞ്ഞ പല യൂണിവേഴ്സിറ്റികളിലും പല കോഴ്സുകൾക്കും GRE GMAT ഇതിലേതെങ്കിലും ഒന്നിന്റെ സ്കോർ ചോദിക്കുന്നുണ്ട്. നല്ല യൂണിവേഴ്സിറ്റികളാണെങ്കിൽ ചെക്ക് പോയിന്റ് കൂടും. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങൾക്ക് എത്രത്തോളം അതായത് ഇങ്ങനെ സ്കോറുകളും മറ്റേതും ചോദിക്കുന്നുണ്ടോ, അത് ബെസ്റ്റ് യൂണിവേഴ്സിറ്റിയാണ്, അത് ബെസ്റ്റ് കൺട്രിയാണ് കമ്പാരിറ്റീവ്ലി ഞാൻ പറയുന്നത്. IELTS, TOEFL, PTE ഇത് മൂന്നും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഇംഗ്ലീഷ് പ്രൊഫിഷ്യൻസി ടെസ്റ്റുകളാണ്.
ഇതിൽ ഏതെങ്കിലും ഒന്നിൽ നമുക്ക് നല്ലൊരു സ്കോർ ഉണ്ടാവുക എന്നുള്ളതാണ്. ചിലത് സ്പെസിഫിക് ആയിട്ട് IELTS ആണെന്ന് പറയുന്ന ആൾക്കാരുണ്ട്, അതല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒന്നെന്ന് പറയുന്ന രാജ്യങ്ങളും ഉണ്ട്. പിന്നെ ജർമ്മനി മാത്രമാണ് കൃത്യമായിട്ട് ജർമ്മൻ ലാംഗ്വേജ് പ്രൊഫഷ്യൻസി അവരുടെ ഓരോ സംഭവത്തിനും വേണം. അതിനെ ഒരു കാറ്റഗറൈസ് ചെയ്ത് പറയുന്നുണ്ട്. A1 A2 B1 B2 C1 C2. ഇത് ഓരോന്നും നമ്മൾ ഇതിൽ ഏതാണോ നേടിയിട്ടുള്ളത് അതിനനുസരിച്ചാണ് അവർ ജോലിക്ക് പറയുമ്പോൾ ഇന്ന ഏതെങ്കിലും ഈ കാറ്റഗറൈസ് ചെയ്ത് പറയും ചെയ്യും. അത് അതിലെ എക്സ്പേർട്ട് അനുസരിച്ചാണ്. A1 എന്ന് പറയുന്നത് ഏറ്റവും എക്സ്പേർട്ട് കുറഞ്ഞ രീതിയാണ്. A2 എന്ന് പറയുന്നത് അതിന്റെ മുകളിലേക്ക്, B1 അതിന് കൂടുതൽ, B2 അങ്ങനെ. അതായത് നമുക്ക് എഴുതാനും വായിക്കാനൊക്കെ അറിയും, മറ്റേത് കാര്യങ്ങൾ മനസ്സിലാവും, സംസാരിക്കാൻ പറ്റും, ഇങ്ങനെ ഓരോ ഒരു സ്റ്റേജ്. അതേപോലെ IELTS എന്ന് പറയുമ്പോൾ ഒരു എക്സാമ്പിൾ ഇംഗ്ലീഷ് പ്രൊഫഷ്യൻസി 6 മുതൽ 9 വരെയാണ്. അപ്പൊ 6 കിട്ടിയ ഒരാളും 9 കിട്ടിയ ഒരാളും വളരെ വ്യത്യാസമുണ്ട്. 9 എന്ന് പറഞ്ഞാൽ അതിന്റെ മാക്സിമം സ്കോർ ആണ്. 8.5 കിട്ടിയ ഒരാളും 6.5 കിട്ടിയ ഒരാളും തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടെന്ന് മനസ്സിലായില്ലേ? അജഗജാന്തര വ്യത്യാസം ഉണ്ടെന്ന്. അപ്പൊ ആ ഒരു സ്കോർ ചെറിയ രൂപത്തിൽ മാറ്റം വേണമെന്ന് പറയുന്നത് തന്നെ യൂണിവേഴ്സിറ്റി കുറച്ചുകൂടി മെച്ചപ്പെട്ടതാണ്. നിങ്ങൾ നല്ലൊരു യൂണിവേഴ്സിറ്റിയിലേക്ക് ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ എന്ത് ചെയ്യും, നിങ്ങൾ ഈ പറഞ്ഞ ഓരോ സ്കോറിലും നല്ല മാറ്റങ്ങൾ ഉണ്ടാവും. പിന്നെ നമ്മൾ നോക്കേണ്ടത് ഫിനാൻസ് ആണ്. നമ്മൾ ആളുകൾ തീരെ ശ്രദ്ധിക്കാത്ത പല പരസ്യങ്ങളും കണ്ടിട്ട് പോകുന്ന ഒരു സംഭവമാണ്. ഏത് യൂണിവേഴ്സിറ്റികളാണെങ്കിലും കൃത്യമായിട്ടുള്ള ട്യൂഷൻ ഫീസ് ഉണ്ട്. ഏത് രാജ്യത്തിനും ഒരു മന്ത്ലി എക്സ്പെൻസ് എന്ന് പറയുന്ന സാധനം, നിങ്ങൾ എത്ര കാലം അവിടെ നിൽക്കുന്നു അതിനനുസരിച്ച്, അല്ലെങ്കിൽ ഇയർലി എക്സ്പെൻസ് എങ്കിലും നമുക്ക് അറിയാൻ പറ്റണം. അപ്പോൾ എത്ര കൊല്ലത്തെ കോഴ്സാണോ അത്രയും എക്സ്പെൻസ് നമ്മൾ ആഡ് ചെയ്യണം. പിന്നെ വിസ പ്രോസസ്സിങ്ങിന് പല രാജ്യങ്ങളും, ഇപ്പോൾ നമുക്കൊരു വിസ കിട്ടാൻ അതിന്റെ പ്രോസസ്സിംഗ് എന്ന് പറയുന്ന കാര്യത്തിൽ പല രാജ്യങ്ങൾക്കനുസരിച്ചും പൈസ കൊടുക്കേണ്ടതുണ്ട്. അതും ലക്ഷക്കണക്കിന് രൂപ കൊടുക്കേണ്ട കേസുകളുണ്ട്. പിന്നെ എന്താ പറയാ, നമ്മൾ വിമാന ടിക്കറ്റ്, നമ്മളിതൊക്കെ ഒരു 6 മാസം 1 വർഷത്തിനുള്ളിൽ സംഭവിക്കുന്ന കാര്യമാണ്. അപ്പോൾ വിമാന ടിക്കറ്റ് സീസൺ അനുസരിച്ച് നിങ്ങൾക്ക് അറിയാലോ. ഇപ്പൊ ഗൾഫിലേക്ക് തന്നെ 10,000 രൂപന്റെ താഴെ ഉള്ള ടിക്കറ്റ് 50,000-ന് പോകുന്ന കേസും ഉണ്ട്. അതേ ഒരേ സ്ഥലത്തേക്കാണ് ഞാൻ പറയുന്നത്. അതേപോലെ ഈ രാജ്യങ്ങളിലേക്ക് സീസൺ അനുസരിച്ചും ഡിമാൻഡ് അനുസരിച്ചും എയർ ഫെയറിൽ മാറ്റം. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ എത്രയാവും എന്നുള്ള ടോട്ടൽ എക്സ്പെൻസ് നമുക്ക് എന്ത് ചെയ്യണം, കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റണം ഒരു യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടുമ്പോൾ. ആ എക്സ്പെൻസ് ഇനി സ്കോളർഷിപ്പ് എന്ന് പറയുന്ന കേസിൽ ഏതൊക്കെ ടൈപ്പ് സ്കോളർഷിപ്പ് ആണ് ആ രാജ്യത്ത് അല്ലെങ്കിൽ ഈ പഠനത്തിന് കിട്ടാൻ ചാൻസ് ഉള്ളത് നോക്കിയിട്ട് അതിൽ ചിലപ്പോൾ എന്ത് ചെയ്യും, ട്യൂഷൻ ഫീസ് മാത്രമേ മീറ്റ് ചെയ്യുന്നുണ്ടാവുള്ളൂ. നമ്മൾ ഓക്കെ സ്കോളർഷിപ്പ് കിട്ടി ഞാൻ എല്ലാം രക്ഷപ്പെട്ടു എന്നില്ല. പല രാജ്യങ്ങളിലും നിൽക്കണമെങ്കിൽ 1 ലക്ഷം മുതൽ 2 ലക്ഷം രൂപ വരെ മന്ത്ലി എക്സ്പെൻസ് വരുന്ന രാജ്യങ്ങളുണ്ട്. 1 ലക്ഷം മുതൽ 2 ലക്ഷം വരെ മന്ത്ലി എക്സ്പെൻസ് ആണ്. 1 ലക്ഷം മിനിമം ആ രൂപത്തിലാണ് പല യൂറോപ്യൻ കൺട്രീസും മറ്റേതൊക്കെ. അപ്പോൾ നമുക്കൊരു കൊല്ലം നിൽക്കുന്നതിന് 12 ലക്ഷം നമ്മളെ എക്സ്പെൻസിന് വരുന്നു. അപ്പൊ അവിടെ നമ്മൾ ജോലിയൊന്നും ചെയ്യുന്നില്ല, പാർട്ട് ടൈം ജോബ് ഒന്നും ചെയ്യുന്നില്ല, അതിലേക്ക് കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഈ എക്സ്പെൻസ് മീറ്റ് ചെയ്യണം നമ്മൾ സ്വന്തമായിട്ട്, അല്ലെങ്കിൽ നമ്മൾ വീട്ടുകാർ മീറ്റ് ചെയ്യണം. നമുക്ക് ഈവൻ പഠനത്തിന് അവിടെ ട്യൂഷൻ ഫീ കംപ്ലീറ്റ് ഫ്രീ ആണ് എന്ന് പറഞ്ഞാൽ പോലും ഈ പറഞ്ഞ കാര്യങ്ങൾ മീറ്റ് ചെയ്യണം. വിസ പ്രോസസിങ് ചാർജ് നമ്മൾ കാണണം, നമ്മൾ എയർ ഫെയർ കാണണം. അപ്പോൾ ഈ 1 ലക്ഷങ്ങൾ നമ്മൾ ഉള്ള ഈ ഒരു സംഭവം കാണാതെ പല ആളുകളും വിചാരിക്കും ഓക്കെ എനിക്ക് ഇത് കിട്ടി അതുകൊണ്ട് ഞാൻ അവിടെ പോയിട്ട് എന്ത് ചെയ്യും, പാർട്ട് ടൈം ജോലി ചെയ്ത് മുന്നോട്ട് പോയിക്കോളാം എന്ന് പറഞ്ഞാൽ അവിടെ കിട്ടിയിട്ടില്ലെങ്കിലും നിർബന്ധമല്ല. അപ്പോൾ ഈ രൂപത്തിൽ എന്ത് ചെയ്യണം, നമ്മൾ ഫിനാൻസ് കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് അതിനൊരു ബാക്കപ്പ് പ്ലാൻ നമുക്ക് വേണം. നമ്മൾ അവിടെ പോയിട്ട് ജോലി കിട്ടി ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും എന്നൊരു രൂപത്തിൽ വേണം. അതില്ലെങ്കിൽ പല പ്രശ്നങ്ങളും കുട്ടികൾക്ക് ഉണ്ടാവാറുണ്ട്. പിന്നെ നമ്മൾ ഈ പ്രോസസ്സിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ട ഒരു സാധനമാണ് ഇന്റർവ്യൂ പ്രിപ്പറേഷൻ. നമ്മൾ ആളുകൾ വളരെ ഈസി ആയിട്ട് കാണുന്ന ഒരു സാധനമാണ്. പല ആളുകളും തള്ളി പോകുന്ന നമ്മൾ ഇന്റർവ്യൂ എന്ന് പറയുന്നത്, നല്ല രാജ്യങ്ങളിലേക്ക് പോകുന്നതിൽ ഇന്റർവ്യൂ പ്രോസസ്സ് ഉണ്ട് ഏത് തരത്തിലുള്ള വിസക്കാണെങ്കിലും. ആ ഇന്റർവ്യൂ പ്രോസസ്സ് ചില കേസിൽ വളരെ ഈസി ആയിട്ട് കയറ്റി വിടും, കാരണം ഫാമിലി വിസ അതിന് സപ്പോർട്ട് ചെയ്ത് പോകുന്ന ആളുകളൊക്കെ ആണെങ്കിൽ. നമ്മൾ സ്റ്റുഡൻസ് ആണ്, മറ്റേ ജോബ് വിസ സ്റ്റുഡൻസ് വിസയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ കൃത്യമായിട്ടുള്ള ഇന്റർവ്യൂ ഉണ്ടാവും. ആ ഇന്റർവ്യൂ പ്രോസസ്സിൽ പല ആളുകളും ഫെയിൽ ആവാറുണ്ട്. ഇന്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഉണ്ട്. നമ്മൾ IAS-നൊക്കെയാണ് അങ്ങനെ, ഞാൻ ഇതിൽ പ്രിപ്പയർ ചെയ്തിട്ട് തന്നെ പോവുക എന്ന് പറയും. കാരണം എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാൻ ചാൻസ് ഉള്ളത്, ആ ക്വസ്റ്റ്യൻസിന് എന്തൊക്കെയാണ് മറുപടി പറയേണ്ടത്. ഇപ്പൊ നമ്മൾ പറയാണ് ഞാനൊരു സ്റ്റുഡന്റ് ആയിട്ട് പോകാൻ ഉദ്ദേശിക്കുന്നു, നമ്മൾ ചിലപ്പോൾ അവിടെ മൈഗ്രേറ്റ് ചെയ്യാൻ പോകുന്ന ഒരാളായിരിക്കും, അല്ലെങ്കിൽ അവിടെ കൂടുതൽ കാലം നിൽക്കാൻ ഉദ്ദേശിക്കുന്ന ആളായിരിക്കും. അപ്പൊ നമ്മളോട് ചോദിക്കുകയാണ്, സാധാരണ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോ പിന്നെ ഇങ്ങനെ ചോദിക്കും, നിങ്ങൾ എന്താണ് അവിടെ നിൽക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണോ അല്ലെങ്കിൽ തിരിച്ചു വരുമോ എന്ന് ചോദിക്കും. അപ്പൊ കുറെ ആൾക്കാർ പറയും സത്യസന്ധമായിട്ട് ഞാൻ അവിടെ നിൽക്കുകയാണ്, ഞാൻ അവിടെ തന്നെ നിന്ന് മൈഗ്രേറ്റ് ചെയ്ത് സിറ്റിസൺഷിപ്പ് എടുത്ത് പോവാണ് എന്ന് പറയുന്നത് റിജക്ട് ചെയ്യുന്ന രാജ്യങ്ങളുണ്ട്. അവരുടെ ഉദ്ദേശം എന്താണ്, ഈ കുട്ടി പഠിച്ചിട്ട് തിരിച്ചു വരണം എന്നാണ് അവരുടെ ഉദ്ദേശം. ബാക്കിയുള്ളതൊക്കെ അവർ കൊടുക്കുന്ന പ്രൊവൈഡ് ചെയ്യുന്ന ഫെസിലിറ്റീസ് നമ്മൾ യൂസ് ചെയ്ത് അവിടെ നിൽക്കാൻ ശ്രമിക്കുന്നതൊക്കെ പിന്നുള്ള കാര്യങ്ങളാണ്. അപ്പൊ അവർ ഉദ്ദേശിക്കുന്നത് ഈ കുട്ടിക്ക് പഠിക്കാൻ ആവശ്യമായ ചെലവ് ഈ കുട്ടി മീറ്റ് ചെയ്യാനുള്ള ഇതുണ്ടോ. അതുകൊണ്ടാണ് നമ്മൾ പറയുന്ന ചില കേസുകൾ, ഫിനാൻസിന്റെ കേസിൽ നമ്മൾ ഈ മെച്യൂരിറ്റി എമൗണ്ട് കാണിക്കണം എന്നൊക്കെ പറയുന്നത്. നമ്മളൊരു അക്കൗണ്ടിൽ ഈ പറഞ്ഞ എക്സ്പെൻസുകൾ, ട്യൂഷൻ ഫീസ്, ലിവിങ് എക്സ്പെൻസസ്, പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, എത്ര കാലഘട്ടം നിൽക്കുന്നുണ്ടോ
അതല്ലെങ്കിൽ ചിലത് 1 ഇയർ കാണിക്കണം, ചിലത് പിന്നെ ഫുള്ളായിട്ട് കാണിക്കണം. അത് കാണിച്ചിട്ട് അത് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത് ഒരു 6 മാസമെങ്കിലും നമ്മൾ ഇത് എടുക്കൂല എന്നുള്ളത് ഉറപ്പുവരുത്തുന്ന രൂപത്തിലുള്ള കടലാസ് നമ്മൾ സബ്മിറ്റ് ചെയ്താലാണ് നമ്മൾ വിസ പ്രോസസ് ചെയ്യുള്ളൂ. അതല്ലെങ്കിൽ ഈ എഡ്യൂക്കേഷൻ ലോൺ എടുക്കുന്ന ഒരാളാണെങ്കിൽ ആ എഡ്യൂക്കേഷൻ ലോൺ കിട്ടിയതിന്റെ പേപ്പർ നമ്മൾ കാണിക്കണം, ലോൺ സാങ്ഷൻ ലെറ്റർ കാണിച്ചാലാണ് ആ പ്രോസസ്സ് ആവുള്ളൂ. അപ്പൊ ഈ ഫിനാൻസ് അവർ ഉറപ്പുവരുത്തുന്നത് വെച്ചാൽ ഒരാൾ അവിടെ വന്നിട്ട് എന്ത് ചെയ്യരുത്, ഒരു തലവേദനയായി മാറരുത് എന്നുള്ളത് അവർ ഉറപ്പിക്കുന്നതാണ്. ഇപ്പൊ നിങ്ങൾ വളരെ സിമ്പിൾ ആയിട്ട് ലോജിക്ക് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഗൾഫിലേക്ക് ഒരാൾ വിസിറ്റിംഗ് വിസ എടുത്ത് പോവാ വിചാരിക്കാം. നിങ്ങൾ എയർപോർട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ എയർപോർട്ടിലോ അല്ലെങ്കിൽ അവർ ഇറങ്ങുന്ന എയർപോർട്ടിൽ അവർ ചോദിക്കും, നിങ്ങൾ റിട്ടേൺ ടിക്കറ്റും കൂടി ചോദിച്ചിട്ട് അവർ ഇവിടെ തന്നെ കയറ്റി വിടുള്ളൂ. അതെന്താ, അയാൾ തിരിച്ചു വരുന്ന ഉറപ്പുള്ള ആളാണ് വിസിറ്റിംഗ് വിസ എടുക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അത് ഉറപ്പിക്കും. ചില കേസിലൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവര് കംപ്ലീറ്റ് എക്സ്പെൻസ് കൂടി പിന്നെ ഈ പറഞ്ഞ, കാരണം ഇയാൾ ലോങ് ടൈമിൽ നിൽക്കുകയാണ്, ആ ലോങ് ടൈമിൽ നിൽക്കുന്ന ആൾക്ക് അവിടുത്തെ എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ ആവശ്യമായ പൈസ അയാൾ ഉറപ്പ് കൊടുക്കണം എൻ്റെ കയ്യിലുണ്ട് എന്നുള്ളത്. അതല്ലെങ്കിൽ അയാൾക്ക് അതിനനുസരിച്ച് ലോണ് പിന്നെ സാങ്ഷൻ ആയിട്ട് എന്നുള്ളത് അയാൾ ഉറപ്പ് കൊടുക്കണം. പിന്നെ ഈ ലാംഗ്വേജ് പ്രൊഫഷ്യൻസി എന്ന് പറയുന്നത് ഇംഗ്ലീഷ് സ്പീക്കിംഗ് ലാംഗ്വേജ് കൺട്രീസ് ആണ് പലതും. അപ്പൊ അവർ അതിൻ്റെയാണ് ചെക്ക് പോയിന്റ് വെക്കുന്നത്. പിന്നെ GRE GMAT എന്നൊക്കെ പറയുന്നത് നമ്മളുടെ അനലിറ്റിക്കൽ സ്കില്ല്, മറ്റേ പിന്നെ നമ്മളെ ലോജിക്കൽ സ്കില്ല്, അങ്ങനത്തെ ചില പിന്നെ ഇപ്പോൾ LLB പഠിക്കാനായിക്കോട്ടെ, MBA പഠിക്കാനായിക്കോട്ടെ, എഞ്ചിനീയറിംഗ് ആയിക്കോട്ടെ, ഇങ്ങനെ കുറെ ഏരിയകളിലേക്ക് നമ്മൾ അങ്ങനത്തെ സ്കോറുകൾ, അങ്ങനത്തെ കോഴ്സുകൾക്ക് ടെക്നിക്കൽ ആയിട്ടുള്ള സംഭവത്തിനും ലോജിക്കൽ ആയിട്ടുള്ള സംഭവത്തിനും അനാലിറ്റിക്കൽ സ്കിൽ ആവശ്യമുള്ള പിന്നെ കോഴ്സുകൾക്കൊക്കെ GRE GMAT പോലുള്ള സ്കോറുകൾ പരിഗണിക്കുന്നത്. ഇതൊക്കെ ലോകോത്തരമായിട്ട് അംഗീകരിച്ച പിന്നെ ഇതാണ്. എല്ലാ രാജ്യങ്ങളിലും ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു സാധനം ചോദിക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. വളരെ വളരെ കുറഞ്ഞ, അതായത് വിരലെണ്ണാവുന്ന 1-2 രാജ്യങ്ങൾ ഇപ്പോൾ വിദേശ പഠനത്തിന് സപ്പോർട്ട് ചെയ്യുന്നത് ഒരു 40ഓളം രാജ്യങ്ങളുണ്ട്. ഒറ്റയടിക്ക് നമ്മൾ പറയണേ 40ഓളം രാജ്യങ്ങളിലേക്ക് നമുക്ക് ഇപ്പൊ ലിസ്റ്റ് ഔട്ട് ചെയ്ത് പറയാൻ പറ്റുന്നു. അപ്പോ ഇതില് ഇനി ഒരു കോഴ്സ് കഴിഞ്ഞാൽ അഡ്വാൻറ്റേജ് എന്താ വെച്ച് കഴിഞ്ഞാല്, നമ്മളൊരു OPT എന്ന് പറയും, ചുരുക്കത്തിൽ പറയാറുണ്ട്, ഓപ്ഷണൽ പ്രാക്ടിക്കൽ ട്രെയിനിങ്ങിന് പല രാജ്യങ്ങളും 12 മാസം മുതൽ, അതായത് 1 വർഷം മുതൽ 3 വർഷം വരെ എന്ത് ചെയ്യും, ഇയാൾ പഠിച്ച മേഖലയിൽ ജോലി ചെയ്യാനോ അല്ലെങ്കിൽ ട്രെയിൻ ആയിട്ട് വർക്ക് ചെയ്യാനോ പല രാജ്യങ്ങളും അനുവദിക്കുന്നുണ്ട്. അതാണ് നമുക്ക് ഒന്നാമത്തെ അഡ്വാൻറ്റേജ്. ആളുകൾ പിന്നെ അവിടെ ഒരു കോഴ്സ് പഠിച്ച ആളുകൾക്കുള്ള പല രാജ്യങ്ങളും കൊടുക്കുന്ന അഡ്വാൻറ്റേജ്, കിട്ടുന്ന അഡ്വാൻറ്റേജ്. അവരെന്താ വെച്ച് കഴിഞ്ഞാൽ അതിൽ അയാൾ എക്സ്പേർട്ട് ആയിക്കോട്ടെ, അയാൾ എക്സ്പീരിയൻസ് ആവാനുള്ള ഒരു കാലഘട്ടം കൊടുക്കുകയാണ്. 2-3 വർഷം, 1 വർഷമെങ്കിലും എക്സ്പീരിയൻസ് ആയിട്ട് അയാൾക്ക് ജോലി അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ പിന്നെ അതല്ലെങ്കിൽ അതിന് പറയുന്ന വേറൊരു പേരാണ് പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസ ഡ്യൂറേഷൻ. പഠനം കഴിഞ്ഞതിന് ശേഷം ഒരു വർക്ക് വിസ അയാൾക്ക് ജോലി ചെയ്യാൻ, ജോലി കണ്ടെത്താനും ആ സമയത്ത് വേറെ എന്തെങ്കിലും ജോലി ചെയ്യാനും അനുവദിക്കുന്ന ഒരു രീതിയുണ്ട്. അതായത് അയാൾക്ക് ജോലി അന്വേഷിച്ച് കണ്ടെത്താൻ 1 വർഷം മുതൽ 3 വർഷം വരെ സമയം കൊടുക്കുന്ന രാജ്യങ്ങളുണ്ട്. ഇനി നമുക്ക് അവിടെ തന്നെ പിന്നെയും തുടർന്ന് പോകാനുള്ള വേറൊരു മാർഗ്ഗമാണ്, നമ്മളിപ്പോൾ ഒരു UG കോഴ്സാണ് ചെയ്തെങ്കിൽ അതിൽ PG ചെയ്യാം. അതല്ലെങ്കിൽ PG ആണ് ചെയ്തെങ്കിൽ ഇനി വേറൊരു PGക്ക് നമുക്ക് ജോയിൻ ചെയ്യാം. അപ്പൊ ആ ഡ്യൂറേഷനിൽ നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇത് കിട്ടും. അപ്പൊ ഈ OPT ഇപ്പോ ഈ പിന്നെ OPT ഇപ്പോ പിന്നെ ട്രെയിനിങ്ങിന്റെ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇപ്പോ പിന്നെ US STEM എന്ന് പറയും, സയൻസ് സബ്ജക്റ്റുകളാണ്. അതായത് നമ്മൾ ടെക്നോളജി, സയൻസ്, മാത്സ് ഈ പോലുള്ള പിന്നെ എഞ്ചിനീയറിംഗ് പോലുള്ള സാധനങ്ങളാണ് പഠിച്ചതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, 3 വർഷം കിട്ടും. നേരെ മറിച്ച് അല്ലാത്ത കോഴ്സുകളാണെങ്കിൽ നമുക്ക് 1 വർഷം കിട്ടുള്ളൂ OPT. അങ്ങനെ ചില രാജ്യങ്ങളിൽ ചില കോഴ്സുകൾക്കും ചില സംഭവത്തിനും കൂടുതൽ ഇമ്പോർട്ടൻസും ഇങ്ങനത്തെ OPT സംഭവത്തിനും പോസ്റ്റ് വർക്ക് വിസ ഇതൊക്കെ ഉണ്ട്. അപ്പൊ കോഴ്സുകൾക്ക് അനുസരിച്ച് നമ്മൾ പഠിക്കുന്ന സബ്ജക്ട് അനുസരിച്ചൊക്കെ ഇതിൽ വ്യത്യാസം വരുന്നുണ്ടെന്ന് അർത്ഥം. പിന്നെ നമ്മളെ വിസ സ്റ്റാറ്റസ് നമുക്ക് ചേഞ്ച് ചെയ്യാന്നില്ലാണ്. പിന്നെ അതായത് വിസ സ്റ്റാറ്റസ് മാറും. പിന്നെ നമ്മൾ ഈ പറഞ്ഞ ആദ്യം സ്റ്റുഡൻസ് വിസയിൽ നിന്ന് ഈ OPT വിസയിലേക്ക് മാറും, അല്ലെങ്കിൽ പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസയാവും. പിന്നെ അതിന് ജോലി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, നമുക്കൊരു എംപ്ലോയർ സ്പോൺസർഷിപ്പ് കിട്ടും. എംപ്ലോയർ സ്പോൺസർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയ ജോലി ഏതാണോ അതിനനുസരിച്ച് അവിടെ ഒരു വർക്ക് വിസ, വർക്ക് ചെയ്യാനുള്ള ഒരു വിസ കറക്റ്റായിട്ട് കിട്ടും. ആ വർക്ക് വിസ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് പെർമനന്റ് റെസിഡൻസിലേക്ക് നമുക്ക് ട്രൈ ചെയ്യാം ഓരോ രാജ്യം അനുസരിച്ച്. പിന്നെ അതായത് ചില രാജ്യങ്ങളിൽ ചില പ്രത്യേക തൊഴിലിൽപ്പെട്ട ആളുകളെ മൈഗ്രേഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പൊ അവര് പെർമനന്റ് റെസിഡൻസി PR അങ്ങനത്തെ ജോലികൾക്കും അങ്ങനത്തെ സംഭവത്തിനൊക്കെ പെട്ടെന്ന് കൊടുക്കും. ചില കേസിൽ പെർമനന്റ് PR കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, കൂടുതൽ സമയം എടുക്കും. പിന്നെ അതിനു വേണ്ടിയിട്ട് തന്നെ എന്ത് ചെയ്യുന്നു, അതിനുശേഷം പിന്നെ വർഷങ്ങൾ കഴിഞ്ഞാൽ സിറ്റിസൺഷിപ്പിന് ശ്രമിക്കുന്ന ആളുകളുണ്ട്.
പിന്നെ ഇതിൽ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ പെട്ടിട്ട് ഈ വിസ കാലാവധി നീട്ടാൻ പറ്റില്ല, OPT കിട്ടിയില്ല, അല്ലെങ്കിൽ പോസ്റ്റ് വർക്ക് വിസ കഴിഞ്ഞു അപ്പോഴും അവിടെ നിൽക്കാനൊക്കെ ഉദ്ദേശിച്ച് പിന്നെ റെഫ്യൂജി പ്രൊട്ടക്ഷനിലൊക്കെ നിൽക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ നമ്മൾ നിൽക്കുന്ന ആളുകളുടെ വിസക്ക് അനുസരിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പലതരത്തിലുള്ള വീഡിയോസും പലതരത്തിലുള്ള ജീവിത സാഹചര്യങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഈ ജീവിത സാഹചര്യങ്ങൾ അവിടെ എത്തിയിട്ട് മോശമാവുന്നത് വെച്ച് കഴിഞ്ഞാല് അവർ കൃത്യമായി പഠനം പൂർത്തിയാക്കാത്ത ആളുകളോ അതല്ലെങ്കിൽ ഈ പറഞ്ഞ വിസയിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉള്ള ആളുകളോ, ഇങ്ങനത്തെ ആളുകൾ അവരുടെ ഒരു റെഫ്യൂജി എന്ന് പറയുന്നത് എന്താണ്, അങ്ങനെയൊക്കെ നിൽക്കുന്ന ആളുകൾ വരെ ഉണ്ട് ഇതില്. അപ്പൊ നമ്മളെന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു 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 സൈഡ് മാത്രം കണ്ട് കാര്യങ്ങൾ തീരുമാനിക്കരുത്. യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് പിന്നെ നമ്മൾ തിരിച്ചു പോരേണ്ടി വരേണ്ട ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ തിരിച്ചു പോരുന്നതാണ് നല്ലത് എന്നുള്ള ഒരു ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടി വേണം വിദേശ പഠനത്തിന് പോകാൻ. ആ പഠന കാലഘട്ടം കൃത്യമായിട്ട് യൂസ് ചെയ്യുക എന്നുള്ളതായിരിക്കണം നമ്മുടെ ഉദ്ദേശ ലക്ഷ്യം. അതിനുശേഷം അവിടെ നിൽക്കുന്ന കേസിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ കേസുകളൊക്കെ ഉണ്ട്, ചിലപ്പോൾ ഇതൊന്നും നടന്നിട്ടില്ലെങ്കിൽ നമ്മൾ തിരിച്ചു വരേണ്ടി വരും എന്നുള്ളൊരു ബോധം നമുക്ക് എപ്പോഴും വേണം. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഇതിന് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി ഈസിയാണ്. നമ്മൾ ഇമിഗ്രേഷൻ വെബ്സൈറ്റുകൾ അതായത് രാജ്യങ്ങൾക്ക് ഉണ്ടാവും. ഇപ്പോൾ ഇന്ത്യക്ക് ഉണ്ടാവും, അതായത് കാനഡക്ക് ഉണ്ടാവും, എല്ലാ രാജ്യങ്ങൾക്കും ഉണ്ടാവും. അത് നമ്മൾ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർ കൃത്യമായിട്ട് സ്റ്റുഡൻസിന്റെ കണ്ടീഷൻസ് എന്താണ്, മറ്റുള്ള വിസ പ്രോസസ്സിങ് എന്താണ്, എത്ര സമയം എടുക്കും, ഇത് എന്താണ് സംഭവം എന്നുള്ളത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാനും പറ്റും. ആ ഒരു സംഭവം എന്തുകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ ഞാനിപ്പോ പറയുന്ന പ്രോസസ്സിങ് ആവില്ല, നാളെ ഒരു പുതിയ നിയമം വന്നു കഴിഞ്ഞാൽ ആ സംഭവം മാറിയിട്ടുണ്ടാവും. കാരണം ഓരോ രാജ്യങ്ങൾക്കും ഇതെന്ത് ചെയ്യും, അവരുടെ പോളിസിയിൽ വരുന്ന മാറ്റങ്ങൾക്ക് അനുസരിച്ച് അവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് അനുസരിച്ച് ഇപ്പൊ പിന്നെ UK മാറ്റങ്ങൾ വന്നു, കാനഡയിൽ മാറ്റങ്ങൾ വന്നു. അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഈ മൈഗ്രൻസ് ചില കേസുകളിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമ്പോൾ അവർ ഗവൺമെന്റിൽ ഇടപെടുകയാണ്. അപ്പോൾ ആ രൂപത്തിലുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് അതിന്റെ ഓരോ കാലഘട്ടങ്ങളിലും ഓരോ സമയത്തും അവരെന്ത് ചെയ്യുന്നു, ഓരോ രാജ്യങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പൊ നമ്മൾ ഒരു സ്ഥലത്ത് വായിച്ചതോ അല്ലെങ്കിൽ കുറച്ച് മുമ്പ് കേട്ടതോ, ഒരു വർഷം മുമ്പ് കേട്ടോ, 6 മാസം മുമ്പ് കേട്ടോ, അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ പറയുന്നതോ ആയിരിക്കില്ല ചിലപ്പോൾ നാളെ. നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്ന ആള് ഇവരുടെ ഇമിഗ്രേഷൻ വെബ്സൈറ്റിൽ കൃത്യമായിട്ട് കാര്യങ്ങൾ വാച്ച് ചെയ്തുകൊണ്ടേ ഇരിക്കണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്ന രാജ്യങ്ങളിലെ ഇമിഗ്രേഷൻ വെബ്സൈറ്റ് വെറുതെ രസകരമായിട്ട് എന്ത് ചെയ്യുക, റാൻഡമായിട്ട് വിസിറ്റ് ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. എന്നിട്ട് നിങ്ങൾക്ക് തീരുമാനിക്കാം ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ഏതാണ്, ഏത് രാജ്യത്താണ് പോകേണ്ടത്, നിങ്ങൾ ഏതാണ് ഹയർ സ്റ്റഡീസ് ഉദ്ദേശിക്കുന്നത്, ഏത് ഏരിയയിലേക്കാണ് പോകുന്നത്, അതിനനുസരിച്ചൊക്കെ രാജ്യം സെലക്ട് ചെയ്യാം. അതാണ് ഉദ്ദേശിച്ചത്. ഇപ്പൊ നിങ്ങൾ വേൾഡ് വൈഡ് ഞാൻ ഒരു മാപ്പ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഈ മാപ്പിൽ ഇപ്പോ പിന്നെ നമ്മളിപ്പോ 7 കോണ്ടിനെന്റ് ആണ്, 7 ഭൂഖണ്ഡങ്ങൾ എന്നാണ് നമ്മൾ പറയാം. 7 ഭൂഖണ്ഡങ്ങളിൽ നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്ക. ഈ സൗത്ത് അമേരിക്കൻ രാജ്യങ്ങളിലേക്കൊന്നും ഇപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ ഈ പറയുന്ന ഇപ്പോൾ നമ്മൾ കാണുന്ന ഞാനൊരു 40 രാജ്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ 40 രാജ്യത്തിൽ സൗത്ത് അമേരിക്കൻ രാജ്യങ്ങളൊന്നും ഇല്ല. നോർത്ത് അമേരിക്കയിൽ കാനഡയും US ആണ് ആളുകൾ മൈഗ്രേറ്റ് ചെയ്യുന്ന പ്രധാനപ്പെട്ട 2 രാജ്യങ്ങൾ. ഓക്കെ, ഇനി ഇങ്ങോട്ട് ഈ സൈഡിലേക്ക് വരികയാണെങ്കിൽ സൗത്ത് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ കാര്യമായിട്ട് ഒരു രാജ്യവും ഇല്ല എന്ന് തന്നെ പറയാം. അതിൽ ഉള്ളത് സൗത്ത് ആഫ്രിക്കയിലേക്കാണ്. പിന്നെ എന്ത് ചെയ്യുന്നത്, അവര് പിന്നെ പുറത്തുനിന്നുള്ള ആളുകളെ മറ്റു രാജ്യങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ ഡെവലപ്പിംഗ് കൺട്രീസ് ആണ്. മനസ്സിലായില്ലേ? നമ്മൾ ഇന്ത്യ പോലുള്ള രാജ്യങ്ങളാണ് ബാക്കിയുള്ള കുറെ രാജ്യങ്ങൾ സൗത്ത് ആഫ്രിക്ക, ഈ ആഫ്രിക്കൻ കോണ്ടിനെന്റിൽ. അത് പിന്നെ പ്രധാനപ്പെട്ട ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ യൂറോപ്പാണ്. യൂറോപ്പ് പറഞ്ഞാൽ വളരെ ചെറിയ ലൊക്കേഷനാണ്, ഒരുപാട് രാജ്യങ്ങളുണ്ട്, നിങ്ങൾക്ക് ആ ലൊക്കേഷൻ തന്നെ ഉണ്ട്. പിന്നെ വരുന്നത് ഏഷ്യൻ കൺട്രീസ് ആണ്, റഷ്യ, അതുപോലെ തന്നെ പിന്നെ ബാക്കി ഏഷ്യൻ കൺട്രീസ്, നമ്മളെ ഇന്ത്യയുടെ തൊട്ട് നിലനിൽക്കുന്ന ഏഷ്യൻ കൺട്രീസ് പിന്നെ പ്രധാനപ്പെട്ട രാജ്യങ്ങളാണ്. പിന്നെ ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്. ഇതിൽ ഏറ്റവും ബെസ്റ്റ് കൺട്രീസ് ആയിട്ട് ഞാൻ പറയാ, എൻ്റെ ഒരു ഇതിൽ പറയാ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, കാനഡ, US, UK, അതേപോലെ ജർമ്മനി. ഈ രാജ്യങ്ങളാണ് ബെസ്റ്റ് കൺട്രീസ് ആയിട്ട് നമ്മൾ പറയുന്നത്. കാരണം അവരുടെ ചെക്ക് പോയിന്റുകൾ വളരെ കൂടുതലാണ്. ആ ചെക്ക് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ IELTS കേസാണെങ്കിലും GRE, GMAT ആണെങ്കിലും ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുന്ന കേസിലാണെങ്കിലും ഒക്കെ കയറിപ്പോവാൻ കടമ്പകൾ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ആ രാജ്യങ്ങളിൽ എത്തിക്കെട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻസ് ആണ് നമ്മളെ കാത്തിരിക്കുന്നത്. യൂണിവേഴ്സിറ്റികളാണെങ്കിലും ജീവിത സാഹചര്യങ്ങളാണെങ്കിലും ഒക്കെ ബെസ്റ്റ് ഓപ്ഷൻസ് അതാണ്. പിന്നെ യൂറോപ്യൻ കൺട്രീസിലേക്ക് വരികയാണെങ്കിൽ ബാക്കി ഈ പറഞ്ഞ രാജ്യങ്ങൾ എന്ന് പറയുന്നതൊക്കെ പല ഈ IELTS വേണമെന്ന് പറയുന്ന രാജ്യങ്ങളുണ്ട്, വേണ്ടെന്ന് പറയുന്ന രാജ്യങ്ങളുണ്ട്. ഇപ്പൊ എല്ലാവരും എന്ത് ചെയ്തു, ഇതിന്റെ ഒരു ബെനിഫിറ്റുകൾ മനസ്സിലാക്കിയിട്ട് കൂടുതൽ യൂറോപ്യൻ കൺട്രീസ് എന്ത് ചെയ്യുന്നുണ്ട്, അതായത് ഒട്ടുമിക്ക യൂറോപ്യൻ കൺട്രീസും തന്നെ പറയാം, എന്ത് ചെയ്യുന്നുണ്ട്,
പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഏഷ്യൻ കൺട്രീസിലും നല്ലൊരു ശതമാനം ചില പ്രത്യേക ഇതിൽ ഇപ്പൊ ചൈന ആയിക്കോട്ടെ, എല്ലാ കോഴ്സുകൾക്കും ഉണ്ടെന്നല്ല, ചില കോഴ്സുകൾക്ക് ചില രാജ്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും MBBS പോലുള്ള കോഴ്സുകൾക്കാണ് ഈ ഏഷ്യൻ രാജ്യങ്ങൾ കൂടുതലായിട്ട് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ ഉള്ളത്. ഐ മീൻ കൂടുതൽ പിന്നെ ഏഷ്യൻ രാജ്യങ്ങളിൽ സിംഗപ്പൂർ നല്ലൊരു രാജ്യമാണ്. പിന്നെ നമുക്ക് പിന്നെ മൈഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു രാജ്യമാണ്. ഞാൻ ഏഷ്യൻ കൺട്രീസിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നമ്മൾ പറയാം സിംഗപ്പൂരാണ്. ജപ്പാനിലേക്ക് പോകാൻ പറ്റുകയാണെങ്കിൽ ബെസ്റ്റ് ഓപ്ഷനാണ്. ഞാൻ പറഞ്ഞത് അതായത് നമ്മൾ ഏഷ്യൻ രാജ്യങ്ങളിൽ കുറച്ചും കൂടി നമുക്ക് മൈഗ്രേറ്റ് ചെയ്യാനും ജീവിത നിലവാരം ഉയർന്നു നിൽക്കുന്നതുമായ ചില രാജ്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇത് ബെസ്റ്റ് കൺട്രീസ് ഏതാന്നുള്ളത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് യഥാർത്ഥത്തിൽ. പക്ഷേ ചെക്ക് പോയിന്റ് കൂടുതൽ വരുന്ന കൺട്രീസ് ആണ് ഏറ്റവും നല്ല രൂപത്തിൽ പഠനം ഉണ്ടാവുക എന്നുള്ളത് കുറച്ചുകൂടി മനസ്സിലാക്കുക. എല്ലാ സ്ഥലത്തും ഞാൻ ഈ പറഞ്ഞ ഇന്ത്യയിലെ കോളേജുകളുടെ നിലവാരം എങ്ങനെയാണോ അതേപോലുള്ള കോളേജുകൾ ഉണ്ട്. അങ്ങനത്തെ കോളേജുകളിലേക്കാണ് മാർക്ക് കുറഞ്ഞ ആളുകൾ, അക്കാദമിക്സ് കുറഞ്ഞ ആളുകൾ, IELTS എന്ന് പറഞ്ഞ് പോകുന്ന ആളുകൾ പഠിക്കുക എന്നുള്ള ഒരു സത്യം നിങ്ങൾ മനസ്സിലാക്കുകയും നിങ്ങൾക്കൊരു വിസ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു മൈഗ്രേഷനോ അല്ലെങ്കിൽ അവിടേക്ക് എങ്ങനെയെങ്കിലും കയറിപ്പോയി അവിടെ താമസം തുടർന്ന് പോവുകയോ അല്ലെങ്കിൽ അവിടെ എങ്ങനെയെങ്കിലും വർക്ക് ചെയ്തിട്ടോ പാർട്ട് ടൈം ജോബ് ചെയ്തിട്ടോ എന്ത് ജോലിയെങ്കിലും ചെയ്യാം എന്നുള്ളൊരു ഉദ്ദേശ ലക്ഷ്യത്തിലാണെങ്കിൽ അങ്ങനെ പോവാം. ഒരു പഠനം ഉദ്ദേശിച്ച് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, യൂണിവേഴ്സിറ്റി ഏതാന്നുള്ളത് ഞാൻ പറഞ്ഞ റാങ്കിങ് ഒക്കെ നോക്കി അതിലേക്ക് നേരിട്ട് അപ്ലൈ ചെയ്ത് ആ വിസ പ്രോസസിങ് ഒരു വർഷമൊക്കെ എന്തായാലും മിനിമം എടുക്കും. നമ്മൾ ഈ റിക്വയർമെന്റ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും ചിലപ്പോൾ ഒരു വർഷം വരെ കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പോ വിചാരിച്ച ആൾക്ക് അടുത്തൊരു അക്കാദമിക് ഇയറിലൊക്കെ ആയിരിക്കും പോകാൻ പറ്റുന്നുണ്ടാവുക. കാരണം ഈ പ്രോസസ്സുകളൊക്കെ കഴിഞ്ഞ് വരുന്ന സമയത്ത്. അപ്പോൾ ആ ഒരു ക്ഷമയും കാര്യങ്ങളൊക്കെ നമുക്ക് വേണം. ചിലപ്പോൾ ഒരു പ്രാവശ്യം വിസ റിജക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, അടുത്ത പ്രാവശ്യം വീണ്ടും അപ്ലൈ ചെയ്ത് ആ കാര്യങ്ങൾ ശരിയാക്കിയിട്ട് മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ നേരത്തെ ഈ പറഞ്ഞ ഫസ്റ്റ് പറഞ്ഞ USA, കാനഡ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള 2 കൺട്രീസ് ആണ്. പിന്നെ അതിലേക്കുള്ള ചെക്ക് പോയിന്റുകളും വളരെ കൂടുതലാണ്. ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റികളുടെ ഒരു രാജ്യം എന്ന് പറയുന്നത് അമേരിക്ക തന്നെയാണ്. അമേരിക്കയും UK ആണ് ഏറ്റവും ബെസ്റ്റ് യൂണിവേഴ്സിറ്റീസ് ഉള്ളത് രാജ്യങ്ങൾ. നമ്മൾ ലോകത്തിലെ തന്നെ ബെസ്റ്റ് യൂണിവേഴ്സിറ്റി എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും, പിന്നെ ന്യൂസിലാൻഡിൽ ഉണ്ട്, പിന്നെ ചില ഒറ്റപ്പെട്ട യൂണിവേഴ്സിറ്റികൾ മറ്റു രാജ്യങ്ങളിലുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ നല്ല യൂണിവേഴ്സിറ്റികളുടെ US-ലും പിന്നെ UK-ലുമാണ്. കാനഡ അല്ല, UK-ലുമാണ്. പക്ഷേ ഈ 2 രാജ്യങ്ങൾ ഞാൻ ഈ പറഞ്ഞ നോർത്ത് അമേരിക്കൻ കോണ്ടിനെന്റിൽപ്പെട്ട 2 രാജ്യങ്ങളാണ്. ഇവിടെ പിന്നെ ഈ പറഞ്ഞ IELTS, GRE ഈ 2 സ്കോറുകളും ആണ് അവർ രണ്ടും പറയുന്നുണ്ട്. പിന്നെ നല്ല യൂണിവേഴ്സിറ്റികൾക്ക് രണ്ടും അവർ പറയുന്നുണ്ട് നല്ല കോഴ്സുകൾക്ക്. ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് ഇതുപോലെ ബെസ്റ്റ് കൺട്രീസ് ആണ്. അതിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ന്യൂസിലാൻഡ് ആണ്. ഇപ്പോൾ എല്ലാ തരത്തിലും ജീവിക്കാനുള്ള സാഹചര്യങ്ങളും മറ്റുമൊക്കെ നോക്കുകയാണെങ്കിലും പിന്നെ പല കാര്യങ്ങൾ കൊണ്ടും ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷനാണ് ന്യൂസിലാൻഡ്. പക്ഷേ നമ്മൾ ആളുകൾ അവിടെ കുറച്ചുകൂടി ഡിസ്റ്റൻസ് കൂടുതൽ കൊണ്ട് പല ആളുകളും ഓപ്റ്റ് ചെയ്യാറില്ല എന്ന് മാത്രം. അപ്പോൾ പിന്നെ പോപ്പുലേഷൻ വളരെ കുറവാണ്. ഈ ഓസ്ട്രേലിയ വലിയ രാജ്യമാണ്, അതിലും പോപ്പുലേഷൻ വളരെ കുറവാണ്. ന്യൂസിലാൻഡ് എന്ന് പറയുന്നത് ലക്ഷങ്ങളുള്ളൂ. ഞാൻ ഈ പറഞ്ഞ കോടികളൊന്നുമില്ല, എത്രയോ ലക്ഷങ്ങളാണ് ന്യൂസിലാൻഡിലേക്ക് പോപ്പുലേഷൻ എന്ന് പറയുന്നത്. പിന്നെ അപ്പോൾ അതിലേക്കും ചെക്ക് പോയിന്റുകൾ കൂടിയതാണ്. IELTS, GRE പോലുള്ള സ്കോറുകൾ, അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ടോഫിൽ ഏതെങ്കിലും ഒരു ചെക്ക് പോയിന്റ്, 2 ചെക്ക് പോയിന്റുമാണ് മിക്കവാറും യൂണിവേഴ്സിറ്റികൾ പറയുന്നത്. പിന്നെ നമുക്ക് വരുന്നത് യൂറോപ്യൻ കൺട്രീസ് ആണ്. നേരത്തെ യൂറോപ്പ് ശരിക്കും കണ്ടിരുന്നില്ല. അപ്പൊ ഈ യൂറോപ്പ് കൺട്രീസ് മാത്രം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാവും, നിങ്ങൾ കേൾക്കുന്ന അപ്പൊ ഈ പരസ്യങ്ങൾ കാണുന്ന പല രാജ്യങ്ങളും ഇതിൽ പെട്ടതാണ്. പിന്നെ സ്പെയിൻ, ഫ്രാൻസ്, ജർമ്മനി, പോളണ്ട്, പിന്നെ ലാത്വിയ, പിന്നെ മോൾക്ക് സ്വീഡൻ, ഫിൻലൻഡ്, ഇതൊക്കെ ഇവരെ പ്രോത്സാഹിപ്പിക്കുന്നത്. പിന്നെ സ്വിറ്റ്സർലൻഡ്, എല്ലാം യൂറോപ്യൻ കൺട്രീസ് ആണ്. ഇതൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാല് ഈ രാജ്യങ്ങളൊക്കെ കുറച്ച് ഡിഫറൻസ് ഉണ്ട് ഓരോന്നിലും. കൾച്ചറൽ ബേസിലും ഈ ഒക്കെ യൂറോപ്യൻ കൺട്രീസ് ആണെന്ന് ഒറ്റയടിക്ക് പറഞ്ഞാൽ പോലും കൾച്ചറൽ ബേസിലും ജീവിത രീതിയിലും ജീവിത സാഹചര്യങ്ങളിലും അവിടുത്തെ ഓപ്പർച്യൂണിറ്റീസിലൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ട് എന്ന് തന്നെ പറയാവുന്ന രാജ്യങ്ങളാണ് യൂറോപ്യൻ കൺട്രീസിന്റെ പ്രത്യേകത. പക്ഷേ യൂറോപ്യൻ യൂണിയൻ എന്ന് പറഞ്ഞ ഒറ്റ യൂണിയനായിട്ട് ഇവർ നിൽക്കുകയാണ് എന്ന് മാത്രം. കാരണം പല നിയമങ്ങളും യൂറോപ്യൻ യൂണിയന്റെ നിയമങ്ങളാണ് മൊത്തത്തിൽ രാജ്യങ്ങൾക്ക് അപ്ലിക്കബിൾ ആവുന്നത്. പക്ഷേ ഓരോ രാജ്യങ്ങളിലേക്ക് പോകുമ്പോഴും അവരുടെ എന്ത് ചെയ്യുന്നുണ്ട്, ഞാൻ ഈ നേരത്തെ പറഞ്ഞ ക്രൈറ്റീരിയകളിൽ വ്യത്യാസമുണ്ട്. ചിലത് IELTS വേണ്ടെന്ന് പറയുന്ന രാജ്യങ്ങളുണ്ട്. GRE അങ്ങനത്തെ ഒരു സ്കോറും വേണ്ട, നിങ്ങൾ അക്കാദമിക് സൈഡ് നേരിട്ട് വന്നോളൂ എന്ന് പറയുന്നുണ്ട്. പക്ഷേ വിസ പ്രോസസിങ്ങിലൊക്കെ ഇന്റർവ്യൂ പ്രോസസിങ്ങിലൊക്കെ അവർ ചെക്ക് ചെയ്തിട്ട് തന്നെയാണ് കയറ്റുള്ളൂ. അങ്ങനെ പെട്ടെന്ന് കയറി പോവുക എന്നുള്ള കൺസെപ്റ്റ് അല്ല. പക്ഷേ നമുക്ക് അങ്ങനത്തെ ചില കടമ്പകൾ മാറി കിട്ടാവുന്ന, കാരണം അവർ ഇപ്പോൾ റീസെന്റ്ലി, അതായത് പുതുതായിട്ട് പിന്നെ ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്ന രാജ്യങ്ങളായതുകൊണ്ട് അവരെന്ത് ചെയ്യാണ്, പെട്ടെന്ന് ആളുകൾ വരിക എന്നുള്ള കൺസെപ്റ്റാണ്. ചില പ്രത്യേക കാറ്റഗറിയിൽപ്പെട്ട ആളുകളെ ചില പ്രത്യേക രാജ്യങ്ങൾ നന്നായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നു. ഇപ്പൊ ജർമ്മനിയിൽ നേഴ്സുമാരുടെ
പ്രോത്സാഹനം, അതേപോലെ IT സെക്ടറിലും ജർമ്മനി നന്നായി പ്രോത്സാഹിപ്പിക്കുന്ന കേസുകളാണ്. അതിൽ ഇപ്പോൾ നമ്മൾ ചില പരസ്യങ്ങളൊക്കെ ഉണ്ട്, ഫീസ് ഇല്ലാതെ പഠിക്കാം എന്നൊക്കെ പറയുന്ന കേസുകൾ. എന്താ വെച്ച് കഴിഞ്ഞാൽ ഗവൺമെന്റ് യൂണിവേഴ്സിറ്റികൾ എന്ന് പറയുന്ന സ്ഥലങ്ങളിൽ ഇങ്ങനെയുള്ള ചില കോഴ്സുകൾക്ക് അവരെന്ത് ചെയ്യുന്നു, ട്യൂഷൻ ഫീ ഫുള്ളായിട്ട് എന്തായിരിക്കും ഒഴിവാക്കിയിട്ടില്ല രീതിയായിരിക്കും. കാരണം അവർ വന്ന് പഠിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അവിടെ കൂടുതൽ അങ്ങനത്തെ ഗ്രാജുവേറ്റ്സ് ഉണ്ടാവട്ടെ, അവിടെ തന്നെ പഠിച്ചിട്ടുണ്ടാവട്ടെ എന്നുള്ള കൺസെപ്റ്റിൽ അങ്ങനെ ഫീസ് ഒഴിവാക്കി കൊടുക്കുന്നുണ്ട്. പക്ഷേ അവിടെ ബാക്കിയുള്ള എക്സ്പെൻസ് നമ്മൾ മീറ്റ് ചെയ്യേണ്ടി വരും. എന്നാൽ പോലും അങ്ങനത്തെ ചില ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ആ രാജ്യങ്ങൾ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. യൂറോപ്യൻ യൂണിയനിൽ ഞാൻ പറഞ്ഞ ഒരുപാട് രാജ്യങ്ങളുണ്ട്, UK, ജർമ്മനി, അയർലൻഡ്, ഫ്രാൻസ്, സ്വീഡൻ, സ്വിറ്റ്സർലൻഡ് എന്ന് പറഞ്ഞത്. ഇതൊക്കെ ഇപ്പോൾ പിന്നെ പഠനത്തിന് പോകാൻ പറ്റും. ഇത്രയും രാജ്യങ്ങൾ നമുക്ക് ഒറ്റയ്ക്ക് പറയാൻ പറ്റുന്നതാണ്. ഇനിയും ഇതിൽ നമുക്ക് ലിസ്റ്റ് വേണമെങ്കിൽ ആഡ് ചെയ്യാം. മനസ്സിലായില്ലേ? പിന്നെ അതുപോലെ തന്നെ ഏഷ്യൻ രാജ്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യയിൽ കാണുന്നുണ്ട്. ഇന്ത്യക്ക് ചുറ്റുപാടുള്ള രാജ്യങ്ങൾ, പിന്നെ കസാഖിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, പിന്നെ ഒരു സ്ലൈഡ് പുറന്നോട്ട് പോവാമോ? ആ ഇതോ, ഹലോ ഹലോ കേൾക്കാം. ഒരു സ്ലൈഡ് പുറന്നോട്ട് പോവാമോ? ഇതോ, ഒരു സ്ലൈഡ് പുറന്നോട്ട്. അത് മാപ്പാ കാണിക്കുന്നത്. ഇതാണോ? ഇതില് ഏറ്റവും MBBS എവിടെയൊക്കെയാണ് ഓപ്ഷൻ ഉള്ളത്? ഈ യൂറോപ്യൻ രാജ്യങ്ങളിലാണോ? ഈ MBBS ചെലവ് കുറച്ചും അതുപോലെ തന്നെ കുറെ പുറം നാടുകളിലെ MBBS ഇവിടെ റെക്കഗ്നൈസ്ഡ് അല്ലല്ലോ. ഫോർ എക്സാമ്പിൾ ചൈനയിൽ പോയി പഠിച്ചു കഴിഞ്ഞാൽ അത് റെക്കഗ്നൈസ്ഡ് അല്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ 2 എക്സാം എഴുതണം. അപ്പൊ അങ്ങനെ ഈ MBBS റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസ് അങ്ങനെ വല്ലതും ഉണ്ടോ ഇന്ത്യയിൽ? അവരുടെ MBBS ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞുതരാം. അതായത് നിങ്ങൾ വിദേശത്ത് നിന്ന് എന്ത് കോഴ്സ് പഠിച്ചാലും, പ്രത്യേകിച്ച് ഇപ്പോൾ MBBS കാര്യമാണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിൽ, MBBS നിങ്ങൾ ഏത് രാജ്യത്ത് നിന്ന് പഠിച്ചാലും ഇവിടെ എന്ത് ചെയ്യണം, ഇവിടെ ലൈസൻസി ആവണമെങ്കിൽ, ഇന്ത്യയിൽ വന്ന് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഇവിടുത്തെ മിനിസ്ട്രി ഓഫ് ഹെൽത്തിന്റെ എക്സാം, അവർ പറയുന്ന ആ എക്സാം എന്ത് ചെയ്യണം, എഴുതി പാസ്സായ ആൾക്ക് ലൈസൻസ് കൊടുക്കും. ഇനി നിങ്ങൾ അതേ പ്രോസസ്സ് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞത്, നിങ്ങൾ ഇപ്പോൾ ഇന്ത്യയിൽ MBBS കഴിഞ്ഞ ഒരാളെ വിചാരിക്കുക, നിങ്ങളിപ്പോൾ UAE പോയി വിചാരിക്കുക. UAE പോയിട്ടുണ്ടെങ്കിൽ അവിടുത്തെ മിനിസ്ട്രി ഓഫ് ഹെൽത്തിന്റെ എക്സാം എഴുതി പാസ്സായാൽ മാത്രമേ നിങ്ങൾക്ക് അവിടെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റൂ. അതെല്ലാ രാജ്യങ്ങളിലും അങ്ങനെയാണ്. മനസ്സിലായില്ലേ? തിരിച്ചും മറിച്ചും അങ്ങനെയാണ്. അതല്ലാതെ അമേരിക്കയിൽ ഇപ്പോൾ MBBS പഠിച്ച ഒരാളുടെ MBBS ഇന്ത്യയിൽ റെക്കഗ്നൈസ് ചെയ്യുന്ന പരിപാടി ഇല്ല. അത് ഏത് രാജ്യത്ത് ഏത് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചാലും ആ ഒരു എക്സാം നിർബന്ധമാണ് ഇന്ത്യയിലേക്ക് വരുമ്പോൾ. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ എക്സ്പെൻസ് എന്ന് പറയുന്നത് ഡിപ്പെൻസ് അപ്പോൺ ദ കൺട്രി. അതായത് ഏഷ്യൻ രാജ്യങ്ങളിൽ തന്നെ, ഇപ്പൊ നമ്മൾ ഏഷ്യൻ രാജ്യങ്ങളാണ് നമുക്ക് കൂടുതൽ പറയാൻ പറ്റുക MBBS കാര്യത്തിൽ. പിന്നെ അത് ആ രാജ്യങ്ങളിൽ കമ്പാരിറ്റീവ്ലി ഇവിടെ 40 ലക്ഷം 50 ലക്ഷം വരുന്നത് നമുക്ക് എന്ത് ചെയ്യും, ചിലത് 20 ലക്ഷം വരുന്നുണ്ട്, 25 ലക്ഷം വരുന്നുണ്ട്. ആ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യും. പിന്നെ നമുക്ക് അഡ്മിഷൻ കിട്ടാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അവിടെ അഡ്മിഷൻ കിട്ടുക എന്നുള്ള പ്രോസസ്സും കൂടി അതിൽ വരുന്നുണ്ട്. മനസ്സിലായില്ലേ? വളരെ പൈസ കുറഞ്ഞു പറഞ്ഞാൽ നമ്മൾ പിന്നെ ഓരോ കൺട്രീസ് എടുത്തിട്ട്, അതായത് മെയിൻ ആയിട്ട് ഏഷ്യൻ കൺട്രീസ് ആണ്. മനസ്സിലായില്ലേ? സാറിന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഒരിക്കലും എന്തല്ല, ഈ ചില രാജ്യങ്ങളിൽ ഇത് റെക്കഗ്നൈസ് ചെയ്യുന്നില്ല എന്നും ചില രാജ്യങ്ങൾ റെക്കഗ്നൈസ് ചെയ്തു എന്നുള്ളതല്ല. അവിടെ പഠിക്കുന്ന MBBS ഇവിടെ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ എന്ത് വേണം, അത് അയാൾ ഏത് രാജ്യത്തേക്ക് മാറി പ്രാക്ടീസ് ചെയ്യുമ്പോഴും ആ രാജ്യത്തിന്റെ MOH എക്സാം പാസ്സാവണം. പ്രത്യേകിച്ചും മെഡിക്കൽ ഫീൽഡ് നിർബന്ധമാണ്. മനസ്സിലായില്ലേ? അത് ഒരു ചെക്ക് പോയിന്റ് ആയിട്ട് കണക്കാക്കിയാൽ മതി. പൈസ എന്ന് പറയുന്നത് ഡിപ്പെൻസ് ഓൺ ദ കൺട്രി, വേരിയേഷൻസ് ഉണ്ട്. അത് ഈ പറഞ്ഞ നമ്മളിവിടെ ഒരു പിന്നെ NRI സീറ്റിൽ 1 കോടി രൂപയാണ് വരുന്നത്. അതായത് ഒരു വർഷത്തേക്ക് 20 ലക്ഷം രൂപയാണ് ട്യൂഷൻ ഫീസ് MBBS. അങ്ങനത്തെ ഒരു കേസിൽ നമുക്ക് ഒരു 25 ലക്ഷത്തിനൊക്കെ MBBS കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അയാൾ അവിടെ പോയി പഠിച്ചാൽ മതി. അവിടെ ആ ഒരു കമ്പാരിസൺ ആണ് പലപ്പോഴും നടക്കാറുള്ളത്. ഇനി മാനേജ്മെന്റ് സീറ്റിലാണെങ്കിലും കേരളത്തിലെ അവസ്ഥ പറയുകയാണെങ്കിൽ 8 ലക്ഷം രൂപയാണ് ട്യൂഷൻ ഫീസ് ഒരു വർഷത്തേക്ക്. അപ്പോൾ ഒരു കുട്ടി 5 വർഷം പഠിക്കുമ്പോഴേക്ക് 40 ലക്ഷം രൂപയാവും. അപ്പോൾ ഈ 40 ലക്ഷത്തിന് പകരം 20 ലക്ഷം രൂപയാണ് വേറെ രാജ്യത്ത് പിന്നെ MBBS അയാൾ അവിടെ പോയി പഠിക്കുന്നു. മനസ്സിലായില്ലേ? ഓക്കെ. അപ്പൊ ഞാൻ ഇങ്ങനെ ഇവിടെ കേട്ടു, അതായത് ചൈനയിൽ പോയി പഠിച്ചിട്ട് വരുന്നവരിൽ ഒരു 95% പേരും ഇന്ത്യയുടെ എക്സാം പാസ്സാകാറില്ലെന്ന്. അത് ശരിയാണോ? അത് ഇപ്പോഴത്തെ പാസ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 10%-20% ഇടയിലാണ്. മനസ്സിലായില്ലേ?
അത് ശരിയാണ്. അത് കൃത്യമായ കണക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ മറ്റു രാജ്യങ്ങളിൽ പഠിച്ച് ഇവിടെ വന്നിട്ട് ഈ എക്സാം എഴുതി പാസ്സായപ്പോ വരുന്ന കഴിഞ്ഞ 2 വർഷങ്ങളിലെ കണക്ക് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. 10% 20% ഇടയിലാണ് പാസ് പെർസെന്റേജ്. 18%. മനസ്സിലായില്ല ഏത് പറഞ്ഞത്? കൺട്രിയിൽ പഠിച്ചാലോ അതോ സ്പെസിഫിക് ഏതെങ്കിലും കൺട്രി അങ്ങനെ പഠിച്ചാലാണോ പാസ് കൺട്രീസിന്റെ പെർസെന്റേജ്? ഒന്നുമല്ല. ഈ കുട്ടികളെ ഇതിപ്പോ കൺട്രീസ് നോക്കിയിട്ടൊന്നുമല്ലോ പാസ്സാക്കുന്നത്. ഈ പരീക്ഷ അത് എന്താണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് വളരെ കൃത്യമായ റീസൺ ഉണ്ട്. നമ്മൾ ഇവിടെ നീറ്റ് എക്സാം എഴുതി പാസ്സാവുന്ന ആള് എന്ന് പറയുന്നത് ഓന് പിന്നെ ഒരു ഗവൺമെന്റ് കോളേജിലോ അല്ലെങ്കിൽ അങ്ങനെ കിട്ടുന്ന ഒരാള്, അതായത് ഞാൻ പറഞ്ഞ ഒരു 600 മുകളിൽ റാങ്കിലുള്ള ഒരു കുട്ടിയും അതിന് താഴെയുള്ള ഒരു കുട്ടിയും തമ്മിൽ വ്യത്യാസമുണ്ട്. അൾട്ടിമേറ്റ്ലി അക്കാദമിക് പെർഫോമൻസ് വ്യത്യാസമുണ്ട്. ഈ എക്സാം എന്ന് പറയുന്നത് അവരെന്ത് ചെയ്യുന്നു, ഒരു നീറ്റ് പിന്നെ പിന്നെ നീറ്റിൽ നമ്മൾ ഇന്ത്യയിൽ പഠിക്കുന്ന ഒരു ഗവൺമെന്റ് കോളേജിലോ അല്ലെങ്കിൽ എയിംസിലോ ഒക്കെ പഠിക്കുന്ന രൂപത്തിൽ കുട്ടിന്റെ സ്റ്റാൻഡേർഡ് ബേസ് ചെയ്തിട്ടാണ് ഇവർ ഈ ക്വസ്റ്റ്യൻ പേപ്പർ പ്രിപ്പയർ ചെയ്യുന്നത്. അല്ലാതെ ഇതെങ്ങനെയും പാസ്സായി പോയിക്കോട്ടെ എന്നുള്ള രൂപത്തിലെല്ലാം. അപ്പോ അവിടെ പഠിച്ച ഒരാൾ മോശക്കാരനായിട്ടല്ല, ഇയാൾ ഈ എക്സാം ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിപ്പറേഷൻ നടത്തണം എന്നുള്ളത് വേറെ. ഇപ്പൊ നമ്മൾ PGക്ക് വേറെ എൻട്രൻസ് ചെയ്യുന്ന പോലെ തന്നെ ഈ ഒരു കടമ്പ അത് നമ്മൾ മറ്റു രാജ്യങ്ങളും ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. നമ്മളിവിടെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇതൊക്കെ നമ്മളിപ്പോ ഗൾഫിലേക്ക് MOHന്റെ എക്സാം എഴുതിയിട്ട് എത്ര ഡോക്ടർമാർ പാസ്സാവുന്നുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കണക്കുകൾ പരിശോധിക്കാറില്ലല്ലോ. ഇവിടെ ഇത് ചർച്ചാ വിഷയമാവുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു വിദേശ പഠനവും അങ്ങനത്തെ ഒരു MBBS പഠനവും. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെക്ക് പോയിന്റ് എന്ന് പറയുന്നത് എല്ലാ കൺട്രീസിലും ഉണ്ട് എന്നുള്ളതും ഇന്ത്യയിലും ഉണ്ട്. അത് പിന്നെ എന്താ പറയാ, ഈ പെർസെന്റേജിന്റെ കണക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ അവർ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രശ്നം പറയുന്നത് ഇതിന് പിന്നെ ഫീസ് വളരെ കൂടുതലാണ്, എക്സാം ഫീസ് കുറക്കണം എന്നുള്ളൊരു സംസാരം കുട്ടികളുടെ ഇടയിലുണ്ട്. പിന്നെ ഈ പെർസെന്റേജിന്റെ കണക്കുകളും എന്ത് ചെയ്യുന്നുണ്ട്, അത് ഒബ്വിയസ് ആണല്ലോ. പെർസെന്റേജ് ഇപ്പൊ എല്ലാ കേസിലും പെർസെന്റേജ് നമുക്ക് അറിയാൻ പറ്റുമല്ലോ. അതാണ് പെർസെന്റേജ്. അതിൽ പിന്നെ ഇനി മാറ്റം വരണം എന്ന് മാത്രം. അതല്ലാതെ ഇത് ഒരു രാജ്യത്ത് പോയി പഠിച്ചതിന്റെ എന്താ പറയാ വാല്യൂ കുറവ് കൂടുതൽ എന്നുള്ള കൺസെപ്റ്റ് അല്ല ഇത്. ഇത് എല്ലാ രാജ്യത്തും ചെക്ക് പോയിന്റ് ഉണ്ട് എന്നുള്ളത് നമ്മൾ എല്ലാവരും മനസ്സിലാക്കണം. ഇവിടെ MBBS കഴിഞ്ഞ ഒരാൾ വേറെ രാജ്യത്തേക്ക് പോയി വർക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അവരുടെ MOHന്റെ എക്സാം എഴുതണം എന്നുള്ള നിർബന്ധമാണ്. അത് ചിലപ്പോൾ കുറച്ചുകൂടി ഈസി ആയിട്ടുള്ള രാജ്യങ്ങൾ ഉണ്ടാവും മേ ബി. മനസ്സിലായില്ലേ? കുറച്ചുകൂടി എക്സാം എളുപ്പത്തിൽ ഉണ്ടാവും, അത് പാസ്സായി പോകാൻ എളുപ്പമായിരിക്കും എന്ന് മാത്രം. അവർ ചെക്ക് പോയിന്റ് അത്ര പ്രശ്നമില്ലാത്തൊരു ചെക്ക് പോയിന്റ് ആണ്. നമ്മൾ കുറച്ചുകൂടി ഇവർ നന്നായിട്ട് ഫിൽട്ടർ ചെയ്യാണ്. അതായത് ഇന്ത്യയിലെ മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ അവർ നന്നായിട്ട് ഫിൽട്ടർ ചെയ്യാണ്. അതായത് നന്നായിട്ട് ഫിൽട്ടർ ചെയ്യുമ്പോൾ പിന്നെ നീറ്റ് എല്ലാവർക്കും എന്താ കിട്ടാത്തത്, അവിടെ ഫിൽറ്ററിങ് നന്നായിട്ട് നടക്കുന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ JEE മെയിനോ JEE അഡ്വാൻസിനോ എന്താ കിട്ടാത്തത്, ഫിൽറ്ററിങ് നന്നായിട്ട് നടക്കുന്നതുകൊണ്ടാണ്. ഫിൽറ്ററിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന ആൾക്കാർ മതി എന്നുള്ളതാണ് ആ ഫിൽറ്ററിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ അത് ഓരോ രാജ്യങ്ങൾക്ക് എന്ത് ചെയ്യും, ചിലപ്പോൾ ഇപ്പോ ഒരാള് എന്ത് ചെയ്തു, ഈജിപ്തിൽ MBBS പഠിച്ചു, ഈജിപ്തിൽ MBBS പഠിച്ച് ഈജിപ്തിൽ വർക്ക് ചെയ്യണമെങ്കിൽ അയാൾക്ക് ചെക്ക് പോയിന്റ് ഒന്നുമില്ല, അയാൾക്ക് അവിടെ വർക്ക് ചെയ്യാം. ഇതേ ഈജിപ്തിലെ ആള് UAEക്ക് പോവാണ്, UAEയിൽ പോകുമ്പോൾ അവിടുത്തെ MOHന്റെ എക്സാം എഴുതണം, അയാൾക്ക് അവിടെ വർക്ക് ചെയ്യാം. അത് എഴുതി കഴിഞ്ഞാൽ ഇന്ത്യയിലേക്ക് വരണമെങ്കിലാണ് ഇന്ത്യയിലെ എക്സാം, ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്യണമെങ്കിലാണ് ഇന്ത്യയിലെ എക്സാം എഴുതേണ്ടത്. ഇതാണ് ഇതിന്റെ യഥാർത്ഥം. ബാക്കിയുള്ളതൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഡിപ്പെൻസ് ഓൺ ദ കൺട്രി. ഞാൻ ഈ പറഞ്ഞ ഡിഫറൻസ് വരുന്നത് എന്തുകൊണ്ട് ആളുകൾ പോകുന്നു വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ 40 ലക്ഷത്തിന്റെ താഴെയാണ് ഈ പറഞ്ഞ കൺട്രീസിലൊക്കെ ഫീസ് എന്ന് പറയുന്നത്. 40 ലക്ഷത്തിൽ കൂടുതൽ സ്ഥലത്തേക്ക് ആൾക്കാർ പോകുന്നില്ല, അല്ലെങ്കിൽ പൈസ കൂടിയ സ്ഥലത്ത് MBBS പഠിക്കുന്ന കേസ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. നമ്മൾ ഈ കാണുന്ന പരസ്യങ്ങളിൽ വരുന്നതൊക്കെ ഒരു 25 ലക്ഷം 20 ലക്ഷം റേഞ്ചിൽ MBBSന് ചെലവാകുന്ന രാജ്യങ്ങളാണ്. പ്രത്യേകിച്ച് ഏഷ്യൻ കൺട്രീസാണ് മിക്കവാറും രാജ്യങ്ങൾ. ഓക്കെ, മൂവ് ചെയ്യല്ലേ, കാരണം ആൾറെഡി സമയം കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ ഇതാണ് ഇതില് പിന്നെ ഏഷ്യൻ കൺട്രീസ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ കുറെ രാജ്യങ്ങളാണ്. വേണമെങ്കിൽ ഒന്ന് സ്പെസിഫൈ ചെയ്യാം: ദുബായ്, മലേഷ്യ, ഫിലിപ്പീൻസ്, സിംഗപ്പൂർ, ജോർജിയ, അർമേനിയ, അസർബൈജാൻ, ജപ്പാൻ. ഇതൊക്കെ നമ്മൾ ആ ഏഷ്യയിൽ ചില കൺട്രീസ് എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനത്തെ നമ്മൾ ചില സ്പെസിഫിക് ആയിട്ടുള്ള പഠനത്തിന് കൂടുതൽ ഞാൻ ഈ പറഞ്ഞ MBBS പോലുള്ള പഠനങ്ങൾ പിന്നെ കൂടുതലായിട്ട് വരുന്നുണ്ട്. പിന്നെ ഇപ്പൊ സിംഗപ്പൂർ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള കൺട്രീസാണ് എനിക്ക് തോന്നുന്നത്. ദുബായ് ഒക്കെ ചില കേസുകളിൽ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. പിന്നെ പൊതുവെ എല്ലാത്തിനും ഞാൻ ഈ പറഞ്ഞ IELTS വേണം എന്ന് പറയുന്ന ആളുകളാണ്. അതല്ലെങ്കിൽ അവരുടേതായ രൂപത്തിൽ യൂണിവേഴ്സിറ്റി നടത്തുന്ന ചിലപ്പോൾ എന്തെങ്കിലും പിന്നെ എൻട്രൻസുകളോ കാര്യങ്ങളോ ഇല്ല കേസുകൾ. അതായത് ഇതിലൊക്കെ എന്താ അറിയോ, ഒരു യൂണിവേഴ്സിറ്റി അനുസരിച്ച് വേരിയേഷൻ ഉണ്ടെന്നാണ്. രാജ്യം എന്നുള്ള കൺസെപ്റ്റ് അല്ല, യൂണിവേഴ്സിറ്റി അനുസരിച്ച് പിന്നെ എന്തുണ്ട് ഇതിൽ വ്യത്യാസങ്ങൾ വരുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ നല്ല ചെക്ക് പോയിന്റുകൾ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി ആയിരിക്കും എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. വളരെ ഈസി ഗോയിങ് ആണെങ്കിൽ നമുക്കിപ്പോൾ ഒരു സർട്ടിഫിക്കറ്റ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു എഞ്ചിനീയറിംഗ് കോളേജിലോ അല്ലെങ്കിൽ ഒരു ആർട്സ് ആൻഡ് സയൻസിലോ ഡയറക്റ്റ് പോയി അഡ്മിഷൻ എടുക്കുന്നതും നമ്മൾ അതിന്റെ ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് എഴുതി ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കുന്നതും തമ്മിൽ
എന്താണ് വ്യത്യാസം ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം ആ ഫിൽറ്ററിംഗിൽ തന്നെ വ്യത്യാസം. അവിടെ ആ ക്വാളിറ്റിയിലെ ആൾക്കാരാണ് എത്തുന്നത്. മൊത്തത്തിൽ അന്തരീക്ഷത്തിൽ വ്യത്യാസമുണ്ട്. അത് തന്നെയാണ് കോളേജ് മാറുമ്പോഴുള്ള വ്യത്യാസം. വിദേശത്തൊക്കെ പോയാലും ഇത് തന്നെയാണ് അവസ്ഥ. പിന്നെ ഇതിൽ ചില റാങ്കിങ്ങുകൾ നമുക്ക് ഇങ്ങനത്തെ റാങ്കിങ്ങുകൾ പരിശോധിക്കാം. ഇങ്ങനത്തെ റാങ്കിൽ വരുന്ന യൂണിവേഴ്സിറ്റി ആണോ എന്നുള്ളത് പരിശോധിക്കാം നമുക്ക്. പിന്നെ എന്താ പറയുക, ടൈംസ് ഹയർ എഡ്യൂക്കേഷന് QS റാങ്കിങ് തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഈ പറഞ്ഞ ഏതെങ്കിലുമൊക്കെ റാങ്കിങ് നമുക്ക് എന്ത് ചെയ്യാം, പരിശോധിക്കാവുന്നതാണ്. നമുക്ക് ഒരു പരിശോധിക്കാനുള്ള നമുക്ക് യൂണിവേഴ്സിറ്റി എങ്ങനെ ഉണ്ട് നമുക്ക് പരിശോധിക്കാനുള്ള ഒരു മാർഗ്ഗമാണ് ഞാൻ പറഞ്ഞത്. പിന്നെ സ്കോളർഷിപ്പുകൾ ഒരുപാടുണ്ട്. ഇതൊക്കെ ഈ സ്കോളർഷിപ്പുകളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ചിലത് എന്താണ്, ചില ഫൗണ്ടേഷൻസ് നൽകുന്നതാണ്, ചിലത് എന്താണ്, ചില പിന്നെ രാജ്യങ്ങൾ നൽകുന്നതാണ്, ചിലത് പിന്നെ ആ രൂപത്തിൽ ഈ പേരുകൾ. ഇത് മാത്രമല്ല, ഇനിയുണ്ട് സ്കോളർഷിപ്പുകൾ. അപ്പോൾ ഈ സ്കോളർഷിപ്പുകൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഫുൾ ബ്രൈറ്റ് പിന്നെ സ്കോളർഷിപ്പ് അല്ലെങ്കിൽ ഡാഡ് ഇപ്പൊ ഡാഡ് എന്ന് പറയുന്ന സ്കോളർഷിപ്പ് ആണെങ്കിൽ ജർമ്മനി പഠനത്തിൽ മാത്രം വരുന്ന സംഭവമാണ്. അപ്പൊ അങ്ങനെ ചില യൂണിവേഴ്സിറ്റികൾ മാത്രം വരുന്ന, അതിന്റെ പേരിൽ തന്നെ ചിലത് ഉണ്ട്. ആ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ വേണ്ടി മാത്രമാണ് ആ സ്കോളർഷിപ്പ് കിട്ടുന്നത്. ഇപ്പോൾ ഗേറ്റ്സ് കാംബ്രിഡ്ജ് സ്കോളർഷിപ്പ്, അപ്പൊ അത് ആ യൂണിവേഴ്സിറ്റിയിലാണ് വരുന്നത്. അപ്പോൾ ഈ സ്കോളർഷിപ്പുകൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ യൂണിവേഴ്സിറ്റി എന്നെ പ്രൊവൈഡ് ചെയ്യുന്ന സ്കോളർഷിപ്പുകളെ കുറിച്ചുള്ള വിവരങ്ങൾ യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിലും, അത് ഞാൻ യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ പോവാം. പിന്നെ സ്കോളർഷിപ്പ് ഡാറ്റാബേസുകൾ ഉണ്ട്. അതായത് വേൾഡ് വൈഡ് കൊടുക്കുന്ന സ്കോളർഷിപ്പുകൾ ഏതൊക്കെയാണെന്ന് അറിയാവുന്ന സ്കോളർഷിപ്പ് ഫൈൻഡർ ബൈ US ന്യൂസ്, ബിഗ് ഫ്യൂച്ചർ, പിന്നെ internationalscholarship.com എന്നൊക്കെ പറയുന്ന ഇന്റർനാഷണൽ ഡാറ്റാബേസുകളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പ്രധാനപ്പെട്ട കൺട്രീസിൽ യൂണിവേഴ്സിറ്റികൾ കൊടുക്കുന്ന സ്കോളർഷിപ്പ്. നമ്മളെ നല്ല യൂണിവേഴ്സിറ്റികളിലൊക്കെ നമ്മളെ ഇവിടുത്തേക്കാൾ കൂടുതൽ സ്കോളർഷിപ്പ് കൊടുക്കുന്ന അതായത് ശരിക്കും പറഞ്ഞാൽ ഇപ്പം വലിയൊരു യൂണിവേഴ്സിറ്റി എടുത്തു കഴിഞ്ഞാലും അവിടുത്തെ പഠന ചെലവ് 50 ലക്ഷം മുതൽ 70 ലക്ഷം വരെയാണ്. 1 കോടി വരെ വരുന്ന കേസുകളുണ്ട്. മനസ്സിലായില്ല? 50 ലക്ഷം മുതൽ, അതായത് ഒരു 25 ലക്ഷം മുതൽ 1 കോടി വരെ വരുന്ന, അതായത് ഞാൻ പറഞ്ഞ വേൾഡ് റാങ്കിങ്ങിൽ മുന്നിൽ നിൽക്കുന്ന യൂണിവേഴ്സിറ്റികളുടെ പഠന ചെലവ് പറയുന്നത്. അപ്പൊ അവിടെയൊക്കെ മിക്കവാറും ആളുകൾ സ്കോളർഷിപ്പ് വഴിയാണ് എന്ത് ചെയ്യുന്നത്, അവിടുത്തെ സ്കോളർഷിപ്പ് അവൈലബിലിറ്റി നോക്കിയിട്ട് അങ്ങനെയൊക്കെയാണ് പഠനത്തിന് പോകുന്നത്. അല്ലാതെ പോകുന്ന ആളുകളും ഉണ്ട്. ഒരു സാധാരണക്കാരൻ അവിടുത്തെ സ്കോളർഷിപ്പിന്റെ ഫെസിലിറ്റീസും കൂടി നോക്കി അതും കൂടി അപ്ലൈ ചെയ്ത് കിട്ടിയിട്ട് അങ്ങനെയൊക്കെയാണ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ അതൊക്കെ നോക്കുക. അപ്പൊ നമ്മൾ പരസ്യത്തിൽ കാണുന്ന ആളുകൾ ഈ പറഞ്ഞ എല്ലാം കൂടി ഒത്തുചേർന്നിട്ട് നമ്മൾ പറയാം 1 കോടി രൂപയുടെ സ്കോളർഷിപ്പ് കിട്ടി എന്ന് പറഞ്ഞൊക്കെ നമ്മൾ കാണുന്ന സാധനങ്ങൾ. കാരണം അവിടെ പഠിക്കാൻ അത്ര പൈസയാവും ഏകദേശം. നമ്മളത് വലിയ പൈസ, ഇവനിപ്പോ ആകെ 10 ലക്ഷം റുപ്യ ചിലവാകും, ബാക്കി 90 ലക്ഷം റുപ്യ എന്നുള്ളതല്ല. അവന് പഠിക്കാനും അവന്റെ എക്സ്പെൻസിനും അവന്റെ ബാക്കി അവിടെ ഉള്ള മീറ്റിംഗ് ആ ഒരു സംഭവത്തിന് തന്നെയാണ് ഈ 1 കോടി എന്നുള്ളത്. ആ ഒരു ചെലവ് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അത് കംപ്ലീറ്റ് ആയിട്ട് സ്കോളർഷിപ്പ് ആയിട്ട് കൊടുക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് PhD ആയിക്കോട്ടെ, PG ആയിക്കോട്ടെ, UG ആയിക്കോട്ടെ, എല്ലാത്തിനും അങ്ങനെയാണ് വരുന്നത്. അപ്പൊ ഞാനിത് തൽക്കാലം നമ്മൾ ഒരു ജനറലൈസ് ചെയ്ത് പറഞ്ഞതാണ്. പിന്നെ ഇനി നിങ്ങൾക്ക് സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. അതല്ലെങ്കിൽ എന്നോട് പറ്റുകയാണെങ്കിൽ ഞാൻ പറഞ്ഞുതരും. അതല്ലെങ്കിൽ എന്നെക്കാൾ വിദഗ്ധരായ ആൾക്കാർ ഈ കൂട്ടത്തിൽ തന്നെ ഉണ്ട്, അവരും പിന്നെ പറയും. അതല്ല ഇനി എഴുതിയിട്ട് അയക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, കുറച്ചുകൂടി റെഫർ ചെയ്തിട്ട് നമുക്ക് പറഞ്ഞുതരാൻ പറ്റും. സാറേ, അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതുപോലെ സാർ നേരത്തെ പിന്നെ ബിജേഷ് ബാബു എന്ന് പറഞ്ഞ സാറ് ചോദിച്ച പോലെ ചോദിക്കാം. എന്നെ കൊണ്ട് പറ്റുന്ന രൂപത്തിൽ ഞാൻ പറഞ്ഞാൽ, അതല്ലെങ്കിൽ വേറെ ആളുകൾ ഇതിൽ വിദഗ്ധമായി ഇരിക്കുന്നുണ്ട്, അവരെ ഹെൽപ്പ് ചെയ്യും. ഹലോ, ആ ഫോമിന്റെ ലിങ്ക് ഒന്നുകൂടെ ഇടുവോ? ഏതായിരുന്നു? ആ ഗൂഗിൾ ഫോമിന്റെ ലിങ്ക് അതെവിടെ കിട്ടുക? അത് ഇവർ ചാറ്റ് ബോക്സിൽ അവിടുന്ന് സാർ ആ ഫോമിന്റെ ലിങ്ക് ഒന്ന് ഇതിൽ ഇടാൻ പറ്റുമോ ചാറ്റില്? ഹലോ നാസർ സാർ, ഇല്ലേ? ഹലോ, ആ ഏതാണ് ഒരു ഗൂഗിൾ ഫോമിന്റെ എന്തൊരു ഈ ഡൗട്ട് ക്ലിയറൻസിന് വേണ്ടി ഒരു ഫോം ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അതൊന്ന് ഷെയർ ചെയ്യാനാണ് പറയുന്നത് അവര്. അത് ഇട്ടിട്ടുണ്ട് കിട്ടി.
ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ അതില് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ ഡീറ്റെയിൽസ് വെച്ചിട്ട് നിങ്ങൾ പിന്നെ ചോദിച്ചാൽ മതി. ഇനി ഇതല്ല, ഈ വിദേശ പഠനം അല്ലാതെ മറ്റുള്ള മേഖലകളെ കുറിച്ചുകൂടി ചോദിക്കാട്ടോ. അതായത് മറ്റുള്ള മേഖലകളെ കുറിച്ചുകൂടി ചോദിക്കാം എന്നുള്ളത് നമ്മൾ ഓൾറെഡി ഇതിൽ പറഞ്ഞിട്ടുണ്ട്. വേറെ അതായത് വിദേശ പഠനം അല്ലാത്ത പിന്നെ ബാക്കിയുള്ള കരിയർ മേഖലയെ കുറിച്ചിട്ടും ചോദിക്കാം എന്നുള്ളതുണ്ട്. അപ്പൊ അത് വേണമെങ്കിൽ ചോദിക്കാം. ഇപ്പൊ ഇതിൽ കയറിയ ആളുകൾ, കാരണം കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പിന്നെ പല ആളുകൾക്കും കയറാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായിട്ടുണ്ട് ഇതിന് മുമ്പത്തെ കേസുകളിലൊക്കെ. സർ, അയർലാൻഡിന്റെ സ്റ്റഡീസിനെ കുറിച്ചൊന്ന് പറയോ? അയർലൻഡ് എന്ന് പറയുന്നത് ഒരു യൂറോപ്യൻ കൺട്രിയാണ്. പിന്നെ സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ പിന്നെ IELTS വേണം എന്നുള്ളതാണ്. ഒരു 60% മാർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഒരു 60% മാർക്കിന് മുകളിലുള്ള ആളുകൾക്കാണ്. പിന്നെ ഒരു എന്താ പറയാ, ഇപ്പൊ നമ്മൾ +2 കഴിഞ്ഞിട്ട് പോവാണ് UG പഠനത്തിനാണെന്നുണ്ടെങ്കിൽ പിന്നെ അത്യാവശ്യം എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു കൺട്രിയാണ് അയർലൻഡ് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ അവര് ഈ ചെക്ക് പോയിന്റ് കൂടുതൽ വെക്കുന്ന, അതായത് ഈ IELTS വേണം നിർബന്ധം പിടിക്കുന്ന ഒരു രാജ്യമാണ്. ഈ IELTS എന്നുള്ളത് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ട്, ഇതിലൊക്കെ സ്കോറിന്റെ ഡിഫറൻസ് വലിയ ഇമ്പോർട്ടന്റ് ആണ്. IELTS എന്ന് പറയുന്നതിന് 6.5 മുതൽ 8.5 അല്ലെങ്കിൽ 9 വരെ വരുന്ന ഈ സ്കോർ ഡിഫറൻസ്, IELTS മാത്രമല്ല, ഇപ്പൊ ടോഫിലാണെങ്കിൽ PT-യിലാണെങ്കിലും ഒക്കെ സ്കോർ എത്ര പറയുന്നു എന്നുള്ളതും ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഇതിൽ ഏകദേശം ഒരു പിന്നെ ഒരു 30 to 35 lakhs നമുക്ക് ചിലവാകുന്ന ഒരു കൺട്രിയാണ് പിന്നെ അയർലൻഡ് എന്ന് പറയുന്നത്, ഒരു നോർമലായിട്ട്. പിന്നെ പാർട്ട് ടൈം ജോബ് ചെയ്യാൻ പിന്നെ ഉള്ള ഒരു 20 മണിക്കൂർ പാർട്ട് ടൈം ജോബ് ചെയ്യാം. പിന്നെ 1 വർഷം വരെ നമുക്ക് എന്ത് ചെയ്യും, ഞാൻ ഈ പറഞ്ഞ പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസ അവർ അനുവദിക്കുന്നുണ്ട്, അതായത് UG കഴിഞ്ഞിട്ടാണെങ്കിൽ. പിന്നെ PG ആണെന്നുണ്ടെങ്കിൽ പിന്നെ ഞാനിതൊക്കെ എന്താ പറയുക, PPT ആയിട്ട് നമുക്ക് 3/4 മണിക്കൂറുള്ളതുകൊണ്ട് ഞാൻ എഴുതട്ടെ. ഞാനിവിടെ കൃത്യമായിട്ട് അതൊക്കെ ഇതിൽ റെഫർ ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാനിത് ഇങ്ങനെ ഇതിൽ പറയുന്നത്. പിന്നെ എന്താ പറയുക, PG ആണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഒരു 22 lakhs വരും. പിന്നെ എന്താ പറയുക, 24, അതായത് 24 മാസം എന്ന് പറഞ്ഞാൽ 2 വർഷം വരെ നമുക്ക് ഇത് കിട്ടും, പോസ്റ്റ് സ്റ്റഡി വർക്ക്. അതായത് പോസ്റ്റ് സ്റ്റഡി പഠനത്തിന് ശേഷം നമുക്ക് 2 വർഷം കൂടി നിൽക്കാം എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ OPT എന്നൊക്കെ പറയുന്ന സാധനം 2 പേരിൽ അറിയപ്പെടുന്നത്. മനസ്സിലായി? പിന്നെ വേറെ ഈ ചെലവ് മാത്രമല്ല നമ്മൾ നോക്കേണ്ടത്. ഞാൻ ഈ പറയുന്ന ഈ ചെലവ് പറഞ്ഞ ട്യൂഷൻ ഫീസാണ്. പിന്നെ അവിടെ എന്താ പറയാ, ബാക്കിയുള്ള എമൗണ്ടുകൾ നമ്മൾ ടോട്ടലായിട്ട് ഒരു 20-22 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്യൂഷൻ ഫീസും അതല്ലാത്ത എക്സ്പെൻസും ഒക്കെ കൂടിയിട്ടാണ് ഞാൻ പറയുന്നത്. ടോട്ടൽ എക്സ്പെൻസ് എന്നുള്ളതാണ് ഉദ്ദേശിച്ചത് കേട്ടോ. അതിൽ ഞാൻ പറഞ്ഞ 2-3-4 കാര്യങ്ങൾ ആഡ് ചെയ്ത് നമ്മൾ ആലോചിക്കണം എന്നർത്ഥം. അതായത് ട്യൂഷൻ ഫീസ്, നമുക്ക് അവിടെ നിൽക്കാൻ എത്ര സമയം നിൽക്കുന്നു അതിന്റെ ഫീസ്, എക്സ്പെൻസ്, മന്ത്ലി എക്സ്പെൻസ് അല്ലെങ്കിൽ ഇയർലി എക്സ്പെൻസ് എത്രയാണ് വരുന്നത് വെച്ചാൽ അത്, പ്ലസ് നമ്മളുടെ വിസ പ്രോസസ്സിങ്, പ്ലസ് പിന്നെ പോക്കുവരവിനനുസരിച്ചുള്ള അടക്കമുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. കാരണം ഇവിടേക്കൊക്കെ ഏകദേശം എനിക്ക് തോന്നുന്നത് ടിക്കറ്റിന് തന്നെ 1 ലക്ഷം രൂപയാവും ഏകദേശം. അതായത് ഏറ്റവും കുറവ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് ഈ യൂറോപ്യൻ കൺട്രീസിലേക്ക് 75,000 രൂപയ്ക്കാണ് ഏറ്റവും കുറഞ്ഞ ടിക്കറ്റ് നിരക്ക്. അത് 1.5 ലക്ഷം വരെയൊക്കെ പോകും. അതാണ് ലക്ഷങ്ങളെ കണക്കാണ്. നമ്മളത് ഒക്കെ പരിഗണിക്കേണ്ട കേസാണെന്ന് ഉദ്ദേശിച്ചതാണ്. ഇതാണ് അയർലൻഡ്. പിന്നെ കോഴ്സുകൾ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ, 2-3-4 ടൈപ്പ് കോഴ്സുകളുണ്ട്. ഇപ്പൊ 1 ഇയർ PG ആണെങ്കിൽ 1 ഇയർ PG ഡിപ്ലോമ എന്ന് പറഞ്ഞിട്ട് പഠിക്കാം. അതല്ലെങ്കിൽ 2 ഇയറിൽ PG ഉള്ള കേസുകളുണ്ട്. പിന്നെ UG ആണെങ്കിൽ 4 വർഷത്തെ ഉണ്ട്. മനസ്സിലായില്ലേ? ചിലത് എന്താ പറയാ 3 വർഷത്തെ വരുന്നുണ്ട്. UG ഡിപ്ലോമ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നമ്മളിവിടേക്ക് അത് വന്നു, ഡിപ്ലോമ എന്ന് പറഞ്ഞാൽ. അവിടെ പല കൺട്രീസിലും ഓൾറെഡി ഇല്ലാണ്. 4 വർഷത്തെ കോഴ്സുകൾ, 4 വർഷത്തെ ഡിഗ്രി ഇത് കംപ്ലീറ്റ് ചെയ്യാം. അതല്ലെങ്കിൽ 2 വർഷം 3 വർഷമായിട്ട് കംപ്ലീറ്റ് ചെയ്യാം. പൈൻസ് ഡിപ്ലോമ എന്നൊക്കെ പറയും. അതായത് ഒരിക്കലും നമ്മൾ ജനറലൈസ് ചെയ്ത് പറയാൻ കഴിയില്ല. ഒരു കൺട്രീസ്, ഒരു കോളേജ്, ഇതിനനുസരിച്ചൊക്കെ നമ്മൾ കോഴ്സ്, ഇതൊക്കെ അനുസരിച്ച് എന്ത് ചെയ്യും, ഇതിന്റെ ഡ്യൂറേഷൻ കാര്യങ്ങൾ മാറ്റം വരും. ഈവൻ ഫീസിലടക്കം മാറ്റം വരും ഒറ്റയടിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ.
ഒരു രാജ്യത്തിന് ഇത്ര ഫീസ് ചെയ്യുന്ന കൺസെപ്റ്റ് അല്ല. അതൊക്കെ ഒരു നമ്മൾ ഏകദേശം എന്താ പറയാ ഒരു 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 റൗണ്ട് ചെയ്യുന്ന ഒരു സാധനമാണ് ഞാൻ പറഞ്ഞത്. ഏകദേശം നമുക്കൊരു ആവറേജ് എന്ന രൂപത്തിൽ കണക്കാക്കിയാൽ മതി. അപ്പോ പിന്നെ അതിന് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ മെയിനായിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളാണ്. പിന്നെ ഒരു 60% എബവ് മാർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് പോകാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ സക്രിയ സാർ, ഞാൻ പറയൂ. ഇസുദ്ദീൻ, ഒരു കറക്ഷൻ ഒന്ന് പറഞ്ഞോട്ടെ. പറഞ്ഞോളൂ സാർ. നേരത്തെ ഒരു പാരന്റ് ചോദിച്ചിരുന്നില്ല ഏതൊക്കെ DBS കഴിഞ്ഞു വന്നു കഴിഞ്ഞാല് ഇവിടെ എക്സിറ്റ് ടെസ്റ്റ് ഉണ്ടല്ലോ, നെക്സ്റ്റ് പോലത്തുള്ള അല്ലെങ്കിൽ EFMG പോലെയുള്ള ഇത് എക്സംഷൻ ഉണ്ടോന്ന് ചോദിച്ചു. അപ്പൊ US, UK, കാനഡ, ഓസ്ട്രേലിയന്ന് കഴിഞ്ഞ് വന്ന ന്യൂസിലാൻഡ് അടക്കം ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് അവർക്ക് ഈക്വലൻസി മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ സ്ക്രീനിങ് ടെസ്റ്റ് ആവശ്യമില്ല എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ 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 നമ്മള് കുറച്ച് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് ഓൾറെഡി ഗൂഗിൾ ഫോമിൽ. സെഷൻ ഇപ്പം കംപ്ലീറ്റഡ് ആണല്ലോ അല്ലെ? നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടന്നല്ലോ അല്ലെ? ചോദ്യങ്ങളിലേക്ക് കടന്നിട്ടുണ്ട്. അപ്പൊ നമ്മള് എന്താണ് ചോദിച്ചത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഓക്കെ, ഞാൻ പിന്നെ ഗൂഗിൾ ഫോമിലേക്ക് കുറച്ച് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോ എല്ലാവരും ഗൂഗിൾ ഫോമിലേക്ക് ചോദ്യങ്ങൾ ഇടാൻ ശ്രമിക്കും. നമുക്ക് അതിൽ നിന്ന് ഓരോന്നായിട്ട് ചോദിക്കാൻ പറ്റും. ഒന്നാമത്തെ ചോദ്യം, പിന്നെ BSc സൈക്കോളജി കഴിഞ്ഞൊരു ആളാണ്. അപ്പോൾ IT കോഴ്സ് പഠിക്കാൻ അബ്രോഡ് കൺട്രിയിലേക്ക് പോകാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ IT AI മേഖലകളിലൊക്കെ നമുക്ക് ഇന്ത്യയിൽ ജോലി എടുക്കുന്നതിന് അത് എന്തെങ്കിലും പ്രയാസം വരുമോ? BSc സൈക്കോളജിയോ? അതെ, BSc സൈക്കോളജിയാണ് കഴിഞ്ഞത്. MA കോഴ്സിനായിട്ടാണ് IT AI ഫീൽഡിലേക്ക്. അത് നമ്മള് പിന്നെ ഈ +2 അടിസ്ഥാനത്തിലുള്ള കോഴ്സുകൾ നമ്മൾ സെലക്ട് ചെയ്യേണ്ടി വരും IT. അല്ലാതെ ഈ ഡിഗ്രിന്റെ ബേസിൽ നമുക്ക് PG എന്നുള്ള രൂപത്തിൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ആരാണ് ചോദിച്ചതെന്ന് എനിക്കറിയില്ല. ഞാൻ അതിന്റെ ഒരു ജനറലൈസ് ചെയ്ത ഇതാണെന്ന് പറയുന്നത്, BSc സൈക്കോളജി കഴിഞ്ഞിട്ട് തുടർ പഠനമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ എന്താ പറയാ, നമ്മൾ ഒരു +2 ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, IT മേഖലയിൽ പഠനം പിന്നെ ആദ്യം മുതൽ സ്റ്റാർട്ട് ചെയ്യണം. അതായത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഫീൽഡ് മാറുകയാണല്ലോ. നേരെ മറിച്ച് ഇപ്പൊ ഒരു MBA പോലുള്ള അങ്ങനത്തെ ഒരു കേസൊക്കെ ആണെങ്കിൽ നമുക്ക് ജനറൽ ഒരു കോഴ്സിനൊക്കെ നമുക്ക് പോകുന്നതുകൊണ്ട് പ്രശ്നമില്ല. പക്ഷെ ഫീൽഡ് മാറുമ്പോൾ നമ്മൾ അതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചാലാണ് ഹയർ സ്റ്റഡീസിന് നല്ല കോളേജുകളിൽ പഠിക്കാൻ പറ്റുള്ളൂ. കാരണം അങ്ങനെ ഒരു സ്വിച്ചിങ് അവർ എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ ഈ ഇന്റർവ്യൂ പ്രോസസ്സിലൊക്കെ നന്നായിട്ട് ചോദിക്കും, എന്തുകൊണ്ടാണ് ഇത് സ്വിച്ച് ചെയ്യുന്നത്, പിന്നെ ഇത് തന്നെ നമ്മൾ എന്തുകൊണ്ട് ഈ ക്വാളിഫിക്കേഷൻ ആണ് കൊടുക്കുന്നതെങ്കിൽ അത് അവർക്കത് എന്താ പറയാ, ആ ഒരു സംഭവം നമുക്ക് തന്നെ ഇവിടെ അക്സെപ്റ്റബിൾ അല്ലല്ലോ. ഇപ്പൊ ഒരു BSc സൈക്കോളജി കഴിഞ്ഞ ഒരാള് ഹയർ സ്റ്റഡീസിന് ഒരിക്കലും IT ഫീൽഡിൽ പ്രോത്സാഹിപ്പിക്കുന്ന കേസുകളുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞത് അവര് കുറച്ചും കൂടി ചെക്ക് പോയിന്റിലുള്ള ആളുകളാണ് ആ കേസിൽ എന്ന് പറഞ്ഞത്. ഉണ്ടാവും, വളരെ റെയറാണ് ഉണ്ടെങ്കിൽ തന്നെ. പക്ഷെ അത് നമ്മൾ പോവുകയാണെങ്കിൽ എങ്ങനെ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ +2 ബേസിൽ നമ്മൾ പോയിട്ട് അങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും നന്നാവുക, ഒരു UG PG എന്നുള്ള രൂപത്തിൽ. രണ്ടാമത്തെ ഒരു ചോദ്യം വന്നത്, പിന്നെ ഓസ്ട്രേലിയ ന്യൂസിലാൻഡിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാനുള്ള അപ്പർ ഏജ് ലിമിറ്റ് എത്രയാണ്? ഒരു 30+ മുകളിലേക്ക് പോകണമെങ്കിൽ എല്ലാ സ്ഥലത്തും ഒരു ചോദ്യചിഹ്നമാണ് 30 വയസ്സിന് മുകളിലേക്ക്. മനസ്സിലായില്ലേ? പിന്നെ അത് PG ആണെങ്കിൽ PGയിലാണ് അത് പ്രോത്സാഹിപ്പിക്കപ്പെടുന്നത്. UG ആകുമ്പോൾ നമ്മൾ ഒരു വല്ലാതെ നമ്മൾ പിന്നെ +2 കഴിഞ്ഞിട്ട് വല്ലാതെ അവർ പ്രോത്സാഹിപ്പിക്കുന്നില്ല. PGക്ക് അവരെന്താ വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഏജ് ലിമിറ്റ്, അതായത് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ 30+ ഒക്കെ എന്ന് പറയുന്നത് ഇതാവുന്നുണ്ട്. എന്നാൽ പോലും മാക്സിമം ഇതിലപ്പുറത്തേക്ക് പ്രതീക്ഷിക്കേണ്ടതാണ്. അതിന് ശേഷമുള്ള ആളുകളെ അവരെന്ത് ചെയ്യുന്ന വെച്ചാൽ അങ്ങനെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഹയർ സ്റ്റഡീസിനെ പ്രോത്സാഹിപ്പിക്കുള്ളൂ. ഇപ്പൊ PhD പിന്നെ അങ്ങനെയുള്ള ഒരു കേസിലാണ്. PG ഒരു പരിധി വരെ നമുക്കൊരു 30-35 വയസ്സ് വരെയൊക്കെ പോകാൻ
പറ്റും. ഇങ്ങനത്തെ ഒരു മൈഗ്രേഷൻ പ്രോസസ്സിലാണ് പറയുന്നത്. UG ആകുമ്പോൾ നമ്മൾ കുറച്ചും കൂടി വല്ലാതെ നമ്മൾ പിന്നെ ഏജ്, അതായത് ഇത് പറ്റൂല എന്ന് അവർ തീർത്ത് പറയുന്നില്ല, പക്ഷെ ഇതൊക്കെ അവർ തള്ളുന്നതെന്ന് വെച്ചാൽ നമ്മൾ വിസ പ്രോസസ്സിംഗിൽ തള്ളുന്ന ഉദ്ദേശിച്ചു. മനസ്സിലായില്ലേ? അവര് ഇപ്പോൾ ഇന്ന ഏജിലുള്ള ആളുകൾ പറ്റുള്ളൂ എന്ന് സ്പെസിഫിക് ആയിട്ട് പറയുന്നില്ല അങ്ങനെ. പക്ഷേ ഞാൻ ഈ പറഞ്ഞ ഇന്റർവ്യൂ പ്രോസസ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ വിസ പ്രോസസ് ചെയ്ത് വരുന്ന കേസിൽ വിസ റിജക്ട് ചെയ്യുന്നതിന് ഒരു കാരണമാണ് ഏജ് എന്ന് പറയുന്നത്. നമ്മൾ ആ ഒരു ലിമിറ്റിലുള്ള ആളുകൾ, ഒരു പർട്ടിക്കുലർ ഏജ് കഴിഞ്ഞ ആളുകൾ UG കോഴ്സുകൾക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ചും PG PhD അങ്ങനത്തെ പഠനങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് ഏജ് ലിമിറ്റ് വലിയ പ്രശ്നമല്ല. എന്നാൽ പോലും PG ഒക്കെ ഒരു 35-ന്റെ മുകളിലേക്ക് പോകാതിരിക്കാനുണ്ട്. PhD ഒക്കെ ആകുമ്പോൾ പിന്നെ ഒരു പരിധി വരെയൊക്കെ നമുക്ക് അങ്ങനെ ഒരു പ്രശ്നങ്ങൾ വരില്ല. നമ്മളുടെ വർക്ക് അനുസരിച്ചാണ്. അതായത് നമ്മുടെ പ്രൊപ്പോസലും നമ്മുടെ ബാക്കിയുള്ള പിന്നെ പെർഫോമൻസ് അനുസരിച്ചാണ് കാര്യങ്ങൾ. പൊതുവേ ഇല്ല, പക്ഷേ വിസ പ്രോസസ്സിംഗിൽ ഇങ്ങനെ ഒരു പ്രശ്നങ്ങൾ വരാറുണ്ട് പലപ്പോഴും കുട്ടികൾക്ക്. കുട്ടികളല്ല, ഈ പറഞ്ഞ ഏജ് ഒരു പ്രശ്നമായിട്ട് അവര് ഫോക്കസ് ചെയ്യുന്നുണ്ട് എന്ന്. ഓക്കെ, താങ്ക് യു സർ. അടുത്തൊരു ചോദ്യം വന്നത്, യൂറോപ്പില് അക്കൗണ്ടിങ് ഫിനാൻസ് കോഴ്സ് പഠിക്കാൻ പറ്റിയ കൺട്രി ഏതാണ്? യൂറോപ്പില് പഠനത്തിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി ഞാൻ പറഞ്ഞില്ല, UK ആണ്. ഏകദേശം എല്ലാ കോഴ്സുകളും നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം UK. കുറെ യൂണിവേഴ്സിറ്റികൾ ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത, നല്ല യൂണിവേഴ്സിറ്റികളാണെങ്കിൽ തന്നെ. പിന്നെ മറ്റുള്ള ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ UK ആണ്. അതായത് അക്കൗണ്ടിങ് ആണെങ്കിലും ആ മേഖലയാണെങ്കിലും ഒക്കെ. അതായത് മറ്റു രാജ്യങ്ങൾ എന്ന് പറയുന്നത്, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, ജർമ്മനി, ചില രാജ്യങ്ങൾ ചില ഏരിയയാണ് അക്കൗണ്ട്സ് വല്ലാതെ പ്രോത്സാഹിപ്പിക്കുന്ന രാജ്യങ്ങൾ സ്പെസിഫിക് ആയിട്ട് എടുത്തു പറയാനില്ല. ഇപ്പൊ ഞാൻ ജർമ്മനി പോലുള്ള ഒരു രാജ്യം പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ, അവര് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പിന്നെ പാരാമെഡിക്കൽ, പ്രത്യേകിച്ച് നഴ്സിംഗ് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കൺട്രിയാണ്. കാരണം അവർക്ക് അത്രയും ആവശ്യകത ഉണ്ട് അവിടെ. പിന്നെ IT സെക്ടർ നന്നായിട്ട് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കൺട്രിയാണ് ജർമ്മനി. ഈ രണ്ട് മേഖലയിലും ഞാൻ ഈ പറഞ്ഞ സ്കോളർഷിപ്പ് മറ്റേ കൊടുത്തിട്ട് ആളുകൾ കൊണ്ടുപോകുന്നുണ്ട്. അവിടെ പഠനം ഫ്രീ ആണ് എന്ന് പറയുന്ന കേസ് പ്രത്യേകിച്ചും ഈ നഴ്സിംഗ് ആണ് ഒന്ന്. അതായത് അല്ലാതെ അക്കൗണ്ടിങ് പഠിക്കാൻ സ്പെസിഫിക് ആയിട്ട് രാജ്യങ്ങൾ എന്ന് പറയാൻ മാത്രമില്ല. പിന്നെ യൂറോപ്യൻ കൺട്രീസിൽ ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ UK തന്നെയാണ് പഠനത്തിന്റെ കാര്യത്തിൽ. താങ്ക് യു സർ. അടുത്തൊരു ചോദ്യം വന്നത്, സൈക്കോളജിക്ക് ഏറ്റവും നല്ല കൺട്രി ഏതാണ്? സൈക്കോളജി എന്ന് പറയുന്നത് പിന്നെ കുറച്ച് പ്രത്യേകിച്ചും സൈക്കോളജി എന്ന് പറയുന്ന കോഴ്സ് സൈക്കോളജി BSc കഴിഞ്ഞ ഒരാൾക്ക് മൈഗ്രേഷൻ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് MSW ആണ്. ഓക്കെ, MSW അതായത് സോഷ്യൽ വർക്കിന് ഇവര് കൺട്രീസ് നന്നായിട്ട് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ നമ്മൾ അങ്ങനത്തെ എന്തെങ്കിലും ഒരു PG നമ്മൾ ചെയ്താൽ, സൈക്കോളജി കഴിഞ്ഞ ഒരാളെ അങ്ങനത്തെ ഒരു PG ചെയ്ത ആളുകൾക്ക്, അല്ലെങ്കിൽ അങ്ങനത്തെ PG പഠിക്കാൻ നമുക്ക് പിന്നെ ഈ പറഞ്ഞ കാനഡ നന്നായിട്ട് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രാജ്യമാണ്. പിന്നെ ഈ BSW MSW അങ്ങനത്തെ ഒരു സോഷ്യൽ വർക്കേഴ്സിനെ പ്രോത്സാഹിപ്പിക്കുന്ന പ്രധാനപ്പെട്ട രാജ്യം കാനഡയാണ്. പിന്നെ സൈക്കോളജി എന്ന് പറയുന്നത് പിന്നെ PhD ഒക്കെ അവിടെ ഒരു ഹയർ സ്റ്റഡീസ് ഒക്കെ കഴിഞ്ഞ ആളുകൾക്ക് നമ്മൾ എടുത്തു മാറില്ല. അവിടെ സൈക്കോളജി എന്ന് പറയുന്നത് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ഫീൽഡായിട്ട് തന്നെ കാണുന്നത്. നമ്മളിപ്പോൾ ക്ലിനിക്കൽ സൈക്കോളജി ഒക്കെ അവിടെ എല്ലാവരും വളരെ റാൻഡമായിട്ട്, നമ്മളിപ്പോൾ ഈ ഡെവലപ്ഡ് കൺട്രീസിൽ റാൻഡമായിട്ട് നല്ല പിന്നെ എന്താ പറയുക കൺസൾട്ടിങ് നല്ല സാമ്പത്തികം വെച്ചുണ്ടാക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ് നമ്മൾ. പക്ഷെ അതിൽ ഒരു PhD ലെവലിലേക്ക് പോകണമെന്ന് മാത്രം സൈക്കോളജിയിൽ. അവിടെ ഇതിൽ യൂണിവേഴ്സിറ്റിയിൽ PG കഴിഞ്ഞ് നമ്മൾ PhD ലെവലിൽ അവിടെ അതിന് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ്. നമ്മളിവിടെ ആളുകൾക്ക് അതൊരു എന്താ പറയുക ഒരു പ്രത്യേക പ്രശ്നമായിട്ടുള്ള ആളുകൾക്ക് പോകുക എന്നുള്ളതാണ്. അവിടെ വളരെ നോർമലായിട്ട് ആൾക്കാർ എന്ത് ചെയ്യും, ഈ ക്ലിനിക്കൽ സൈക്കോളജി എന്ന് പറയുന്ന അല്ലെങ്കിൽ അങ്ങനെ കൺസൾട്ട് ചെയ്യുന്ന രീതിയുണ്ട്. അപ്പോൾ അതിന് നന്നായിട്ട് പേയ്മെന്റും ഉള്ള ഒരു രാജ്യങ്ങളാണ് ഈ പല യൂറോപ്യൻ കൺട്രീസ് ആയിക്കോട്ടെ, US കാനഡ ഒക്കെ അങ്ങനത്തെ ഓപ്പർച്യൂണിറ്റീസും ഉണ്ട്. പക്ഷേ ഹയർ സ്റ്റഡീസ് ഇതൊക്കെ ഈ കടമ്പകൾ കഴിയണമെന്ന് മാത്രം. നമ്മൾ വെറുതെ ഒരു MSc സൈക്കോളജി കഴിഞ്ഞ് പോയിട്ട് കാര്യമില്ല, PhD എങ്കിലും നമുക്ക് വേണം. PhD കഴിഞ്ഞ് പോസ്റ്റ് ഡോക്ടറേറ്റ് കഴിഞ്ഞ ആളുകളെയാണ് ആളുകൾ കൺസൾട്ട് ചെയ്യാൻ വരുള്ളൂ എന്ന് മാത്രം. പക്ഷെ അത് നല്ല സാധ്യതയുള്ള മേഖലയാണ്. പിന്നെ നമുക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന വേറൊന്നാണ് സോഷ്യൽ വർക്ക് എന്ന് പറയുന്നത്.
അതിന് കാനഡ പോലുള്ള രാജ്യങ്ങളൊക്കെ ഭയങ്കര പ്രോത്സാഹനമാണ്. MSW കഴിഞ്ഞ ആളുകൾ അല്ലെങ്കിൽ അത് പഠിക്കാൻ ഒക്കെ. ഓക്കെ, താങ്ക് യു സർ. അടുത്തത് പിന്നെ കമ്പ്യൂട്ടർ സയൻസിൽ ഒരു ബാച്ചിലർ ഡിഗ്രി ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇപ്പം ജർമ്മനിയിലെ പഞ്ചാബ് യൂണിവേഴ്സിറ്റിയിലാണ്. അപ്പൊ അവിടെ സ്കോളർഷിപ്പുകൾ ഏതെല്ലാമാണ് കിട്ടുക, എപ്പോഴാണ് അപ്ലൈ ചെയ്യേണ്ടത്? സ്കോളർഷിപ്പ് ഞാൻ പറഞ്ഞ നമ്മള് എന്താ പറയാ, ഇതിന്റെ ഡാറ്റാബേസിൽ ഈ പറഞ്ഞ യൂണിവേഴ്സിറ്റീന്റെ പിന്നെ ഇതിലാണ് അവർ കൊടുക്കുന്ന സ്കോളർഷിപ്പുകൾ. ഇത് ഈ സ്കോളർഷിപ്പുകളുടെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, ചില കേസിൽ ഞാൻ അങ്ങനെ തന്നെ പറയാം, ചില വർഷങ്ങളിൽ മാത്രം കൊടുക്കുന്ന സ്കോളർഷിപ്പ് ഉണ്ട്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ ആളുകൾ പെട്ടെന്ന് അവർക്ക് എന്ത് ചെയ്യണം, ഇത്ര ആൾക്കാരെ അവർ ഉദ്ദേശിക്കുന്നുണ്ടാവും, അതായത് ഈ ഏരിയയിൽ ഇത്ര ആൾക്കാരെ ഈ വർഷം കൊണ്ട് നമുക്ക് ഉണ്ടാക്കണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. അവരെന്ത് ചെയ്യും, ജർമ്മനിന്റെ ഒരു പ്രത്യേകത ഞാൻ പറയുന്നുണ്ട്, ജർമ്മനിക്കാർ ആ കാര്യത്തിലൊക്കെ വിദഗ്ധന്മാരാണ്. അവർ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിട്ടാണ് പരിപാടി ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണം, അവർക്ക് 4 വർഷം കഴിഞ്ഞ് എത്ര നേഴ്സുമാരെ വേണം, അപ്പൊ അവര് പൈസ ഇറക്കി പഠിപ്പിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അവരെന്ത് ചെയ്യുന്ന വെച്ചാൽ, ഈ സ്കോളർഷിപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ആളുകളെ അട്രാക്ട് ചെയ്യലാണല്ലോ പ്രധാനപ്പെട്ട, നല്ല ആളുകളെ അട്രാക്ട് ചെയ്യലാണ്. അപ്പോ ചില സ്പെസിഫിക് ആയിട്ടുള്ള ടൈമിൽ സ്കോളർഷിപ്പ് കൊടുത്ത് പഠിപ്പിക്കുന്ന കേസുകളുണ്ട്. ചില കോഴ്സുകൾക്ക് ആ യൂണിവേഴ്സിറ്റിന്റെ കേസിൽ ആ യൂണിവേഴ്സിറ്റി പറയുന്ന വെബ്സൈറ്റിൽ അല്ലെങ്കിൽ ആ ഒരു വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ അങ്ങനെ സ്പെസിഫിക് ആയിട്ടുള്ള കേസുകൾ അങ്ങനെ കിട്ടും. അല്ലാത്ത കേസുകൾ ഞാൻ ഈ പറഞ്ഞ ഡാറ്റാബേസുകളിൽ പോയാൽ പിന്നെ ഏത് കോഴ്സിനാണ്, നമ്മൾ ഒരിക്കലും ഒരു യൂണിവേഴ്സിറ്റി എന്നുള്ളതല്ല, ചില കോഴ്സുകൾക്കാണ് പ്രത്യേകിച്ചും പിന്നെ സ്കോളർഷിപ്പുകൾ കൊടുക്കുന്നത് പലപ്പോഴും. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് ഇത്ര ആളുകൾ ഇത്ര വർഷം കഴിഞ്ഞ ആവശ്യമുള്ളത് എന്നുള്ള കേസിലാണ് അവരെന്ത് ചെയ്യുന്നത്, കൂടുതൽ സ്കോളർഷിപ്പുകൾ കോളേജോ അല്ലെങ്കിൽ ആ രാജ്യമോ കൊടുക്കുന്നത്. അല്ലാത്ത ജനറൽ സ്കോളർഷിപ്പുകളാണ് അത് പിന്നെ ഓരോ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാനാണ് കൂടുതൽ സ്കോളർഷിപ്പ് കൊടുക്കുന്നത്. അതായത് ഒരു സ്പെസിഫിക് റെപ്യൂട്ടഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി, കാംബ്രിഡ്ജ് അങ്ങനത്തെ യൂണിവേഴ്സിറ്റിയിൽ കൊടുക്കാനും പിന്നെ അതല്ലാതെ ഒരു രാജ്യത്ത് പഠിക്കാൻ എന്നുള്ള കൺസെപ്റ്റിലല്ല കൊടുക്കുന്നത്. മനസ്സിലായില്ലേ? ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പല സ്കോളർഷിപ്പുകൾ, ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഈ സ്കോളർഷിപ്പുകളിലൊക്കെ മിക്കവാറും എന്താ വെച്ച് കഴിഞ്ഞാൽ ചില യൂണിവേഴ്സിറ്റികൾ മാത്രം പഠിക്കാനുള്ള സ്കോളർഷിപ്പുകളാണ്. അതായത് നമുക്ക് അവിടെ പഠിക്കാൻ ഒരു 75 ലക്ഷം 60 ലക്ഷം ഒക്കെ ചിലവാകുന്ന കേസുകൾ അവരെന്ത് ചെയ്യും, ട്യൂഷൻ ഫീസ്, നമ്മളെ എക്സ്പെൻസ്, ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും, നമ്മളെ വിസ പ്രോസസിങ് അടക്കമുള്ള എല്ലാ കാര്യങ്ങളും അതിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ആ സ്കോളർഷിപ്പ് നമുക്ക് അനുവദിക്കുക. കാരണം ഇയാള് വരിക പഠിക്കുക എന്നുള്ളതാണ് അവർ ഉദ്ദേശം. മനസ്സിലായില്ലേ? ഇപ്പൊ ജർമ്മനിയിലെ കേസ് എന്ന് പറയുന്നത് അവർ ട്യൂഷൻ ഫീസ് മാത്രമാണ് ഈ പറഞ്ഞ കേസുകളിലൊക്കെ അവരെന്ത് ചെയ്യുന്നത്, ഒഴിവാക്കി കൊടുക്കുന്നത്. അത് തന്നെ വലിയൊരു എമൗണ്ട് ആണ്. പക്ഷെ ബാക്കിയുള്ള എക്സ്പെൻസ് നമ്മൾ മീറ്റ് ചെയ്യേണ്ടി വരും. അത് സ്കോളർഷിപ്പ് പല രീതിയിലുണ്ടെന്ന് അർത്ഥം. അപ്പോൾ ആ യൂണിവേഴ്സിറ്റി ആ പർട്ടിക്കുലർ കേസിൽ കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അവൈലബിൾ ആണ്, അതല്ലെങ്കിൽ കോമൺ ആയിട്ടുള്ള സ്കോളർഷിപ്പുകളാണ് അവൈലബിലിറ്റി ഉണ്ടാവുക എന്നർത്ഥം. അത് ഇവരെ ഒരു പോളിസികൾ ഇങ്ങനെയാണ് ഏത് യൂണിവേഴ്സിറ്റികളുടെയും. അതായത് അവർ ആദ്യം പറയാണ് നമുക്ക് ഇത്ര ആൾക്കാർ ആവശ്യമുണ്ട്, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇത്ര ആൾക്കാരെ അതിൽ ഇത്ര ആൾക്കാർക്ക് നമ്മൾ സ്കോളർഷിപ്പ്, അവരെ പഠനം നമ്മൾ അപ്പൊ അത് സ്കോളർഷിപ്പായിട്ട് അവരെന്ത് ചെയ്യും, ഔട്ട് ചെയ്യും. അപ്പൊ അത് ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾ അപേക്ഷിക്കുമ്പോൾ നമുക്ക് അവർ ഫ്രീ ആയിട്ട് പഠിക്കും. അടുത്ത കൊല്ലം നമ്മൾ പ്രതീക്ഷിക്കരുത് നടത്തും. അപ്പൊ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ സ്കോളർഷിപ്പിന്റെ സ്ലൈഡ് ഒന്ന് കാണിക്കാവോ? ഇത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയ സ്കോളർഷിപ്പാണ് ഞാൻ എഴുതിയില്ല കേട്ടോ. ഇത് ഒരുപാടെണ്ണം ഉണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വളരെ സ്പെസിഫിക് ആയിട്ട് ഫേമസ് ആയിട്ടുള്ള സ്കോളർഷിപ്പുകളാണിത്. ഓക്കെ, അതായത് ഇതിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൽ ഓരോ സ്കോളർഷിപ്പുകളും ചില യൂണിവേഴ്സിറ്റികളിൽ പഠിക്കാൻ മാത്രമാണ്. ഓക്കെ, ആ യൂണിവേഴ്സിറ്റികൾ, അതായത് റെപ്യൂട്ടഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റികളെ ബേസ് ചെയ്തിട്ടാണ് അവർ ഇത് പ്രോത്സാഹിപ്പിക്കുന്നത്. ചോദ്യത്തോടൊപ്പം തന്നെ ഒരു എപ്പോഴാണ് അപ്ലൈ ചെയ്യേണ്ടത്, അതുപോലെ ഏജൻസിയുടെ സഹായം ആവശ്യമുണ്ടോ, അല്ലെ നമുക്ക് സ്വന്തമായിട്ട് തന്നെ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതായത് പൊതുവേ ഒരു സെപ്റ്റംബർ ഇൻടേക്ക് ആണ്. മൊത്തത്തിൽ സെപ്റ്റംബറിലാണ്, അതായത് ഇൻടേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്ലിക്കേഷൻ കൊടുക്കേണ്ടത് സെപ്റ്റംബർ. നമ്മൾ എല്ലാ ക്രൈറ്റീരിയ ഓക്കെ ആണെങ്കിൽ ഒരു ഇൻടേക്ക് എന്ന് പറയുന്നത് ഇപ്പോൾ സെപ്റ്റംബറിൽ ആണ് സാധാരണ. ഞാനിപ്പോ സെപ്റ്റംബർ മാസം അവസാനിക്കണം, ഈ മാസത്തിലാണ് ഒരു പ്രധാനപ്പെട്ട ഇൻടേക്ക് എല്ലാ രാജ്യങ്ങളും നടക്കുന്ന, പല രാജ്യങ്ങളും ഇല്ലത്. മനസ്സിലായില്ലേ? പിന്നെ ചിലത് 2 സെഷനായി നടക്കുന്നുണ്ട്. അത് ജനുവരി പിന്നെ ആ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ ഇൻടേക്ക് എടുക്കുന്ന ഇതുണ്ട്. ചില യൂണിവേഴ്സിറ്റിയിൽ 2 സെഷനിൽ എടുക്കുന്നവരുണ്ട്. മനസ്സിലായില്ലേ? ചിലത് ഇപ്പൊ ഡിസംബറിൽ എടുക്കുന്ന ആളുകളുണ്ട്. അതായത് ഇതിന്റെ ഒരു പ്രത്യേക, നമ്മളിപ്പോ ഇന്ത്യയിലൊരു കാലഘട്ടം ഉണ്ടല്ലോ,
അതിപ്പോ ചില യൂണിവേഴ്സിറ്റികളിൽ ഇപ്പൊ PhD ഒക്കെ 2 സെഷൻ ഉണ്ട് ഇപ്പൊ ഇന്ത്യയിൽ. പിന്നെ അതുപോലെ തന്നെ ഡിസ്റ്റൻസ് ഇപ്പൊ ഇഗ്നോ പോലുള്ള ആൾക്ക് 2 സെഷൻ ഉണ്ട്. അപ്പോൾ ചില യൂണിവേഴ്സിറ്റികൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. രാജ്യങ്ങളനുസരിച്ച് വ്യത്യാസങ്ങളുണ്ട്. ഒന്ന്, യൂണിവേഴ്സിറ്റികളനുസരിച്ച് വ്യത്യാസമുണ്ട് ഇൻടേക്കുകൾ. ഒരു പ്രധാനപ്പെട്ട മാസം സെപ്റ്റംബർ ആണ് നല്ലൊരു ശതമാനം രാജ്യങ്ങളിലേക്കും. പിന്നെ ഡിസംബർ ഒരു ഇൻടേക്ക് വരുന്ന കുറെ സ്ഥലങ്ങളുണ്ട്. പിന്നെ അതായത് ഇപ്പൊ ചിലതെങ്ങനെ വെച്ച് ചിലപ്പോൾ സെപ്റ്റംബറിൽ ഇപ്പൊ സിംഗപ്പൂർ ഒരു എക്സാമ്പിൾ പറയാം. സിംഗപ്പൂരിൽ എനിക്ക് തോന്നുന്നത് പിന്നെ അവർ ഇൻടേക്ക് എടുക്കുന്ന ഒരു രീതി പറയുന്നത് എഞ്ചിനീയറിംഗ് വിഷയങ്ങളിൽ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ, ഡിസംബറിൽ ആർട്സ് വിഷയങ്ങൾ, ആർട്സ് ആൻഡ് സയൻസ് വിഷയങ്ങൾ, അങ്ങനെയൊക്കെ ചില ഇതുണ്ട്. അപ്പൊ അപ്ലിക്കേഷന്റെ അതായത് ഈ ഇൻടേക്ക് എന്ന് പറയുന്നത് ആ സമയത്താണ് ഈ വിസ പ്രോസസ്സിങ്ങിന്റെ അപ്ലിക്കേഷന്റെ ഇത് ഓപ്പൺ ആവുന്നത്, വിൻഡോ ഓപ്പൺ ആവുന്നത് ഒറ്റയടിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോഴേക്കും നമ്മൾ പ്രിപ്പയർ ആണെങ്കിൽ അപ്പോഴാണ് ഇത് കൊടുക്കുക വിസ ഇതിന്. സാർ ആ സ്കോളർഷിപ്പിന്റെ സ്ലൈഡ് ഒന്നുകൂടെ കാണിക്കാവോ? സ്ക്രീൻഷോട്ട് എടുക്കുന്നതിന് മുമ്പ് മാറ്റി. ഇപ്പൊ കാണുന്നില്ലേ? ഇല്ലേ, കാണുന്നില്ലേ? സ്ലൈഡ് തന്നെയാണുള്ളത്. അതെ അതെ അതെ, സ്കോളർഷിപ്പിന്റെ സ്ലൈഡ് തന്നെയാണുള്ളത്. നമുക്ക് അടുത്തൊരു ചോദ്യം വന്നത്, പിന്നെ പൈലറ്റ് ആകാൻ ആഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് പഠിക്കാൻ ഏറ്റവും ബെസ്റ്റ് കൺട്രി ഏതായിരിക്കും? ഓസ്ട്രേലിയയാണ്. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഓസ്ട്രേലിയയാണ്. അടുത്തൊരു ചോദ്യം, ബയോടെക്നോളജി കൂടി ചോദിക്കുന്നുണ്ട്. ബയോടെക്നോളജി പഠിക്കണമെങ്കിൽ യൂറോപ്പിൽ എക്സ്പെൻസ് കുറവുള്ളത് ഏത് രാജ്യമാണ്? ബയോടെക്നോളജി പഠിക്കണമെങ്കിൽ എക്സ്പെൻസ് കുറവെന്ന് പറയുന്നത്, ഞാൻ എക്സ്പെൻസ് ഒരു ആവറേജ് എക്സ്പെൻസ് ഏറ്റവും കുറവുള്ള രാജ്യം എന്ന് പറയുന്നത് യൂറോപ്പ് ആണെങ്കിൽ നിങ്ങൾ PG ആണോ ഡിഗ്രി ആണോ? രണ്ടിനും അനുസരിച്ച് വ്യത്യാസമുണ്ട്. ഡിഗ്രിയാണ് നോക്കണം, 4 കൊല്ലത്തെ. 4 വർഷത്തെ ഡിഗ്രി. ഓക്കെ. യൂറോപ്യൻ കൺട്രീസിൽ ഏറ്റവും കുറവ് വരിക എന്ന് പറയുന്നത് യൂറോപ്യൻ ആണ് നിങ്ങൾ പറഞ്ഞെങ്കിൽ കേട്ടോ. ഏറ്റവും കുറവ് വരുന്ന രാജ്യം ടോട്ടൽ എക്സ്പെൻസ് ആണ് ഞാൻ പറയുന്നത്. അയർലൻഡ് ഒക്കെ ആണ്. അയർലൻഡ്, ഫിൻലാൻഡ് ഒക്കെ ഒരു 30-35 ലക്ഷം ടോട്ടലാവും നമ്മൾ ആ പറിച്ച് കാലഘട്ടം. 4 ഇയറിനാണോ 35? ആ 4 വർഷത്തേക്ക്, 3 വർഷത്തേക്ക്, 4 വർഷത്തേക്ക് എത്രയാണോ കോഴ്സിന്റെ ഡ്യൂറേഷൻ വെച്ചാൽ അതിന്. ഇതെന്താ അറിയോ, ഈ എക്സ്പെൻസ് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഈ എക്സ്പെൻസ് നമ്മൾ പിന്നെ ഒരുവിധം പ്രോസസ്സിലൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ സാധനം നിങ്ങളെ മനസ്സിലുണ്ടാവണം. ഈ എക്സ്പെൻസ് നമ്മൾ കാണിക്കണം. കാണിക്കാൻ കഴിഞ്ഞാൽ നമ്മളെ ഉണ്ട് എന്നല്ല, നമ്മൾ ഈ എമൗണ്ട് പല കേസിലും എന്ന് വെച്ചാൽ ഈ എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ബാങ്ക് അക്കൗണ്ടിൽ ഇട്ടിട്ട് നമ്മൾ അതിന് പറഞ്ഞില്ല ഒരു 6 മാസത്തേക്ക് നമ്മൾ എടുക്കൂല എന്നുള്ള ബാങ്കിന്റെ മെച്യൂരിറ്റി ആ ഒരു സംഭവം കാണിക്കണം. അല്ലെങ്കിൽ ഇത്രയും എമൗണ്ട് ലോൺ സാങ്ഷൻ ചെയ്തിട്ട് നമ്മൾ കാണിക്കണം എന്ന്. എക്സ്പെൻസ് എന്ന് പറയുന്നത് അതാണ് പറഞ്ഞത്, അതാണ് ഈ സ്കോളർഷിപ്പിന്റെ ഇമ്പോർട്ടൻസ് കൂടുന്നത്. അപ്പൊ സ്കോളർഷിപ്പ് കിട്ടിയെങ്കിൽ അത് കാണിച്ചാൽ മതി, ബാക്കിയുള്ള എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യാനുള്ള പൈസ വരുന്നുള്ളൂ. അപ്പോൾ അതാണ് ഇതിൽ സ്കോളർഷിപ്പ് ഇമ്പോർട്ടൻസ് ആയിട്ട് വരുന്നത്. നമ്മൾ ആൾക്കാർ പലപ്പോഴും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ പറയുന്നു, അത് കേൾക്കുന്നു, ആ പൈസ കൊടുക്കുന്നു. എനിക്ക് ഇതേ സംഭവത്തിന് സ്കോളർഷിപ്പ് കിട്ടുമെന്നില്ല, സ്വന്തമായിട്ട് അന്വേഷണം പോലും നടത്തൂല. ഇതൊക്കെ ഒരു പരിധി വരെ നിങ്ങൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇമിഗ്രേഷൻ വെബ്സൈറ്റ് പോയി കഴിഞ്ഞാൽ അവർ കൃത്യമായിട്ട് എന്തുണ്ട്, ഞാൻ പറഞ്ഞ ഡയറക്റ്റ് ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കാര്യങ്ങൾ പ്രൊസീഡ് ചെയ്യാം. ഒരാളുടെയും ആവശ്യമില്ല. യൂണിവേഴ്സിറ്റിക്ക് അതിന്റെ ബാക്കിയുള്ള പ്രൊസീജിയർ വെച്ചിട്ട് അവർ പറയുന്ന ക്രൈറ്റീരിയ നോക്കിയിട്ട് ആ ക്രൈറ്റീരിയകൾ ഫുള്ള് സാറ്റിസ്ഫൈ ചെയ്ത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. മനസ്സിലായില്ലേ? ഇതൊന്നും ആരെയും ആവശ്യമൊന്നുമില്ല. ഞാൻ പറഞ്ഞത് ഇപ്പൊ ഒക്കെ വളരെ വളരെ എന്താണ് ഓപ്പൺ ആണ്. ഇമിഗ്രേഷൻ വെബ്സൈറ്റ് അതായത് കൺട്രീസിന്റെ, ഇപ്പൊ ഇന്ത്യന്റെ ഇമിഗ്രേഷൻ വെബ്സൈറ്റ് പോകുന്ന പോലെ തന്നെ മറ്റു കൺട്രീസിലും എല്ലാത്തിനും ഇമിഗ്രേഷൻ വെബ്സൈറ്റ് ഉണ്ടാവും. അതിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെ പോസിബിലിറ്റീസ് ഉണ്ടെന്ന് മനസ്സിലാവും. രണ്ടാമത് നിങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ എന്താ പറയാ കോളേജുകളുടെ ലിസ്റ്റ് നമുക്ക് കിട്ടും. അതിന് യാതൊരു പ്രയാസമില്ല. അതിന്റെ പേരടിച്ച് കഴിഞ്ഞാൽ എന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് പോവാം. അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിന്റെ എല്ലാ പോസിബിലിറ്റീസും അറിയാൻ പറ്റും. നമ്മൾ ഒരാൾ ഇതിന് മെനക്കെടുന്ന സമയത്ത് ലക്ഷങ്ങൾ ചെലവാക്കുക എന്നുള്ളതിനേക്കാൾ കൂടുതൽ നമ്മൾ ഈ റിസർച്ചിനാണ്. പിന്നെ ഒരാളുടെ സഹായം തേടുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ
നമ്മൾ കുറെ കാര്യങ്ങൾ നമ്മൾ ഒറ്റയ്ക്ക് നടക്കുന്നതിന് പകരം അവരെ ഹെൽപ്പ് ചെയ്യുമ്പോൾ അതാണ് ഒരു കൺസൾട്ടന്റിനെ കൊണ്ടുള്ള ഉപകാരം എന്ന് പറയുന്നത്. അവർക്ക് കോണ്ടാക്റ്റില്ല. അവരിപ്പോ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ അവര് ഓക്കെ ഈ കുട്ടിക്ക് ഇത്ര മാർക്ക് ഉണ്ട്, അവർക്ക് കുറച്ചും കൂടിയൊക്കെ അവരുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് അവർ പറയുന്നത് അവർക്ക് കിട്ടാൻ ചാൻസ് ഉള്ള കോളേജിൽ മാത്രമേ അപ്ലൈ ചെയ്യുള്ളൂ. ഇതിന്റെ അവർ കൺസൾട്ടന്റ് ചെയ്യുന്ന പരിപാടി എന്താണെന്നുള്ളത് ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്. ഇപ്പോ കൺസൾട്ടന്റിന് മനസ്സിലാവും ഈ കുട്ടിക്ക് അവര് ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻസിലേക്കല്ല. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലേക്ക് ഒരു കൺസൾട്ടന്റും ഇവിടുന്ന് കൊണ്ടുപോകുന്നുണ്ടാവില്ല, അങ്ങനെ ഒരു പ്രോസസ് ഇല്ല. അപ്പൊ ഇവരെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഇവർ ആൾറെഡി കോണ്ടാക്റ്റുകളില്ല, ടൈപ്പ് ഇല്ല, MOU സൈൻ ചെയ്ത യൂണിവേഴ്സിറ്റികൾ ഉണ്ടാവും. ഈ യൂണിവേഴ്സിറ്റികളിൽ അവൈലബിൾ ആയിട്ടുള്ള കോഴ്സുകൾ അവരുടെ കയ്യിൽ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ അവരുടെ അടുത്ത് ചെല്ലുമ്പോൾ എന്ത് ചെയ്യുന്നു, ഈ സംഭവം നോക്കിയിട്ട് അവർ പറയും നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഉള്ള കോഴ്സുകൾ യൂണിവേഴ്സിറ്റികൾ പറഞ്ഞു തരും. അവർ പറയുന്നത് ഈ ലിസ്റ്റിലുള്ള സാധനമായിരിക്കും, അവരുടെ ലിസ്റ്റിലുള്ള സാധനമായിരിക്കും. ആ ലിസ്റ്റിന് അവർക്ക് മനസ്സിലാവും ഈ കുട്ടിക്ക് ഇത്ര മാർക്ക് ഉണ്ട്, ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ അവർ ചോദിക്കും, സാമ്പത്തികം ഒക്കെ ചോദിച്ചിട്ട് അവർ പറയും നിങ്ങൾക്ക് ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ഇതാണ്. കാരണം അവിടെ കിട്ടുള്ളൂ. കാരണം ഇതിൽ ഇവര് കുറച്ച് എക്സ്പീരിയൻസ് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഈ കുട്ടി ഇങ്ങനത്തെ ഇതിന് മുമ്പ് ഇതേപോലുള്ള ഒരു കുട്ടി വന്നിട്ട് അവർക്ക് ഇന്റർവ്യൂവിൽ പോയി, അല്ലെങ്കിൽ ഇവർ വിസ അപ്ലൈ ചെയ്തപ്പോൾ റിജക്ട് ചെയ്തു, അവർക്ക് അപ്ലിക്കേഷൻ കൊടുത്തപ്പോൾ റിജക്ട് ചെയ്തു എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് അവരെന്ത് ചെയ്യും, റാൻഡം ആയിട്ട് ഒരു 5 or 10 അപ്ലിക്കേഷൻ ഇവരെ ലിസ്റ്റ് ഔട്ട് ചെയ്ത കോളേജുകളിലേക്ക് നിങ്ങൾ പറഞ്ഞ കോഴ്സിന് കൊടുക്കും. അപ്പൊ അതിൽ 2 or 3 അക്സെപ്റ്റൻസ് കിട്ടിക്കഴിഞ്ഞാൽ അതിന് ബേസ് ചെയ്തിട്ടാണ് ബാക്കിയുള്ള പ്രൊസസ്സുകൾ ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അതിന്റെ അഡ്മിഷൻ കിട്ടിയതിന്റെ ബേസിൽ ബാക്കിയുള്ള കോളേജ് പറയുന്ന ക്രൈറ്റീരിയ നമ്മൾ മീറ്റ് ചെയ്ത് അവർക്ക് അയച്ചു കഴിഞ്ഞാൽ ആ കോളേജിന്റെ ബേസിൽ നമുക്ക് സ്റ്റുഡൻസ് വിസ കിട്ടുന്നു. ആ വിസക്ക് അപ്ലൈ ചെയ്യുമ്പോൾ പ്രോസസ്സിംഗ് കഴിഞ്ഞ് നമ്മൾ ഇന്റർവ്യൂ പ്രോസസ്സിംഗ് കഴിഞ്ഞിട്ടാണ് വിസ കിട്ടുക. ഇതാണ് മൊത്തത്തിൽ. ഇത് നമ്മൾ നേരിട്ട് ചെയ്യണമെങ്കിലും ഇത് തന്നെയാണ്. നമുക്കൊരു യൂണിവേഴ്സിറ്റി അപ്ലിക്കേഷൻ നമ്മൾ കൊടുത്തു, അത് കൊടുത്തിട്ട് എന്ത് ചെയ്തു, അവർ പറയുന്ന ക്രൈറ്റീരിയയും എക്സാമും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അഡ്മിഷൻ അവരെന്ത് ചെയ്തു, പിന്നെ ഓഫർ ലെറ്റർ അയച്ചു. ഈ ഓഫർ ലെറ്റർ വെച്ചിട്ട് നമുക്ക് വിസക്ക് പിന്നെ അവരെ ഭാഗത്തുനിന്ന് അവർക്കറിയാം ഇതൊരു മൈഗ്രന്റ് ആണ്, പുറത്തുനിന്ന് വരുന്ന ആളാണ്, അപ്പൊ അവരനുസരിച്ച് പ്രൊസീജിയറുകൾ പറഞ്ഞുതരും. അപ്പൊ നമ്മൾ അതിനനുസരിച്ച് കാര്യങ്ങൾ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാം. നല്ല യൂണിവേഴ്സിറ്റികളുടെ കേസ് അങ്ങനെയാണ്. അല്ലാതെ അതിനൊന്നും ഏജന്റുമാരില്ല. ഏജന്റുമാരുടെ കേസ് എന്ന് പറയുന്നത് കൺസൾട്ടന്റ് എന്ന് പറയുന്നത് ഇതാണ്. കൺസൾട്ടന്റ് എന്ന് പറയുന്നതിനെ നമ്മൾ മോശമാക്കുക എന്നുള്ള കൺസെപ്റ്റിലല്ല പറയുന്നത്. കൺസൾട്ടന്റുമാർക്ക് എന്താണ് മെച്ചം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രോസസ്സുകൾ അവർ ഈസിയാക്കും. കുറെ കാര്യങ്ങൾ നമ്മൾ സ്വയം ചെയ്യുന്നതും നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കിട്ടാൻ സാധ്യതയില്ലാത്തൊരു യൂണിവേഴ്സിറ്റിയിലേക്ക് അപേക്ഷിച്ച് സമയം കളയുന്നതിനേക്കാൾ നല്ലത് നമുക്ക് കിട്ടാൻ ചാൻസ് ഉള്ള യൂണിവേഴ്സിറ്റിയിൽ ഏതാണെങ്കിലും അവർക്ക് പറഞ്ഞുതരാൻ പറ്റും. അത് വലിയൊരു കാര്യമാണ്. കാരണം നമുക്ക് അവിടെ പോവുക എന്നുള്ള ഉദ്ദേശത്തിലാണെന്നുണ്ടെങ്കിൽ അപ്പൊ നമ്മൾ ഈ സമയം കുറെ ലാഭം കിട്ടും. അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. പക്ഷെ ബെസ്റ്റ് യൂണിവേഴ്സിറ്റിയിലേക്ക് നമ്മൾ ശ്രമിക്കുമ്പോൾ നമ്മൾ സ്വയം തന്നെ ശ്രമിക്കണം. അതിന് ആരും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ഇല്ല. അവിടെയാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ പരിഗണിക്കേണ്ടത് കൂടുതലായിട്ട്. ഇവരെ പിന്നെ ഏത് കൺസൾട്ടൻസി ആണെങ്കിലും പിന്നെ അവരുടെ കയ്യിൽ ഒരു ലിസ്റ്റ് ഓഫ് കോളേജസും യൂണിവേഴ്സിറ്റീസും ഉണ്ടാവും. അത് ഞാൻ ഈ പറഞ്ഞ IIT മദ്രാസ്, നിങ്ങൾക്ക് ഇവിടെ പറയുന്ന IIT മദ്രാസോ അല്ലെങ്കിൽ NIT കാലിക്കറ്റോ അല്ല. അത് നമ്മൾ ഈ പറഞ്ഞ ഡീംഡ് ഇവിടെ ഇന്ത്യയിൽ കാണുന്ന ഡീംഡ് യൂണിവേഴ്സിറ്റികളും പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളും പോലുള്ള യൂണിവേഴ്സിറ്റികളായിരിക്കും. പിന്നെ ചില ഗവൺമെന്റ് യൂണിവേഴ്സിറ്റികളിലും പിന്നെ അവർക്ക് ഗവൺമെന്റ് യൂണിവേഴ്സിറ്റികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ ജർമ്മനി, സിംഗപ്പൂർ ഒക്കെ ഗവൺമെന്റ് യൂണിവേഴ്സിറ്റികളിൽ പഠിക്കാനുള്ള അവസരമുണ്ട് നമുക്ക്. അവിടെയാണ് ഈ ഫീസ് വേവർ വരുന്നത്. അതായത് ഗവൺമെന്റ് ഫണ്ട് ചെയ്യുന്ന യൂണിവേഴ്സിറ്റികളിലാണ് അവരെന്ത് ചെയ്യുന്നത്, ഫ്രീ ആയിട്ട് കുട്ടികളെ പഠിപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ അവർക്ക് എത്ര ആൾക്കാർ ആവശ്യമുണ്ട്. അപ്പൊ അങ്ങനത്തെ കേസിലാണ് നമുക്ക് എന്ത് ചെയ്യുക, ആ ഫീ വേവർ കിട്ടുന്നത്. ഫീസ് ഇല്ലാതെ പഠിക്കാന്നൊക്കെ പരസ്യം കണ്ടിട്ടില്ലേ, അത് ഈ പറയുന്ന ഗവൺമെന്റ് കോളേജുകളായിരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞത് അതിലും പിന്നെ കോണ്ടാക്റ്റിലുള്ള ആൾക്കാരുണ്ടാവും. കാരണം അവിടെ ഇതേപോലെ മൈഗ്രേറ്റ് ചെയ്ത ആളുകൾക്ക് പിന്നെ ഇൻഫർമേഷൻസ് വെച്ചിട്ടും പിന്നെ ഇവരവിടെ പോയിട്ട് പിന്നെ കൃത്യമായിട്ട് MOU സൈൻ ചെയ്ത കോളേജുകളൊക്കെ ഉണ്ടാവും. അപ്പൊ അവിടേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മളെ ക്രൈറ്റീരിയ വെക്കണമെങ്കിൽ അഡ്മിഷൻ കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. നമ്മൾ സ്വന്തമായിട്ട് അപേക്ഷിക്കുമ്പോൾ നമുക്ക് അറിയില്ലത് കിട്ടൂല എന്നുള്ളത്. അപ്പൊ നമ്മൾ അതിനുള്ള ക്ഷമ കാണിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ബെസ്റ്റ് യൂണിവേഴ്സിറ്റിയിലേക്ക് നമ്മൾ സ്വയം തന്നെ ഞാൻ ഈ പറഞ്ഞ പ്രൊസീജിയറിലൂടെ കടന്നു പോകണം. അവരുടെ വെബ്സൈറ്റ് പോകണം, അവർക്ക് എന്തൊക്കെ കോഴ്സുകളുണ്ട്, അഡ്മിഷൻ പ്രൊസീജിയർ എങ്ങനെ മനസ്സിലാക്കിയിട്ട് അതിന്റെ ക്രൈറ്റീരിയ ഒക്കെ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്തിട്ട് അപ്ലൈ ചെയ്ത് മുന്നോട്ട് പോകുന്നില്ല. അടുത്തത് നമുക്ക് MBBSന് സ്കോളർഷിപ്പോട് കൂടി പഠിക്കാൻ പറ്റിയ ഈ ബയോടെക്നോളജിന്റെ കേസ് എന്താ ചോദിച്ചു? ബയോടെക്നോളജി എന്തോ ചോദിച്ചല്ലോ, ഞാനത് പറഞ്ഞോ? ഓക്കെ. ബയോടെക്നോളജി പഠിക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് രാജ്യം എന്ന് പറയുന്നത് അതും ഓസ്ട്രേലിയയാണ് കേട്ടോ. ബയോടെക്നോളജിക്കാരെ നന്നായി പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രാജ്യമാണ്. അപ്പൊ ഓസ്ട്രേലിയ എക്സ്പെൻസ് കൂടുണ്ടാവില്ലേ?
എക്സ്പെൻസ് കൂടുതലാണ്. ഞാൻ ഈ പറഞ്ഞ ബെസ്റ്റ് കൺട്രീസ് എന്ന് പറഞ്ഞ സ്ഥലത്തൊക്കെ എക്സ്പെൻസ് കൂടുതലാണ്. അതായത് ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ USA, UK, കാനഡ. ഏറ്റവും എക്സ്പെൻസ് കൂടിയ കൺട്രീസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരൊക്കെ തന്നെയാണ്. ന്യൂസിലാൻഡ്, ജർമ്മനി. ഈ പറഞ്ഞ 6 കൺട്രീസാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് മൈഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന കൺട്രീസ്. പക്ഷെ അവർക്ക് പോകാനുള്ള ക്രൈറ്റീരിയയും കൂടുതലാണ്, പിന്നെ എക്സ്പെൻസും കൂടുതലാണ്. അതെന്തുകൊണ്ട് വെച്ചാൽ അവർ ഡെവലപ്ഡ് കൺട്രീസാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അവരെ സംബന്ധിച്ചിടത്തോളം എക്സ്പെൻസ് അല്ല. നമ്മൾ ഈ എന്താ പറയാ ഇതിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോഴാണ് എക്സ്പെൻസ് ആവുന്നത്. അതായത് ഞാൻ പറഞ്ഞില്ലേ, നമ്മളിപ്പോ ദുബായിലിപ്പോ ഒരു റിയാൽ എന്ന് പറഞ്ഞാൽ ഇവിടെ 20-22 രൂപയാണല്ലോ. അങ്ങനെ നമ്മൾ ആ ഒരു പിന്നെ യൂറോസിലും മറ്റിലും ഇവര് മാറ്റം ഇല്ല കൺവേർഷൻ വരുമ്പോഴാണ് ഇത്ര എക്സ്പെൻസീവ് ആവുന്നത് എന്ന് അർത്ഥം. ഇതൊക്കെ ഡോളർ യൂസ് ചെയ്യുന്ന കൺട്രീസ് ആണ് മെയിൻ ആയിട്ട്. മറ്റില്ല, എല്ലാതും ഇല്ല. മനസ്സിലായോ? ഏറ്റവും എക്സ്പെൻസ് കൂടിയ കൺട്രീസ് തന്നെയാണ്, അതിൽ യാതൊരു സംശയം വേണ്ട. അവിടെയൊക്കെ ഫീ വേവർ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും എമൗണ്ട് ലാഭം നടത്തും. മനസ്സിലായില്ലേ? സ്കോളർഷിപ്പ് ഫീ വേവർ കിട്ടി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് പിന്നെ 70 ലക്ഷം മുതൽ 1 കോടി രൂപ വരെയൊക്കെ അമേരിക്കയിൽ ചിലവാകും നമ്മൾ ഡിഗ്രി പഠിച്ചിറങ്ങുമ്പോഴേക്ക്. മനസ്സിലായില്ലേ? 4 ഇയർ ഡിഗ്രി 65 മുതൽ 90 ലക്ഷം രൂപ വരെ ചിലവാകും UK. കാനഡയിലാണെങ്കിൽ 68-70 ലക്ഷം രൂപ വരെ ചിലവാകും. അതായത് 4 ഇയർ ആണെങ്കിൽ. ഇയർ കുറയുന്നതനുസരിച്ച് എമൗണ്ട് കുറയും അർത്ഥം. ഓസ്ട്രേലിയ ആണെങ്കിൽ 60-80 ലക്ഷം. ന്യൂസിലാൻഡിലാണ് കമ്പാരിറ്റീവ്ലി കുറവ്, 48-50 ലാക്സിന്റെ ഉള്ളിൽ ഇതാവും. ഇതാണ് ഏറ്റവും ബെസ്റ്റ് കൺട്രീസ് കേട്ടോ പോകാൻ പറ്റുന്നത്. അതിൽ യാതൊരു എപ്പോഴും സംശയമില്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇനിയുണ്ടോ സാറേ? ക്വസ്റ്റ്യൻ MBBS സാർ പറഞ്ഞിരുന്നോ? MBBS എന്താണ് ചോദ്യം ചോദിച്ചോളൂ, ഞാൻ എന്ത് സ്പെസിഫിക് MBBS സ്കോളർഷിപ്പോട് കൂടി പഠിക്കാൻ പറ്റിയ അബ്രോഡ് കൺട്രീസിലെ ബെസ്റ്റ് കോളേജുകൾ ഏതാണ്? അതായത് ഇപ്പൊ ഈ പിന്നെ ഞാൻ ഈ പറഞ്ഞ ബെസ്റ്റ് യൂണിവേഴ്സിറ്റികളിലെ എല്ലാ യൂണിവേഴ്സിറ്റികളും ഞാൻ പറയുന്നില്ല, ബെസ്റ്റ് യൂണിവേഴ്സിറ്റികൾ എന്ന് പറയുന്നത് ഇപ്പോൾ ഏറ്റവും MBBS ഏറ്റവും പഠിക്കാൻ പറ്റിയ ബെസ്റ്റ് രാജ്യം എന്ന് പറയുന്നത് US ആണ്. ഓക്കെ, വളരെ എക്സ്പെൻസീവ് ആണ്. പിന്നെ അവിടുത്തെ പഠന രീതിയും വ്യത്യാസമുണ്ട്. അതായത് നമ്മൾ കോഴ്സ് കഴിഞ്ഞിട്ട് അവർക്ക് ഒരു 3-4 വർഷം കൂടി അവർക്ക് എന്ത് ചെയ്യണം, ഒരു പ്രാക്ടീസ് എന്നുള്ളത് കുറച്ചുകൂടി കൂടുതലാണ്. ഇവിടുത്തെ ഇന്ത്യനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ 1 വർഷം അവസരൻസി വരുന്നുള്ളൂ. അവിടെ വേറൊരു പേരും പറഞ്ഞിട്ട് നമ്മൾ 2-3-4 വർഷം നമ്മൾ എന്ത് ചെയ്യണം, അവിടെ വർക്ക് ചെയ്യണം. എന്നാലാണ് അവർ ഡിഗ്രി കംപ്ലീറ്റ് ആയതിന് കാണിക്കുള്ളൂ. ഇന്റേൺസ് ആയിട്ട് വർക്ക് ചെയ്യാന്ന് പറയാം, ഇന്റേൺസ്. മനസ്സിലായില്ലേ? അപ്പോ പിന്നെ അതില് ഈ പറഞ്ഞ യൂണിവേഴ്സിറ്റികൾ എന്ന് പറയുന്നത് നമ്മൾ ലോകോത്തര യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ പലതും സ്പെസിഫിക് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റികളല്ല. അതായത് ഒരു പ്രത്യേക പിന്നെ ഇതിലല്ല. ഇപ്പൊ മസാച്യൂസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എന്ന് പറയുന്നത് ടെക്നോളജിക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ്. അങ്ങനെ ചിലത് അങ്ങനെ ഇമ്പോർട്ടൻസ് കൂടുതലുണ്ടെങ്കിലും അതിൻ്റെ അണ്ടറിലൊക്കെ എന്തുണ്ട്, മറ്റു കോഴ്സുകളും ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പൊ ബെസ്റ്റ് യൂണിവേഴ്സിറ്റികളിൽ തന്നെയാണ് അങ്ങനെ കിട്ടുകയാണെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. അങ്ങനെ അപേക്ഷ കൊടുത്തിട്ട് മുന്നോട്ട് പോകാന്നില്ല. MBBS പഠിക്കാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ US ആണ്. പക്ഷെ കാലാവധി വളരെ കൂടുതലാണ്. അത് അതിന്റെ ഒരു മൊത്തത്തിലുള്ള പ്രൊസീജിയർ വർഷങ്ങൾ എടുക്കും. ഇവിടെ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു MBBS എന്ന് പറയുന്നത് 4.5 വർഷമാണ് ഏറ്റവും പിന്നെ പഠന കാലാവധി. 1 വർഷം 5.5 വർഷം കൊണ്ട് നമുക്ക് ഡിഗ്രി കഴിഞ്ഞ് നമ്മൾ രജിസ്റ്റേർഡ് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ അവിടെ അങ്ങനെ പറ്റില്ല. അവിടെ ഇന്റേൺഷിപ്പും കഴിഞ്ഞാലാണ് നമുക്ക് ലൈസൻസി ആവുള്ളൂ. അതാണ് അവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത്. പിന്നെ ഞാൻ ഈ പറഞ്ഞ കൺട്രീസിലൊക്കെ നമുക്ക് MBBS പഠിക്കാൻ തന്നെയാണ് ഏറ്റവും ബെസ്റ്റ്. അതിന്റെ അക്സെപ്റ്റൻസ് നേരത്തെ സാറ് പറഞ്ഞില്ലേ, ഞാൻ ഇതിന്റെ പിന്നെ ഇതിൽ എല്ലാം അവർ പറഞ്ഞില്ല, അതിന് നമുക്ക് ഇന്ത്യയിൽ എക്സാം എഴുതാത്ത കൺട്രീസ് ആണത്. അതുകൊണ്ടാണ് അവർ അത്രയും ബെസ്റ്റ് ആയിട്ടുള്ള പിന്നെ സാധനം എന്ന് പറഞ്ഞത് അവർ ഒഴിവാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞത് സാറ് ഇസുദ്ദീൻ സാറ് പറഞ്ഞു. അതിന്റെ അറിവില്ലാത്തൊരു കാര്യമായിരുന്നു. ഞാൻ എല്ലാ കൺട്രീസിനും ആണ് ഒരു കോമൺ പ്രൊസീജിയറിൽ പറഞ്ഞാണ്. അപ്പൊ ഈ കൺട്രീസ് ആ പറഞ്ഞ സാറ് പറഞ്ഞ കൺട്രീസിൽ ഇതൊക്കെയാണ് വരുന്നത്. കാനഡ, USA, UK ഇതൊക്കെ പറഞ്ഞില്ലേ സാർ, ഓസ്ട്രേലിയ, ആ പറഞ്ഞ കൺട്രീസിലൊക്കെ പഠിച്ച ആളുകൾക്ക് ഇവിടെ എക്സാം എഴുതേണ്ട ആവശ്യം തന്നെ വരുന്നില്ല. അപ്പൊ ആ MBBSന്റെ ഇമ്പോർട്ടൻസ് അവിടെ മനസ്സിലാക്കിയാൽ മതി. ഓക്കെ. ഇനി സ്കോളർഷിപ്പിന്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെയാണ്. നമുക്ക് ഏതെങ്കിലും വഴിയിൽ സ്കോളർഷിപ്പ് കിട്ടിയാൽ പിന്നെ അങ്ങനെ പഠിക്കുക എന്നുള്ളത്. അത് ആ ഒരു സ്പെസിഫിക് യൂണിവേഴ്സിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾ നോക്കണം എന്ന് മാത്രം പോകാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അടുത്തൊരു ചോദ്യം വന്നത് UAE, ഖത്തർ യൂണിവേഴ്സിറ്റികളെ കുറിച്ച് പറയാനാണ്. UAE, ഖത്തർ, സൗദി, ഒമാൻ,
ഓക്കെ, യു എയിൽ തന്നെ ഈ പറഞ്ഞ 7 എമിറേറ്റ്സ് ഉണ്ട്. പിന്നെ അപ്പോ ഇവിടെയൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ എമേർജിങ് ആണ് പഠനത്തിന്റെ കാര്യത്തിൽ. പണ്ട് ഇവരൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാല് പുറത്തു പോയിട്ടായിരുന്നു പഠിച്ചിരുന്നത്. അതായത് യൂറോപ്യൻ കൺട്രീസിലായിരുന്നു ഇവിടുത്തെ കാൻഡിഡേറ്റ്സ് ഒക്കെ പഠിച്ചിരുന്നത്. ഇപ്പൊ നമുക്ക് പറയാവുന്നത് ഏകദേശം ഒരു 10 വർഷത്തിനുള്ളിൽ ഇവരെന്ത് ചെയ്തു, അവിടെയൊക്കെ സ്വന്തമായിട്ട് യൂണിവേഴ്സിറ്റികൾ നിലവിൽ വന്നു. ഖത്തർ യൂണിവേഴ്സിറ്റി, സൗദി, പിന്നെ കിങ് ഫഹദ് യൂണിവേഴ്സിറ്റികൾ ലോകോത്തര റാങ്കിങ്ങിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുന്ന സാധനങ്ങളാണ്. ദുബായ് യൂണിവേഴ്സിറ്റി, ഷാർജ യൂണിവേഴ്സിറ്റി പറഞ്ഞിട്ട് ഓരോ എമിറേറ്റ്സിലും യൂണിവേഴ്സിറ്റിയിൽ വരാൻ തുടങ്ങി. പിന്നെ ദുബായിന്റെ ഒക്കെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് അവര് മറ്റ് യൂണിവേഴ്സിറ്റികളിലെ എന്ത് ചെയ്തിട്ടുണ്ട്, മറ്റ് യൂണിവേഴ്സിറ്റികളിലെ ക്യാമ്പസുകൾ, ഇപ്പൊ ബിറ്റ്സ്പിലാണ് ഇന്ത്യയിൽ യൂണിവേഴ്സിറ്റി ഉള്ളത്, ഇതിന്റെ ഒരു ക്യാമ്പസ് ദുബായിലുണ്ട്. അതേപോലെ ഇപ്പൊ IIT മദ്രാസിന്റെ ആണെന്നാണ് എൻ്റെ ഓർമ്മ, അബുദാബിയിലെ ഒരു ക്യാമ്പസ് തുറന്നപ്പോ. അങ്ങനെ ലോകോത്തര യൂണിവേഴ്സിറ്റിയിലെ ക്യാമ്പസുകളും എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ അവൈലബിലിറ്റി ഉണ്ട്. ഇപ്പൊ ഞാൻ ദുബായ് അല്ലെങ്കിൽ UAE കാര്യം പറയുന്നത്. മറ്റു സ്ഥലങ്ങൾ ഇപ്പൊ ഖത്തർ യൂണിവേഴ്സിറ്റി ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ്. ഇവിടെയൊക്കെ പഠനം എന്ന് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അപ്ലൈ ചെയ്തിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അതായത് അവരുടെ ക്രൈറ്റീരിയ നമ്മൾ മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് പഠിക്കാൻ, അതായത് എഞ്ചിനീയറിംഗ് ആയിക്കോട്ടെ മറ്റ് സയൻസ് വിഷയങ്ങളായിക്കോട്ടെ ഒക്കെ പഠിക്കാനുള്ള അവസരങ്ങളുണ്ട്. പിന്നെ ചില കേസുകൾ അവരെന്ത് ചെയ്തിട്ടുണ്ട്, പിന്നെ ചില ലാംഗ്വേജുകൾ, ഇപ്പോൾ അറബിക് ലാംഗ്വേജ് അങ്ങനത്തെ ചില കേസുകളിലൊക്കെ അവർ സ്കോളർഷിപ്പ് ഫുള്ളായിട്ട് കൊടുക്കുന്ന ഫ്രീ പഠനങ്ങളുള്ള കേസുകളുണ്ട് അങ്ങനത്തെ വിഷയങ്ങളിൽ. പിന്നെ അതുപോലെ തന്നെ അവര് പിന്നെ ഇതേപോലെ സ്കോളർഷിപ്പുകൾ കൊടുക്കുന്ന കേസുകൾ എന്ന് പറയുന്നത് പിന്നെ എന്താ പറയാ, അവരുടെ സിറ്റിസൺസിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ്. പിന്നെ അല്ലാത്ത ആളുകൾക്ക് അവർ റെസ്ട്രിക്റ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ ഫുള്ളായിട്ടോ കൊടുക്കുന്ന കേസുകളുണ്ട്. അതായത് മെയിനായിട്ട് നമ്മൾ ഖുർആൻ പഠനം അങ്ങനത്തെ കാര്യങ്ങൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അവർ പല യൂണിവേഴ്സിറ്റിയിലും ഫ്രീ ആയിട്ട് ആ ഏരിയയിൽ പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ അത് നല്ല യൂണിവേഴ്സിറ്റിയിലാണ് പറയുന്നത്. പിന്നെ എഞ്ചിനീയറിംഗ് ഇങ്ങനത്തെ നമ്മൾ ഈ പറഞ്ഞ സയൻസ് വിഷയങ്ങൾ, ടെക്നോളജി, ആർട്സ് ഇങ്ങനത്തെ വിഷയങ്ങളിൽ ഉള്ള കേസിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവർ മെയിനായിട്ട് യൂണിവേഴ്സിറ്റികളൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് പിന്നെ പ്രൊഫഷണൽസിനെ വാർത്തെടുക്കുക എന്നുള്ളതാണ് അവർ മെയിനായിട്ടുള്ള ഉദ്ദേശം. ഓക്കെ, അപ്പൊ അതിൽ നമുക്ക് അപ്ലൈ ചെയ്യാം, പഠിക്കാം, നോ പ്രോബ്ലം. അവർ പ്രോത്സാഹിപ്പിക്കുന്ന കേസ്. പറഞ്ഞോളൂ. ഈ ഏവിയേഷന് ഓസ്ട്രേലിയയാണ് ബെസ്റ്റ് കൺട്രി എന്ന് പറഞ്ഞല്ലോ, എന്തുകൊണ്ടാണ് അത് അങ്ങനെ പറഞ്ഞത്? ക്ലിയർ ആയി കേട്ടില്ല. ഏവിയേഷൻ ഓസ്ട്രേലിയയാണ് ബെസ്റ്റ് കൺട്രി എന്ന് സാറ് പറഞ്ഞില്ലേ, അപ്പോ അത് എന്തുകൊണ്ടാണ്? ബാക്കിയുള്ള കൺട്രീസിനെ അപേക്ഷിച്ച് അവിടെ എന്താണ്? അവിടെയാണ് അതിന്റെ പിന്നെ ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻസ് ഉള്ളത്. നമ്മൾ പഠിക്കാനുള്ള ഓപ്ഷൻസ് അല്ലേ ചോദിച്ചേ, പൈലറ്റ് ആവാൻ. ഓസ്ട്രേലിയ ഒരു വൈഡ് ഏരിയയാണ്. ഒന്നാമത്തെ കേസ് ഇത് കുറവാണ്. പിന്നെ അവര് എന്തുകൊണ്ട് വെച്ചാൽ അവിടെ അതിന്റെ ഫെസിലിറ്റീസ് അവിടെ ഉണ്ടെന്ന് എനിക്കറിയുള്ളൂ. എന്തുകൊണ്ടാണ് റീസൺ എന്ന് എനിക്കും അറിയില്ല. ഞാൻ ആ ചോദ്യത്തിന്റെ ഉത്തരം ഉദ്ദേശിക്കുന്നത്, നിങ്ങളിപ്പോ ഒരു പൈലറ്റ് ആവാനോ മറ്റൊക്കെ ബെസ്റ്റ് പഠിക്കാൻ ഉദ്ദേശിക്കുന്ന കൺട്രി ബെസ്റ്റ് ഓസ്ട്രേലിയയാണ്. എന്താ കാരണം എന്ന് എനിക്കും അറിയില്ലാന്ന്. ഒന്നെന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കിയത്, അങ്ങനത്തെ ഓസ്ട്രേലിയ എന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞില്ലേ, ഇന്ത്യന്റെ ഇപ്പൊ നമ്മൾ മാപ്പ് എടുത്ത് നോക്കണമെങ്കിൽ ഇന്ത്യനേക്കാൾ എത്രയോ വലിയ രാജ്യമാണ്. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ജനസംഖ്യന്റെ കാര്യത്തിൽ അതായത് ഒരുപാട് ഒഴിഞ്ഞ ഏരിയകളുണ്ട്. ഒന്നത് പിന്നെ അതായിരിക്കാം. ഇപ്പൊ UK എന്നൊക്കെ പറയുന്നത് കുറച്ചും കൂടി ചെറിയ രാജ്യമാണ്. അപ്പൊ ഞാന് എന്റെ അറിവില് ബെസ്റ്റ് ആയിട്ടുള്ള ഏവിയേഷൻ സംഭവത്തിന് ബെസ്റ്റ് ആയിട്ടുള്ള ഇത് ഓസ്ട്രേലിയയാണ്. ഞാൻ പല ആളുകളും ഈ പൈലറ്റ് ആവാനും അതിന്റെ അങ്ങനത്തെ പ്രത്യേകിച്ചും പൈലറ്റ് ആവാന് പിന്നെ ഓസ്ട്രേലിയക്ക് പഠിക്കാൻ പോകുന്നത് ഞാൻ കുറെ ആളുകൾ അറിയാം അവിടെ. അല്ലാതെ ഞാൻ അതിന്റെ റീസൺ എനിക്കറിയില്ല. ഓക്കെ, പറയൂ. ഓക്കെ, നമുക്ക് MSW കോഴ്സിനെ കുറിച്ചാണ്. MSWയുടെ ഒരു സ്കോപ്പ് എങ്ങനെയാണ് കമ്മിങ് ഇയേഴ്സിൽ, അതുപോലെ തന്നെ അത് പഠിക്കാൻ പറ്റിയ ബെസ്റ്റ് യൂണിവേഴ്സിറ്റി, ബെസ്റ്റ് കൺട്രീസ് ഏതാണ്? MSWന്റെ സ്കോപ്പ് എന്ന് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല്, പിന്നെ MSW കഴിഞ്ഞ ആളുകളെ നമുക്ക് വിസ കിട്ടാൻ എളുപ്പമുള്ള ഒരു രാജ്യമാണ് കാനഡ എന്ന് പറയുന്നത് മെയിനായിട്ട്. ഓക്കെ, കാനഡയിലേക്ക് MSW കഴിഞ്ഞ ആളുകളെ അവര് സോഷ്യൽ വർക്കേഴ്സിന് നന്നായിട്ട് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രാജ്യമാണ്. അപ്പോ MSW പഠിക്കാനാണെങ്കിലും പിന്നെ ഇനി MSW കഴിഞ്ഞ ഒരാൾക്ക് വിസ കിട്ടാനാണെങ്കിലും എളുപ്പമുള്ള ഒരു രാജ്യമായിട്ട് നമുക്ക് കാനഡ തന്നെ പറയാം. അവിടെ അങ്ങനെ കൂടുതൽ ആളുകൾ ആവശ്യമുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
സോഷ്യൽ വർക്കേഴ്സിന്. ഓക്കെ. അപ്പൊ ആ ഒരു നമ്മളൊരു വേ പോയിന്റ് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം, ഒരു രാജ്യത്തിന് ആവശ്യമുള്ള ആളുകളെ അവരെന്നെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും എന്നുള്ളതാണ് ഈ രാജ്യങ്ങളിലേക്ക് പ്രത്യേകത. അവിടെയാണ് ഈ സ്കോളർഷിപ്പുകളും ഫീ വേവറും വിസ പ്രോസസിംഗ് ഒക്കെ ഈസി ആവുന്നത്. നമ്മൾ അപേക്ഷിക്കുന്നത് ആ ഒരു ക്രൈറ്റീരിയയിലൂടെ ആണെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു സംഭവത്തിനാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് കയറി പോകാൻ പറ്റും. ഒറ്റടിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഞാൻ ഉദ്ദേശിച്ച ഒരു പോയിന്റ് അവിടെ. അപ്പൊ സ്റ്റഡീസിനും അവിടെ തന്നെ ആയിരിക്കും ഇമ്പോർട്ടൻസ് കൂടുതൽ. മറ്റൊരു സ്ഥലത്ത് ഇല്ലാന്നല്ല, ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് അതാണ്. അതുപോലെ MBA കോഴ്സിനെ കുറിച്ചും ചോദിച്ചിട്ടുണ്ട്. അതിനും ബെസ്റ്റ് കൺട്രി ഏതാണ്? MBA പഠിക്കാൻ ബെസ്റ്റ് കൺട്രി എന്ന് പറയുന്നത് UK, US ആണ്. ഇതിലേതെങ്കിലും നല്ല യൂണിവേഴ്സിറ്റികൾ, ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റികളിലെ 2 രാജ്യങ്ങൾ അതാണ്. അതുകൊണ്ട് MBA പഠിക്കാൻ ഏറ്റവും, പക്ഷെ അവിടെയൊക്കെ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ വർക്കിംഗ് പ്രൊഫഷണൽസ്, അതായത് നമ്മൾ വർക്ക് എക്സ്പീരിയൻസ് അതായത് മേഖലയിൽ ഇല്ല ആളുകൾക്കാണ് MBAക്ക് പിന്നെ അഡ്മിഷനെ എടുക്കാൻ, പിന്നെ ആപ്ലിക്കേഷന് കൊടുക്കാൻ പറ്റുള്ളൂ. നമ്മളിപ്പോൾ ഒരു സ്പെസിഫിക് ഫീൽഡിൽ നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവണം, മനസ്സിലായില്ലേ? അങ്ങനെ ഉള്ള ക്രൈറ്റീരിയ ആണ് ഒന്നാമത്തെ നമ്മൾ നോക്കേണ്ടത്. അല്ലാതെ നമുക്കൊരു ഹയർ സ്റ്റഡീസ് പെട്ടെന്ന് ഡയറക്റ്റ് ഡിഗ്രി കഴിഞ്ഞ് MBAക്ക് പോകുന്ന കേസ് നല്ല യൂണിവേഴ്സിറ്റികളിൽ ഇല്ല പൊതുവെ. ഓക്കെ, അപ്പോൾ വർക്ക് എക്സ്പീരിയൻസ് ഇല്ല ആളുകളാണ് പ്രോത്സാഹിപ്പിക്കുന്നത്. പിന്നെ അവർ പറയുന്ന എല്ലാ ക്രൈറ്റീരിയ നമ്മൾ ഇപ്പൊ GRE, പിന്നെ ആ ഒരു സംഭവം MBAന്റെ സംഭവത്തിലാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്കോർ, ഹൈ സ്കോറിലെ ആളുകളെ നല്ല യൂണിവേഴ്സിറ്റികൾ ഒന്ന് പരിഗണിക്കുന്നത്. പിന്നെ നമ്മൾ അക്കാദമിക്സ് ആണ്, പിന്നെ നമ്മൾ വർക്ക് എക്സ്പീരിയൻസ് ആ മേഖലയിലാണോ എന്നുള്ളത് അവർ പരിഗണിക്കും. അതായത് നമ്മൾ MBA എടുക്കാൻ ഉദ്ദേശിക്കുന്ന മേഖലയിൽ നമുക്ക് വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടോന്നില്ല. മനസ്സിലായില്ലേ? അതുപോലെ BCom കഴിഞ്ഞൊരു വിദ്യാർത്ഥിയാണ്. ACCA പഠിക്കാൻ പറ്റിയ കൺട്രി ഏതാണ്? ACC ഇവിടുന്ന് പഠിച്ചാൽ മതി, ഇന്ത്യയിൽ നിന്ന്. അത് വേറെ വിദേശത്തേക്കൊന്നും പോകേണ്ട ആവശ്യമില്ലല്ലോ. അത് ഒരു ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്, ഇപ്പൊ ACC എന്ന് പറയുന്നത് പിന്നെ അൾട്ടിമേറ്റ്ലി നമ്മൾ നടത്തുന്നത് ഒരാൾ തന്നെയാണ്. അത് നിങ്ങൾ ഏത് രാജ്യത്ത് പോയി പഠിക്കുക എന്നുള്ളത് ഡിഫറൻസ് ഇല്ലാന്ന്. നമ്മളിത് സ്വന്തമായിട്ട് രജിസ്റ്റർ ചെയ്ത് പഠിക്കുന്ന സാധനമാണല്ലോ ശരിക്കും പറഞ്ഞാല്. ഇത് ഇൻസ്റ്റിറ്റ്യൂട്ടില്ലല്ലോ ശരിക്കും, ഉണ്ടോ? ACCA, CA, CMA, ഞാൻ ഇങ്ങനത്തെ ഒരു പ്രൊഫഷണൽ കോഴ്സുകളെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതായത് അക്കൗണ്ട്സിൽ പ്രൊഫഷണൽ കോഴ്സുകളൊക്കെ നമ്മൾ സെൽഫായിട്ട് ഒരു ബോഡിയിലോ അല്ലെങ്കിൽ അതിന്റെ ഇതിലോ രജിസ്റ്റർ ചെയ്തിട്ട് പഠിക്കുന്ന സാധനങ്ങളാണ്. CMA USA ആയിക്കോട്ടെ, ACC ആയിക്കോട്ടെ, ഇങ്ങോട്ട് വരികയാണെങ്കിൽ CS കമ്പനി സെക്രട്ടറി ആയിക്കോട്ടെ, ഇതൊക്കെ നമ്മൾ സ്വയം രജിസ്റ്റർ ചെയ്തിട്ട് ഒരാൾ അയാൾ സെൽഫായിട്ട് പഠിക്കുന്നതാണ്. ബാക്കിയുള്ളൊക്കെ ട്യൂഷൻ ക്ലാസ്സുകളാണ്. നിങ്ങൾ ഈ കാണുന്ന എല്ലാ പരസ്യങ്ങളും ട്യൂഷൻ ക്ലാസ്സുകളാണ്. പിന്നെ ഇതിന് സ്റ്റഡി സെന്ററുകളായിട്ട് ഉണ്ട് ഓരോ സ്ഥലങ്ങളിലും മറ്റൊക്കെ. അതെന്ന് പറയുന്നത് ഇങ്ങനത്തെ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇപ്പൊ നമ്മളിപ്പോൾ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിൽ പോലത്തെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ സ്റ്റഡി സെന്റർ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? അവിടെ ക്ലാസ്സുകൾ എടുക്കുക എന്നുള്ള കൺസെപ്റ്റ് സെക്കൻഡറി ആണല്ലോ, മെയിനായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ പർപ്പസ് ആണല്ലോ. അങ്ങനെ നമ്മൾ ഈസി ഗോയിങ് ആയിട്ട് കുറെ സ്റ്റഡി സെന്ററുകൾ ഉണ്ട്. ബാക്കിയുള്ള നമ്മൾ കാണുന്ന പരസ്യങ്ങൾ കംപ്ലീറ്റ് എന്താണ്? ട്യൂഷൻ ക്ലാസ്സുകളല്ലേ ശരിക്കും പറഞ്ഞാൽ. നമ്മൾ കാണുന്ന എല്ലാം ട്യൂഷൻ ക്ലാസ്സുകളാണ്, കോച്ചിങ് സെന്ററുകൾ എന്ന് തന്നെ പറയാം. നമുക്ക് ആ സബ്ജക്ട് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവരെ ആശ്രയിക്കുന്നു എന്ന് മാത്രം. അതല്ലാതെ ഇതൊരു രാജ്യത്ത് പോയി പഠിക്കല്ല, നമ്മൾ അതിന് രജിസ്റ്റർ ചെയ്യുക, എഴുതുക, എവിടെ വേണമെങ്കിലും പഠിക്കാം, എവിടുന്ന് വേണമെങ്കിലും പഠിക്കാം. ഓക്കെ, അതൊരു ക്ലാസ്. ഓക്കെ. പിന്നെ വിസ്റ്റുല യൂണിവേഴ്സിറ്റി പോളണ്ടിലുള്ള, ഇത് നല്ല യൂണിവേഴ്സിറ്റി ആണോ? ഇത് പ്രൊവൈഡ് ചെയ്യുന്ന സ്കോളർഷിപ്പുകൾ ഏതെല്ലാം? അയ്യോ, അങ്ങനെ ചോദിച്ചാൽ എനിക്ക് അറിയില്ല കേട്ടോ. അത് നമുക്ക് സെർച്ച് ചെയ്ത് തന്നെ നോക്കേണ്ടി വരും. ഞാൻ വേണമെങ്കിൽ നോക്കിയിട്ട് വേണമെങ്കിൽ പറഞ്ഞുതരാന്ന് മാത്രം. ഏതാണ്? പോളണ്ടോ? അതെ, പോളണ്ടിലെ അത് അങ്ങനെ ഒരു അറിയപ്പെടുന്ന യൂണിവേഴ്സിറ്റി അല്ല. അത് ഞാൻ പറഞ്ഞത് ഇപ്പൊ നമ്മളിപ്പോ ഒറ്റടിക്കുന്ന കേട്ട് പരിചയമുള്ള യൂണിവേഴ്സിറ്റി അല്ല എന്നർത്ഥം. അതായത് നമ്മള് പിന്നെ യൂണിവേഴ്സിറ്റി റാങ്കിങ്ങിന്റെ ഒക്കെ ലിസ്റ്റ് എടുത്ത് നോക്കേണ്ടി വരുന്നത്. ഇപ്പൊ ഒരു 1500 QS റാങ്കിങ് ഒക്കെ, ഒരു 1500 വരെയാണ് QS റാങ്കിങ് വരുന്നത്. 1500 ഞാൻ പറഞ്ഞില്ലേ, ആ റാങ്കിലൊക്കെ വരുന്നൊരു യൂണിവേഴ്സിറ്റി ആണോ അല്ലെന്നൊക്കെ നമുക്ക് പരിശോധിക്കാൻ പറ്റും. പിന്നെ അവരുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ അവർ ഒരു റാങ്കിങ് ഏതൊക്കെയെന്നില്ല അവർ കൊടുത്തിട്ടുണ്ടാവുമേ. ഒരു മാക്സിമം കിട്ടിയ റാങ്കിങ് ഒക്കെ അവർ കൊടുക്കുമല്ലോ ഒരു യൂണിവേഴ്സിറ്റി. അത് നോക്കാം, മനസ്സിലായോ? ഇതിന്റെ ഡയറക്റ്റ് വെബ്സൈറ്റ് പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ അതേ പേരിൽ വെബ്സൈറ്റ് ഉണ്ടാവും. അതിൽ അവർ ഏതൊക്കെ റാങ്കിങ് ഉണ്ട് എന്ന് കൊടുക്കും. റാങ്കിങ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം അത് ഓരോ ടീം കൊടുക്കുന്നതാണ്. ഇപ്പൊ ഇന്ത്യയിലെ NIRF റാങ്കിങ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്ന പോലെ തന്നെ. ഇല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക അതൊരു Tier 2, Tier 3 യൂണിവേഴ്സിറ്റി ആണ് എന്നുള്ളത്. മനസ്സിലായില്ലേ? പല യൂണിവേഴ്സിറ്റികളുടെയും MSc ഫിസിക്സ്
പിന്നെ GCC കൺട്രീസിൽ എസ്പെഷ്യലി സൗദിയിൽ ചെയ്യുന്നതിനെ കുറിച്ച് പറയാൻ പറ്റും. അതിൻ്റെ ഒരു ലിവിങ് എക്സ്പെൻസ് സ്കോളർഷിപ്പുകൾ ഇങ്ങനെയാണ് ഉണ്ടാവുക. MSc ഫിസിക്സോ? സൗദിയിലാണ്. അതെ, ഫിസിക്സ്. സൗദി എന്നുള്ള കൺസെപ്റ്റ് ഇല്ല. സൗദിയിൽ ഏറ്റവും ബെസ്റ്റ് യൂണിവേഴ്സിറ്റികൾ ഏതാണെന്ന് നോക്കിയിട്ട് അവിടെ അഡ്മിഷൻ കിട്ടാൻ വേണ്ടി ശ്രമിക്കണം നമ്മൾ. അതൊരു ആ പ്രോസസ്സിൽ നമ്മൾ കയറിയിട്ട് അഡ്മിഷൻ കിട്ടുകയാണെങ്കിൽ സ്കോളർഷിപ്പ് കിട്ടുക എന്നൊക്കെ പറയുന്നത് ഈ ഗൾഫ് കൺട്രീസിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഒറ്റയ്ക്ക് പറയുന്നത് നമ്മൾ അക്കാദമിക്സ് നോക്കിയിട്ടാണ് അവർ എടുക്കുന്നത്. പിന്നെ അവര് സ്കോളർഷിപ്പ് കൊടുക്കുന്നത് നമ്മൾക്ക് അങ്ങനത്തെ ഒരു എന്താ പറയാ, ഇത് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ഒരാളാണ് എന്നുള്ള കൺസെപ്റ്റാണ് മിക്കവാറും സ്കോളർഷിപ്പ് കൊടുക്കുന്നത് ഒരു കേസ്. അതല്ലെങ്കിൽ ചില പർട്ടിക്കുലർ ഫീൽഡിൽ അവിടെ എന്ത് ചെയ്യും, റിസർച്ച് ലെവലിലൊക്കെ എന്ത് ചെയ്യും നമ്മൾ ഇത് റിസർച്ച് PhDക്ക് അവർ നന്നായിട്ട് പ്രോത്സാഹിപ്പിക്കുന്ന ആൾക്കാരാണ്. PG പഠനത്തിനൊക്കെ എന്ന് പറയുന്നത് നമുക്ക് അങ്ങനത്തെ ഒരു ആവശ്യക്കാരനാണ്. അതല്ലെങ്കിൽ നമുക്കറിയില്ല, ഇസ്ലാമിക കാഴ്ചപ്പാടിൽ വരുന്ന ഏതെങ്കിലും കാറ്റഗറി പെട്ടിട്ട് അവർ സ്കോളർഷിപ്പ് നമുക്ക് സാമ്പത്തികം ഇല്ല അങ്ങനത്തെ എന്തെങ്കിലും ക്രൈറ്റീരിയ എന്തെങ്കിലും ഉള്ളൂ. മനസ്സിലായില്ലേ? അവര് അതല്ലാതെ ഒരു MSc ഫിസിക്സ് പഠിക്കാൻ വേണ്ടി ഇങ്ങനെ സ്കോളർഷിപ്പ് ഉണ്ടെന്ന് ഔട്ട് ചെയ്യുന്നില്ല. നമ്മള് ഒരു നോർമൽ സ്റ്റുഡന്റ് ആയിട്ട് അപ്ലൈ ചെയ്യുന്നു. എക്സ്പെൻസ് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ ഗൾഫിൽ നിൽക്കുന്ന എക്സ്പെൻസ് എത്രയാണ് ഒരു മാസം? സൗദിയൊക്കെ എനിക്ക് എക്സ്പെൻസ് കുറഞ്ഞൊരു രാജ്യമാണ്, അല്ലാതെ ലിവിങ് എക്സ്പെൻസ് വലിയ കൂടിയ രാജ്യമല്ലല്ലോ സൗദി കമ്പാരിറ്റീവ്ലി. കേട്ടോ, ഞാനിപ്പോ യൂറോപ്യൻ കൺട്രീസും മറ്റൊക്കെ നോക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു. ആ ഒരു എക്സ്പെൻസിനെ ഉള്ളു വരിക. മറ്റേത് നമ്മൾ ട്യൂഷൻ ഫീസ് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി കുറവാണ്. അതായത് നിങ്ങൾ ഈ യൂറോപ്യൻ കൺട്രീസിലൊക്കെ വരുന്ന അത്ര എന്തായാലും ഇവിടെ ഇല്ല. കാരണം അവർ ഗവൺമെന്റ് നന്നായി പ്രോത്സാഹിപ്പിക്കുന്നതുകൊണ്ട് നമ്മൾ ഒരുപാട് പൈസ പ്രതീക്ഷിക്കേണ്ട അർത്ഥം. ചോദ്യങ്ങളാണ് ഈ മോളിക്കുലർ ബയോളജിയിൽ PhD ചെയ്യാനായിട്ടുള്ള ബെസ്റ്റ് കൺട്രി ഏതാണ്? ബെസ്റ്റ് യൂണിവേഴ്സിറ്റി? മോളിക്കുലർ ബയോളജിയോ? ഡിഗ്രി ചെയ്യാനാണോ? അല്ല, PhD. അത് ഞാൻ പറഞ്ഞില്ലേ, മോളിക്കുലർ ബയോളജി എന്ന് പറയുന്നത് നമ്മൾ ഇതിന് ബയോളജി ഒരു സയൻസ് വിഷയമാണ് അല്ലേ? അതായത് സുവോളജി ബോട്ടണിയിൽ വരുന്ന ഒരു ബയോളജിന്റെ ഒരു സബ്ജക്റ്റ് ആണത്. അപ്പൊ നമ്മൾ സയൻസ് വിഷയങ്ങൾ പഠിക്കുന്ന ഏത് യൂണിവേഴ്സിറ്റിയിലും ഇതിൽ റിസർച്ച് ചെയ്യാൻ പറ്റും. അത് ഏറ്റവും ബെസ്റ്റ് യൂണിവേഴ്സിറ്റികളൊക്കെ ഉണ്ടാവും. അതായത് നിങ്ങൾ ഈ വലിയ യൂണിവേഴ്സിറ്റികളുടെ പ്രത്യേകത ഒന്ന് മനസ്സിലാക്കേണ്ടത്, ഇപ്പൊ കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക വിഷയത്തിന് വേണ്ടിയുള്ള യൂണിവേഴ്സിറ്റി അല്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. അങ്ങനത്തെ യൂണിവേഴ്സിറ്റികൾ എല്ലാവിധ കോഴ്സുകളും ഉണ്ടാവും, എല്ലാവിധ സംഭവത്തിനും. എന്താണ് അതിന്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള അധ്യാപകരും ഏറ്റവും ഫെസിലിറ്റീസും ഈ പറഞ്ഞ യൂണിവേഴ്സിറ്റികളിൽ ഉണ്ടാവും. ലൈബ്രറിയും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഏറ്റവും ബെസ്റ്റ് തന്നെ പറയാം. അതാണ് ഈ യൂണിവേഴ്സിറ്റികളുടെ പ്രത്യേകത. പിന്നെ ഒരുവിധം നമ്മൾ ഈ പറഞ്ഞ സയൻസ് വിഷയങ്ങൾ, ടെക്നോളജി, അതേപോലെ MBA, അതേപോലെ ലോ, ഇതൊക്കെ ഒരുവിധം യൂണിവേഴ്സിറ്റികളിലൊക്കെ പഠിപ്പിക്കുന്നുണ്ട്, ലോകത്ത് ഈ പറയുന്ന ഫേമസ് യൂണിവേഴ്സിറ്റികളിലൊക്കെ. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഏത് യൂണിവേഴ്സിറ്റിയിലും ഇത് പഠിക്കാം എന്നുള്ളതാണ് ഒറ്റയടിക്കുള്ള ആൻസർ. അതല്ലാതെ മോളിക്കുലർ ബയോളജി പഠിക്കാനായിട്ട് സ്പെസിഫിക് യൂണിവേഴ്സിറ്റി, ലോകോത്തര യൂണിവേഴ്സിറ്റി സ്പെസിഫിക് ആയിട്ട് ഇല്ല എന്ന് പറയാം. മനസ്സിലായില്ലേ? എല്ലാ യൂണിവേഴ്സിറ്റികളിലും നമ്മളൊരു സയൻസ് വിഷയം എന്നുള്ള രൂപത്തിൽ നമുക്ക് ഇതിന് റിസർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റാൻഡമായിട്ട് അപ്ലൈ ചെയ്യാന്നർത്ഥം. റാൻഡമായിട്ട് പറഞ്ഞാൽ എല്ലാ യൂണിവേഴ്സിറ്റികളിലേക്കും നിങ്ങളുടെ റിസർച്ച് പ്രൊപ്പോസൽ, അവിടുത്തെ പ്രൊസീജിയർ എന്താ വെച്ചാൽ അത് വെച്ച് അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് അതിന്റെ പ്രോസസ്സിൽ പങ്കെടുക്കാം എന്നുള്ളതാണ്. നമ്മളെ ചോദ്യങ്ങൾ ഏകദേശം അവസാനിച്ചിട്ടുണ്ട്, നമ്മുടെ സമയവും വളരെ കടന്നിട്ടുണ്ട്. നിങ്ങൾ 10 കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ. അപ്പൊ നമ്മൾ ഏതായാലും അവസാനിപ്പിക്കാം. നമുക്ക് ഇനിയും ചോദ്യങ്ങൾ കുറെ ബാക്കി ഉണ്ടാവും അറിയാം. സാറിപ്പോ ഈ ലിങ്കില് അയച്ചിട്ട് തരികയാണെങ്കിൽ ഞാനോ അല്ലെങ്കിൽ ഇപ്പൊ ആൻസർ ചെയ്യുന്നു എന്നുള്ളൊന്ന് പറഞ്ഞു വെക്ക്. ഓക്കെ. ആ ലിങ്കിലേക്ക് നിങ്ങൾ ചോദ്യങ്ങൾ ഇടുകയാണെങ്കിൽ ആ രീതിയിൽ നമുക്ക് ആൻസർ ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് സിജിയുടെ കോഴിക്കോട് ഓഫീസിലും അതുപോലെ തന്നെ മലപ്പുറം സിജിയുടെ ഓഫീസിലും നമുക്ക് എല്ലാ ദിവസവും ഫ്രീ ആയിട്ട് കരിയർ കൗൺസിലിങ്ങുകൾ നടക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടാലും നിങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കാൻ പറ്റും. അതുപോലെ എല്ലാ ഞായറാഴ്ചകളിലും ഈ ഒരു സൺഡേ കരിയർ ഓൺലൈൻ പ്രോഗ്രാമും നമ്മൾ നടത്തുന്നുണ്ട്. അപ്പോൾ അടുത്ത ആഴ്ചകളിലും നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടികൾ നൽകുന്നതായിരിക്കും. ഒരു സമയപരിമിതി മൂലം നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അപ്പോ നമുക്ക് ഇത്രയും നേരം, ഒരു 2 മണിക്കൂർ നേരം
ഒരു വിഷയത്തിൽ വളരെ വിശദമായി ക്ലാസ് എടുത്ത സക്കരിയ സാറിന് എല്ലാവിധ നന്ദിയും സിജി കരിയർ ഡിപ്പാർട്ട്മെന്റിന്റെ പേരിൽ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഈ പരിപാടിയിൽ ഇതിന്റെ അവസാനം വരെ പങ്കെടുത്ത എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി അറിയിച്ചുകൊണ്ട് ഒരു പരിപാടി ഇവിടെ സമാപിച്ചതായിട്ട് അറിയിക്കുന്നു. താങ്ക് യു ഓൾ. ഓക്കെ, താങ്ക് യു ആൾ. ഇത്ര നേരം കേട്ടു നിന്ന് എല്ലാവർക്കും നന്ദി. ഓക്കെ, ലത്തീഫ് സാർ നന്ദിയുണ്ട്. ഇത്ര നേരം കേട്ട് നിന്ന് നന്ദിയുണ്ട് അറിയാം.